അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലാലി പീറ്ററാണ്. മലയാളിയാണെങ്കിലും കർണാടകത്തിലാണ് ജനിച്ചു വളർത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് മലയാളം എഴുതുവാനോ വായിക്കുവാനോ അറിയില്ല എങ്കിൽ പോലും കന്നഡ മാത്രം എഴുതുവാനും വായിക്കുവാനും അറിയാവുന്ന പ്രിയ സഹോദരി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തെ അറിയുവാനിടയായി തീർന്ന തൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ സാക്ഷ്യം ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ്. പ്രേക്ഷകർക്ക് വലിയൊരു വിടുതലിനും പ്രചോദനത്തിനും കാരണമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ചെയ്ത് അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരികയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്നതായ പ്രാർത്ഥനയിൽ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. വലിയ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമായി തീരും. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലാലി പീറ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു കൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം അരോമ ടി വി ചാനലിൽ കൂടെ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട്, അല്ലെങ്കിൽ സാക്ഷീകരിക്കുവാനായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് എന്നെ ക്ഷണിക്കുകയും മുഖാന്തരമാക്കി തീർത്ത ദാനിയേൽ പാസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് ഒരിക്കൽ കൂടി എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ലാലി എന്നാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് പീറ്റർ എന്നാണ്. ഞങ്ങൾ കുടുംബമായിട്ട് സൗത്ത് കാനഡയിൽ KSRTCയിൽ എൻ്റെ ഹസ്ബൻഡ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുകയാണ്. അവിടെ ധർമ്മസ്ഥലത്താണ് ഞങ്ങൾ കുടുംബമായിട്ട് പാർക്കുന്നത്. ദൈവം ഞങ്ങൾക്ക് ദാനമായി 2 പെൺകുഞ്ഞുങ്ങളെ തരുവാൻ ഇടയായി. അവരെ പഠിപ്പിക്കുവാനും അവരെ ആത്മീയത്തിൽ വളർത്തുവാനും അവരുടെ വിവാഹങ്ങളൊക്കെയും കഴിക്കുവാനും സ്വർഗത്തിലെ അപ്പച്ചനിടയാക്കി. എൻ്റെ മൂത്ത മകളുടെ പേര് റിനി സാൻഡൽ എന്നാണ്. മകളുടെ വിവാഹം 2018 നടക്കുവാനിടയായി. ഞങ്ങൾക്ക് മകൾക്ക് തക്കതായ ഒരു തുണയെ ദൈവം തന്നു. ആ മകന്റെ പേര് അനീഷ് അബ്രഹാം എന്നാണ്. അവർക്ക് ദൈവം ദാനമായി ഒരു തലമുറയെ കൊടുക്കുവാൻ ഇടയായി. എനിക്കൊരു കൊച്ചുമോളായിട്ട് ആ മോളുടെ പേര് യുവാന്യ അശ്വിൻ അനീഷ് എന്നാണ്. അവര് ജോലിയോടുള്ള ബന്ധത്തിൽ മലേഷ്യയിലായിരിക്കുന്നു. അതേപോലെ എനിക്ക് ഇളയ മോളുടെ പേര് സിനി സാൻഡൽ എന്നാണ്. 2023 അവരുടെ വിവാഹം നടക്കുവാൻ ഇടയായത്. മോന്റെ പേര് ജസ്വിൻ തോമസ് എന്നാണ്. അവര് ജോലിയോടുള്ള ബന്ധത്തിൽ ബാംഗ്ലൂർ പട്ടണത്തിലായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ എനിക്ക് തരുവാനിടയായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിന്നെ എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുവാനാണെങ്കിൽ, ഞാൻ ജനിച്ചു വളർന്നതൊക്കെയും ഒരു യാക്കോബായ സമുദായത്തിലാണ്. എൻ്റെ പൂർവ്വ പിതാക്കന്മാരൊക്കെയും കേരളത്തിന്റെ എറണാകുളം ജില്ലയിൽ നിന്ന് കർണാടകത്തിലേക്ക് കുടികയറി പാർക്കുവാനിടയായി. അങ്ങനെ കുടികയറി പാർത്തെന്ന് പറഞ്ഞാൽ സൗത്ത് കാനഡയുടെ നൂജിപാൽത്തല ഗ്രാമത്തിലെ ഈച്ചിലെടുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അപ്പച്ചൻ വന്ന് സ്ഥലം മേടിക്കുകയും അവര് ഏതാനും 30ഓളം ഏക്കർ സ്ഥലം മേടിച്ച് അവരവിടെ പാർക്കുകയും ചെയ്യുവാൻ ഇടയായത്. ഈ 30ഓളം ഏക്കർ സ്ഥലത്ത് മൊത്തവും കൃഷി ഇറക്കുവാനിടയായി. അങ്ങനെ ഒരു പേര് കേട്ട കൃഷിക്കാരന്റെ ഒരു കൊച്ചുമകളാണ് ഞാൻ. ഏതാനും 10-30 കിലോമീറ്റർ ചുറ്റളവിൽ എൻ്റെ അപ്പച്ചൻ എല്ലാവർക്കും നന്നായി അന്നത്തെ കാലത്തെ അറിയാം. അങ്ങനെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും അവര് 5 മക്കൾ. എൻ്റെ പിതാവിൻ്റെവര് ഒരു സഹോദരിയും 4 ആമക്കളുമാണ്. ഒരു മകളും 4 ആമക്കളുമാണ് അവര്. അതിൽ 3ാമത്തെ മകന്റെ മകളാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 6 മക്കളാ. ഈ 6 മക്കള് 2 പെണ്ണും 4 ആമക്കളും. അതിൽ 3ാമത്തെ മകളായിട്ട് ജനിക്കുവാനാണ് സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്കും ഭാഗ്യം തന്നു. അങ്ങനെ എൻ്റെ ജീവിത ബാല്യങ്ങളിൽ പറയുവാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഗ്രാമമാണെങ്കിലും
കറണ്ടോ ഇല്ലെങ്കിൽ ഫോണോ ഇതുകളോ ഇതൊന്നും ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഇല്ല. ഇതൊന്നും ആ കാലഘട്ടങ്ങളിൽ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് തിന്നുവാനും കുടിക്കുവാനും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ഞങ്ങൾക്ക് കഴിക്കുന്ന വൈകിട്ടായാൽ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ലാത്ത ഒരു അന്തരീക്ഷമായി. എൻ്റെ അറിവ് വെച്ച കാലം, എനിക്ക് ഒരു ചെറിയതായിട്ട് അറിവ് വന്ന കാലം തൊട്ടേ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാ. എൻ്റെ മാതാവിനെ വളരെ മാത്രം മർദ്ദിക്കുമായിരുന്നു എൻ്റെ പിതാവ്. ആര് പറഞ്ഞാലും എൻ്റെ പിതാവ് അനുസരിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ തടസ്സം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മാതാവിന് ഒരു സഹോദരനുണ്ട്. അവർ 2 മക്കളാണ് എൻ്റെ മാതാവിന്റെ കുടുംബത്തില്. അങ്ങനെ എൻ്റെ അമ്മാച്ചൻ ഉള്ളത് മണിപ്പാലം അല്ല, മണിപ്പാലിലെ കെഎംസിൽ താൻ ഒരു പ്രൈവറ്റ് ജോലിയിലായിരുന്നു. അങ്ങനെ ഒരു കുടുംബമായിട്ട് അവരവിടെ താമസിക്കുന്ന സമയത്താണ് എന്നെ അവർക്ക് കൊണ്ടുപോയി കുഞ്ഞുനാളെന്നെ അവിടെ പഠിപ്പിക്കുകയും തൻ്റെ വിദ്യാഭ്യാസം അവിടെ ചെയ്ത് എന്നെ വിവാഹം കഴിച്ച് വിടണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയാണ് എൻ്റെ അമ്മാച്ചൻ എന്നെ അങ്ങ് കൊണ്ടുപോകാൻ ഇടയായത്. ഞാൻ അങ്ങനെ അവിടെയാണ് വളർന്നുകൊണ്ടിരുന്നത്. ഏതാനും എൻ്റെ വീടും മണിപ്പാലുമായിട്ട് 100 കിലോമീറ്ററുകൾ ദൂരമുണ്ട്. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ എന്നെ എൻ്റെ പിതാവ് വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ കുറച്ചു നാൾ നിർത്തും, തിരിച്ചു കൊണ്ടുപോകും. ഈ ഗ്രാമത്തിലുള്ള യാതൊരു കാര്യങ്ങൾക്കും എനിക്ക് അറിയത്തുമില്ല. എൻ്റെ വീട്ടിൽ ഒരു പണിയൊന്നും എടുക്കാൻ എൻ്റെ മാതാപിതാക്കൾ അനുവദിക്കത്തില്ല. അങ്ങനെ സ്നേഹത്തിൽ ഞങ്ങളെ മക്കളെയൊക്കെ സ്നേഹത്തിലാ വളർത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വളർന്നു വരുന്ന കാലത്തിൽ എനിക്ക് അറിവ് വെച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു കാര്യം, കാരണം എൻ്റെ അമ്മയുടെ അമ്മായിയമ്മ വളരെ പോരും പ്രതിസന്ധികളിൽ കൂടി എൻ്റെ അമ്മ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്. ഇത് കേട്ട് വളർന്ന ഞാൻ, ഈ പിതാവിന്റെ മദ്യപാനം കണ്ടു വളർന്ന ഞാൻ, എപ്പോഴും ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ആ കുഞ്ഞു മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യമാണ്, ഞാൻ വലിയതായതിനു ശേഷം ഞാൻ വിവാഹം കഴിക്കത്തില്ല എന്ന്. അങ്ങനെ ചിന്തിച്ചപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും, ഞാൻ വിവാഹമൊന്നും ഇനി വലുതാകുമ്പോൾ കഴിക്കത്തില്ല, അങ്ങനെ ഒരു ചിന്തയൊന്നും നിങ്ങൾക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ എനിക്ക് ചെറുപ്പം തൊട്ടേ ഞാൻ എൻ്റെ കാത് കുത്താനോ ഇല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലിന്റെ ഒരു ഇത് ധരിക്കുവാനോ ഒന്നും എനിക്കിഷ്ടമില്ല. ഒരു മാലയോ വളയോ ഇതോ യാതൊന്നും ഞാൻ ധരിച്ചിട്ടില്ല. അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ എൻ്റെ മാതാവ് അന്നേരം പറയുമായിരുന്നു, നീ വലുതാവട്ടെ, അന്നേരം നീ അതിനെ ചുരുക്കി ചിന്തിച്ചാൽ മതിയെന്ന്. പക്ഷെ എൻ്റെ ചെറിയ മനസ്സിൽ ആ തോന്നിയ ആഗ്രഹം അത് അങ്ങനെ തന്നെ കിടന്നു. കാരണം എനിക്ക് ആ വളർച്ച വന്നപ്പോ തൊട്ട് ഞാൻ അവധിക്കാലത്താ വീട്ടിൽ വരുന്നത്. അപ്പോൾ എൻ്റെ സഹോദരന്മാര് എൻ്റെ മുന്നിൽ പിതാവ് വഴക്കൊന്നും കൂടിയില്ലെങ്കിൽ തന്നെ എൻ്റെ സഹോദരന്മാർ എന്നോട് പറയുമായിരുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ചേച്ചിന്ന്. പക്ഷെ ഇത് കേട്ടാണല്ലോ ഞാൻ വളരുന്നത്. അങ്ങനെ ഞാൻ കാതൊന്നും കുത്താൻ ഞാൻ ഒരിക്കലും അനുവദിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ 9-10 ജയിക്കുന്ന ആ സമയത്ത് എനിക്ക് നല്ല പ്രായമുണ്ട്. എനിക്ക് 7-8 വയസ്സൊക്കെ ആയ പിന്നെ എന്നെ അന്നത്തെ കാലത്ത് ഒന്നിലൊക്കെ കൊണ്ട് ചേർത്തത്. ഞാൻ ഇച്ചിരി വളർന്നതിന് ശേഷം ചേർത്താൽ മതി എന്നും പറഞ്ഞ് വീട്ടിൽ എന്നെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മച്ചൻ എന്നെ കൊണ്ടുപോകാൻ ഇടയായത്. അങ്ങനെ ഉള്ളപ്പോൾ എൻ്റെ 9-10 ജയിച്ച സമയത്ത് മാതാപിതാക്കൾ ഒരു തീരുമാനമെടുത്തു. ഇവളോട് ഇത് പറഞ്ഞാൽ ഒരിക്കലും കാതൊന്നും കുത്താൻ ഇവള് സമ്മതിക്കത്തില്ല. അങ്ങനെ വിചാരിച്ച് ഇവര് കമ്മലൊക്കെ മേടിച്ചു വെച്ച് ഞാൻ അവധിക്കാലത്ത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ അറിയാതെ എന്നോട് പറഞ്ഞു, പിതാവിന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവരുടെ വീട്ടിൽ നമുക്കൊന്ന് പോയിച്ചു വരാമെന്നും പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. അതൊരു തട്ടാന്റെ വീടായിരുന്നു. എനിക്കത് അറിയത്തില്ലായിരുന്നു. കാരണം എനിക്ക് വരുന്ന എൻ്റെ വീട് മാത്രമേ എനിക്ക് പരിസരം അറിയത്തുള്ളൂ. പിന്നെ പള്ളി, അത് വിട്ടാൽ വേറെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. ആ പ്രിയ പിതാവിനെ തുല്യം സ്നേഹിക്കുന്നതായ ആ പിതാവ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ച് എൻ്റെ തലയിലൊക്കെ തലോടി എൻ്റെ കാതിലൊക്കെ ഇങ്ങനെ തൊട്ടേച്ച് പറഞ്ഞു, മോളുടെ കാതിന്റെ തട്ടമൊക്കെ എത്ര സോഫ്റ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിനെ തിരിച്ചുകൊണ്ട് പെട്ടെന്ന് എൻ്റെ കാതിനെ കുത്തുവാൻ ഇടയായി. പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ എൻ്റെ ചിന്തയിൽ കൂട്ടിവെച്ചിരുന്നതാണ് വിവാഹം എന്ന് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഉറപ്പിച്ചിരുന്നിടത്ത് പെട്ടെന്ന് ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഞാൻ എൻ്റെ വാവിട്ട് കരയുവാൻ ഇടയായി, ഞാൻ പ്രതികരിക്കുവാൻ ഇടയായി, ഞാൻ ദേഷ്യപ്പെടുവാൻ ഇടയായി. എൻ്റെ അന്തരീക്ഷം മാറി. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഈ അന്തരീക്ഷത്തെ കണ്ടിട്ട് എന്നെ സമാധാനപ്പെടുത്തി. അങ്ങനെ സമാധാനപ്പെടുത്തിയിട്ട് പറഞ്ഞു, കാത് കുത്തിയാലും കുഴപ്പമൊന്നുമില്ല, നിനക്ക് പോകേണ്ട സമയത്ത് കമ്മൽ ഊരി വെച്ചേച്ച് നീ പൊക്കോ എന്ന് പറയുവാനിടയായി. അങ്ങനെ എന്നെ സമാധാനപ്പെടുത്തി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്തത് ഒരു സഹോദരനാ. ഈ സഹോദരനും ഞാനും ഭയങ്കര കമ്പനിയാണ്. അപ്പൊ എപ്പോഴും കൂട്ടായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ മടത്തി പോകാൻ ഇരുന്നതല്ലേ, എന്നിട്ട് എന്ത് പറ്റി, നീ ഇപ്പൊ കാതൊക്കെ കുത്തിയല്ലോ എന്നും പറഞ്ഞ് എന്നെ ഒത്തിരി കളിയാക്കുവാനിടയായി. ഞാൻ അതിൽ ഒത്തിരി വേദനിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ മാതാവ് എന്നെ കുറച്ചുകൂടെ സമാധാനപ്പെടുത്തി. അങ്ങനെ എൻ്റെ ആ അവധിക്കാലം തീർന്ന് ഞാൻ മടങ്ങി
ഇറങ്ങി എൻ്റെ അമ്മച്ചൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ കാത് കുത്തിയതിന് ശേഷം എനിക്ക് പലയിടത്തുനിന്ന് അന്ന് ആ കാലത്ത് വിവാഹം കടന്നു വരുവാൻ ഇടയായി. വിവാഹ ആലോചനകൾ ഇങ്ങനെ കടന്നു വരുവാൻ ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മകന് സുഖമില്ലാതെ മണിപ്പാലം ആശുപത്രിയിലേക്ക് എൻ്റെ ഒരു കൊച്ചപ്പനും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ കൊണ്ടുവരുവാൻ ഇടയായത്. അങ്ങനെ വന്നിട്ട് അമ്മാച്ചൻ്റെ വീട്ടിലെത്തി. ഇങ്ങനെ എന്തോ അവർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു വിവാഹ കാര്യം അവരവിടെ എടുത്തിട്ടു. എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മാച്ചൻ ഒരു കാര്യം അവരോട് പറഞ്ഞു. ഇപ്പം ഇവള് SLC ആണല്ലോ, ഇനി എനിക്ക് മുന്നോട്ട് പഠിപ്പിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടാ. കാരണം ഇനി പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ കാശിറക്കണം. പിന്നെ ഇവളുടെ വിവാഹം കഴിച്ചു വിടണം. അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങളൊരു പണി ചെയ്യണം. എവിടെയെങ്കിലും നല്ലയൊരു പയ്യനെ നോക്കി നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങണം. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയ സ്വർണവും പൈസയൊക്കെ ഞാൻ തരാം. അപ്പൊ എനിക്ക് അവളെ പഠിപ്പിക്കുന്ന പൈസ മതി എനിക്ക് ഇവളെ വിവാഹം കഴിച്ചു വിടാൻ. കാരണം അമ്മാച്ചൻ അത് പറഞ്ഞപ്പോൾ എനിക്കത് തെറ്റായിട്ട് തോന്നിയില്ല. എനിക്കത് വലിയ വേദനയായിട്ടും തോന്നിയില്ല. ഒരു വശത്ത് മുന്നോട്ട് പഠിക്കാൻ പറ്റത്തില്ലെന്നുള്ള ചിന്ത മാത്രമേ എന്നിൽ വന്നുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ മാതാവിൻ്റെ ആ കഷ്ടതയില്, ആ ഇല്ലായ്മയില് ഒക്കെയും കൂട്ടു നിന്നതായ ഒരു സഹോദരനാണ് എൻ്റെ അമ്മാച്ചൻ. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനമായിരുന്നു എൻ്റെ അമ്മാച്ചനെ കുറിച്ച്. എൻ്റെ ചേച്ചിനെ വിവാഹം കഴിച്ചു വിട്ടതും എൻ്റെ അമ്മാച്ചൻ തന്നെയാ സ്വർണവും പൈസയും കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു വിട്ടത്. അപ്പൊ എനിക്കറിയാം എൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി എൻ്റെ അമ്മാച്ചൻ എടുക്കാനുള്ളത് കൊണ്ട് എനിക്കത് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയില്ല. അങ്ങനെ കുറെ നാള് ഞാൻ പിന്നെയും എൻ്റെ SLC പഠനം കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുവാനിടയായി. അങ്ങനെ നിന്നപ്പോൾ പലയിടത്തുനിന്ന് ഒത്തിരി പണക്കാരായിട്ടും ജോലിക്കാരായിട്ടും എനിക്ക് വിവാഹങ്ങൾ കടന്നു വരുവാനിടയായി. പക്ഷെ എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്തയാ, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രാമത്തിലേക്ക് വിവാഹം കഴിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ കൂടെ നിന്നുള്ള ഒത്തിരി നാളത്തെ അനുഭവങ്ങളൊന്നുമില്ല. അപ്പൊ എൻ്റെ അമ്മയുടെ കൂടെ കുറച്ചു നാൾ നിന്ന് ഇതിന് ശേഷം എന്നെ കെട്ടിച്ചു വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ കല്യാണം വരുമ്പോ പെട്ടെന്നൊന്നും എന്നെ പിടിച്ച് കെട്ടിച്ചേക്കല്ല്. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ഒരു സാധാരണതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഉള്ളതായ കുടിക്കുവോ ഇല്ലെങ്കിൽ വീടി വലിക്കുവോ സിഗരറ്റ് വലിക്കുവോ മുറുക്കുന്നതോ ഇല്ലെന്നുണ്ടെങ്കിൽ കടവാതിൽക്കൽ തിരിയുന്നതോ ഇങ്ങനെ യാതൊന്നും ഒരു സ്വഭാവം ഇല്ലാത്ത ഒരു മനുഷ്യൻ വരുന്നിടം വരെ എന്നെ അമ്മയോ പിതാവോ എന്നെ പിടിച്ച് കെട്ടിച്ചേക്കല്ലേ, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കും. അതിനിപ്പോ എത്ര പ്രായമായാലും എന്നെ ഫോഴ്സ് ചെയ്യില്ലെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുവാനിടയായി. അങ്ങനെ ഏതാനും മാസങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേനും എന്നെ കാണുവാനായിട്ട് എൻ്റെ ഞങ്ങൾ പോകുന്നതായ പള്ളിയിൽ, പക്ഷെ ഞാൻ ആ പയ്യനെ ഒരിക്കലും കണ്ടിട്ടില്ല. അച്ഛൻ പട്ടത്തിന് പഠിച്ച് ഇറങ്ങിയതായ ഒരു സഹോദരൻ അപ്പോൾ ക്രിസ്മസ് പാട്ട് പാടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞിട്ട് അപ്പച്ചന്റെ മുഖാന്തരം ഞാൻ പോലും അറിയാതെ ഈ പാട്ട് പാടി വരുന്നവരുടെ കൂടെ തന്നെ വന്ന് എന്നെ കണ്ടിട്ട് പോകാൻ ഇടയായി. എൻ്റെ സഹോദരനും എൻ്റെ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബം നന്നായി അറിയാം. പക്ഷെ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ട്. എന്നെ കണ്ടിട്ട് ചെന്നിട്ട് എൻ്റെ അപ്പച്ചനോടാണ് ഈ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു കഴിഞ്ഞു. അവരുടെ ഹൃദയത്തിൽ അവർ ഉറപ്പിച്ചു. അതിന്റെ പിറ്റേ ദിവസമാണ് അപ്പച്ചൻ ഇത് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇത് പറയുന്നത്, ഇങ്ങനെ ഒരു കാര്യം നടന്നായിരുന്നു. അപ്പൊ ഞാനത് കേട്ടപ്പോൾ വളരെ സന്തോഷിച്ചു. കാരണം എനിക്ക് മനുഷ്യന്റെ പുറമെയുള്ള രൂപമൊന്നും അന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, കർത്താവേ എനിക്ക് മടത്തി പോകാൻ പറ്റിയില്ലേലും എനിക്ക് ഒരു അച്ഛന്റെ ഭാര്യയായി ജീവിക്കാൻ പറ്റുമല്ലോ, അത് മതി, ഞാൻ ഇത് മനസ്സിൽ ഉറപ്പിച്ചു എന്ന് എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ അപ്പച്ചൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അത് ഉറപ്പിച്ചു വെച്ചു. അങ്ങനെ ഉറപ്പിച്ചു വെച്ചതിന് ശേഷം ഈ അപ്പച്ചൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, മോളെ എന്താ നീ പറയുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് 100% ഓക്കെ, ഞാൻ പയ്യനെ കണ്ടില്ലേലും ഒരച്ഛനല്ലേ, അച്ഛന് ദുർസ്വഭാവങ്ങളൊന്നും ഉണ്ടാവത്തില്ല, അവരുടെ വീട്ടിൽ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. അത് തന്നെയല്ലേ ഒരു അച്ഛന്റെ ഒരു താഴാഴ്മയും വിനയതയൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഒരു അച്ഛന്റെ ഭാര്യ ആയി ജീവിച്ച മതി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ സമാധാനപ്പെട്ടിരുന്നു. അതിനുശേഷം അത് അവരുടെ വീട്ടിൽ എങ്ങനെയാ സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതാനും 2 ആഴ്ച കഴിഞ്ഞപ്പം ഞാനും എൻ്റെ സഹോദരനും അവിടുത്തെ പള്ളിയിലെ യൂത്തിലൊക്കെ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പൊ 10-12 കിലോമീറ്റർ ദൂരമാണ്. എപ്പോഴും ഒന്നും എൻ്റെ മാതാവ് പള്ളി വരില്ല. എൻ്റെ പിതാവ് വിവാഹം കഴിക്കാനേ പോയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ആ ഒരു മാമോദീസയ്ക്ക് പള്ളി കണ്ടിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ പിതാവ് പള്ളിയിലൊന്നും പോകാറില്ല. അപ്പൊ അമ്മ വരുന്നത് എപ്പോഴും വരത്തില്ല, വല്ല മാസത്തിൽ ഒരിക്കൽ വരുന്നത്. അപ്പം എൻ്റെ സഹോദരനും ഞാനും ഞങ്ങൾക്കൊരു സൈക്കിളുണ്ട്. ഈ സൈക്കിളും കണ്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ ചെന്നു അന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴായി പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് കൂട്ടുകാരികളുടെ ഒരു സമൂഹമുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉഷ എന്ന് പറയുന്ന ഒരു സഹോദരി എനിക്ക് എൻ്റെ അടുത്ത് ഓടി വന്നേച്ച് എന്നോട് പറഞ്ഞു, ലാലി നിനക്ക് വിവാഹമാണെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, നേരാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ
പറയുന്നുണ്ട്. എവിടുന്നോ ഒരു അച്ഛൻ പട്ടം പഠിച്ചതായ ഒരു പയ്യൻ ഇങ്ങനെ വന്നെന്നെ ഞാൻ അറിയാതെ എന്നെ കണ്ടേച്ചു പോയെന്നാ എനിക്ക് അറിയാവുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, "നീ കണ്ടില്ലേ?" എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, "ഇല്ല, കണ്ടില്ല." അപ്പൊ ദാ ഇതാ നിൽക്കുന്നേന്ന് പറഞ്ഞ് എന്നെ ദൂരത്ത് നിന്ന് ആ ആ സഹോദരൻ എന്നെ കാണിക്കുവാനിടയായി. അങ്ങനെ കാണിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, "നിനക്കൊന്നും അറിയത്തില്ലേ?" എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, "ഒന്നും അറിയത്തില്ല. എന്താന്ന്?" ചോദിച്ചു. "നിന്നോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന്" പറഞ്ഞു. ഞാൻ അന്നേരം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഇതെന്താന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ചോദിച്ചു, "എന്ത് സംഭവം എന്നാ?" അപ്പൊ എന്നോട് പറഞ്ഞു, "അടുത്ത ഒരു കൂട്ടുകാരി നിപ്പുണ്ട് എന്റെ അടുത്ത്. അന്നേരം ഇവള് ഈ മനുഷ്യനെ ആവശ്യപ്പെട്ടിരിക്കുന്നതാ. അവരുടെ അയലോക്കമാ. ഇവള് ആ അച്ഛനെ മനഃപൂർവ്വമായി സ്നേഹിച്ചിരിക്കുന്നതാ. നീ ഇതിന് സമ്മതിച്ചെന്ന് അറിഞ്ഞപ്പോ തൊട്ട് അവള് വളരെ മാത്രം വേദനിച്ചായിരിക്കണേന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പം ഒരു വശത്ത് ദുഃഖവും ഒരു വശത്ത് സന്തോഷമായി. എന്നാണേലും ഇതിന് കല്യാണത്തിന് മുന്നേ ഇത് അറിഞ്ഞല്ലോ. ഞാൻ അങ്ങനെ അവളുടെ അടുക്കൽ ചെന്നേച്ച് ഞാൻ പറഞ്ഞു, "മോളെ, ഞാൻ ദയവ് ചെയ്ത് ഇതിന്ന് പിന്മാറുവാ. എനിക്ക് അങ്ങനെയുള്ളതൊന്നും വേണ്ട. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടാ മതി" എന്ന് പറഞ്ഞ് ഞാൻ പിന്മാറുവാൻ ഇടയായി. അന്നേരം സന്തോഷവാക്ക് പറഞ്ഞെങ്കിലും ഇത് കഴിഞ്ഞ് ഞാനും എന്റെ സഹോദരനും വീട്ടിലേക്ക് പോന്നു. പോന്ന വഴിക്കൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഒരു വഴി ഞാൻ തെരഞ്ഞെടുത്തു. അതിലെനിക്ക് സാധിച്ചില്ല. അടുത്ത വഴി ഞാൻ കണ്ടുപിടിച്ചു. അതിലും എനിക്ക് സാധിച്ചില്ല. കർത്താവേ, എന്റെ ആഗ്രഹപ്രകാരമുള്ള ഇനിയൊരു കുടുംബജീവിതം എനിക്ക് കിട്ടുമെന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം അതിനു വേണ്ടി ഒരു വ്യക്തിയെ മുഖാന്തരമാക്കി തീർത്തു. എന്റെ കുടുംബവും അവരുടെ കുടുംബവും ശരിക്കും അറിയാവുന്ന ഒരു പയ്യനാ. അപ്പൊ ഞങ്ങളെക്കുറിച്ച് ഈ സഹോദരന് അറിയാം. ഈ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, "ലാലി, നീ പറയുന്നതിനനുസരിച്ച് നിനക്ക് എങ്ങനെയാണോ ആഗ്രഹം അങ്ങനെയുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വിളിച്ചോണ്ട് വരാമെന്ന് പറയാൻ ഇടയായി." അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പയ്യനെ കൂട്ടിക്കൊണ്ട് വരുവാനും കാണുവാനും ഇടയായി. ദൈവഹിത പ്രകാരം 1991 മെയ് മാസം 27-ാം തീയതി ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ഇടയായി. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അവരുടെ വീട്ടിലും ഇതേപോലെ 3 മക്കളാ. ഒരു സഹോദരനും ഒരു സഹോദരിയും. നടുക്കത്തെ ആളാണ് എന്റെ ഹസ്ബൻഡ്. അവരുടെ പിതാവും ഒരു തികഞ്ഞ മദ്യപാനി തന്നെയാ. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ചെറുപ്പത്തിലാ ഈ നെൽകൃഷി കണ്ടിട്ടുള്ളെ. പിന്നെ കാണുന്നത് എന്റെ ഭർത്താവിന്റെ വീട്ടിലാ. എനിക്ക് ഈ ഗ്രാമത്തിലേതായ യാതൊരു പണികളോ ഈ ഇതുകളൊന്നും എനിക്ക് അറിയത്തില്ല. എന്റെ വീട്ടിൽ പോലും എന്നെ അടുക്കളയിൽ എന്റെ പിതാവ് കയറ്റാൻ വിടത്തില്ലായിരുന്നു. അമ്മയോട് പറയും, "അവളെ കെട്ടിച്ചു വിട്ടേ വീട്ടിൽ ചെന്ന് പഠിച്ചോളൂന്ന്." പിന്നെ അത് മാത്രമല്ല, അന്ന് കർണാടകത്തിലൊക്കെ ഈ റബ്ബർ കൃഷി തീരെ ചുരുക്കമാ. കേരളത്തെ കൂടത്തുള്ളെ. അത് തന്നെയല്ല ഉണ്ടോന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ വീട്ടിൽ റബ്ബർ കൃഷി കാണുന്നത്. റബ്ബർ വെട്ടുന്നതും പാലെടുക്കുന്നതും ഇങ്ങനത്തതൊക്കെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെയും ഇവരുടെ വീട്ടിലാ. അങ്ങനെ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ അവിടുത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പ്രൈവറ്റ് ആയിട്ട് അധ്യാപകന്മാര് കുറവുള്ളത് കൊണ്ട് തുച്ഛമായ ഒരു ശമ്പളത്തിനായിരുന്നു എന്റെ ഹസ്ബൻഡ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ സമയത്ത് അവർക്ക് അധ്യാപകന്മാരെ അവിടെ സ്കൂളിൽ ലഭിച്ചത് കൊണ്ട് ഈ ജോലിയിൽ നിന്ന് പുറകോട്ട് വരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ജോലിയില്ലാതെ സാമ്പത്തിക ഞെരുക്കം ഞങ്ങൾക്കുണ്ടായി. നമുക്ക് കൃഷിയിലുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് നമുക്ക് പണത്തിന് ഒത്തിരി ബുദ്ധിമുട്ടാ. കൃഷിയിൽ നമുക്ക് അന്നത്തെ ചെലവ് കഴിഞ്ഞു പോകും. എന്നാൽ ആ ബുദ്ധിമുട്ടുകളുടെ ഇടയ്ക്ക് പലയിടത്തും ജോലി നോക്കി. പക്ഷെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാനുള്ളത് കൊണ്ട് വീട്ടിൽ തന്നെ ഞങ്ങൾ നിന്നുകൊണ്ട് ഓരോ പണികൾ പഠിക്കുകയും ചെയ്യുകയും ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്നു. അങ്ങനെ വരുമ്പോൾ 1994 ഞാനും എന്റെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളോടൊപ്പം ഞങ്ങള് വീട്ടിലായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ കുഞ്ഞ് 92-ലാണ് മൂത്ത മകൾ ജനിച്ചത്. അന്നേരം ഇവൾക്ക് 2.5 വയസ്സോളം പ്രായമുണ്ട്. അങ്ങനെ ആ ദിവസം അതിന് 2-3 ദിവസം മുന്നെയാണ് പീറ്ററച്ചായൻ മംഗലാപുരത്ത് തന്റെ ഒരു കുഞ്ഞമ്മയുണ്ട്. അപ്പൊ ഒരു അത്യാവശ്യമായ കാര്യത്തിന് വേണ്ടി ഞാൻ മംഗലാപുരം വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലിട്ടിട്ട് അങ്ങ് മംഗലാപുരത്തിന് കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 1994 രാത്രിയില് എപ്പോഴും ഞങ്ങള് കുരിശ് വരയ്ക്കുന്നതല്ല. പിതാവ് മദ്യപാനിയാണെങ്കിലും ബൈബിള് വായിക്കാതെ ഒരിക്കലും കുരിശ് വരയ്ക്കാറില്ല. അങ്ങനെ ബൈബിള് വായിച്ചു കുരിശ് വരച്ചു. ഞങ്ങൾ ചോറുണ്ടു. ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞാൻ കയറി വാതിലിനെ കുറ്റിയിട്ട് ഞാൻ കൊച്ചിനെ ഉറക്കി കട്ടിലേക്ക് കിടത്തി. മാതാപിതാക്കൾ അപ്പുറത്തെ റൂമിൽ കിടന്നു. അന്നത്തെ കാലത്തൊക്കെ വിളക്ക് വെച്ചുള്ള ജീവിതമാണല്ലോ. അതുകൊണ്ട് മണ്ണെണ്ണ തീരുമെന്ന് പറഞ്ഞ് വേഗം കിടന്ന് ഉറങ്ങുന്ന ഒരു രീതിയാ. അപ്പൊ ഏതാനും 8 മണി 8:30 മണി രാത്രിയായി. എപ്പോഴും എന്റെ വീട്ടിൽ എനിക്കറിയാം എന്റെ മാതാവ് ദൈവസന്നിധിയിൽ എപ്പോഴും കരയുകയും ഈ ബൈബിള് വായിക്കുകയും ചെയ്യും. പാരമ്പര്യക്കാരത്തിയാണെങ്കിലും ആ ഭക്തിയും ഭയവും എന്റെ മാതാവിനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ
അത് ശീലിച്ചു വന്നതുകൊണ്ട് ഞാനും ദിനംതോറും കിടക്കാൻ നേരം ബൈബിൾ വായിക്കും. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിലും പുള്ളിക്കാരനും ഈ ബൈബിൾ വായിച്ചാ കിടക്കാറുള്ളത്. അത് എന്ത് മനസ്സിലായി എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു അധ്യായം വായിക്കും കിടക്കും. അങ്ങനെ ഞാൻ ബൈബിൾ കയ്യിലെടുത്തപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് എന്തോ ഒരു അനുഭവം എനിക്കുണ്ടായി. ഇത് അനുഭവം ഉണ്ടായെങ്കിലും എനിക്കത് മനസ്സിലായില്ല. ഞാൻ ഒരു ബുക്ക് സ്റ്റാൻഡിന് മേളിൽ ഈ ബൈബിൾ വെച്ചേച്ച് ഞാനൊരു കസാരയിൽ ഇരുന്ന് ഒരു വിളക്ക് കത്തിച്ച് ഇങ്ങനെ ഇരുന്ന് വായിക്കുക. വായിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് കിട്ടിയ അധ്യായം ഏതാന്ന് ചോദിച്ചാൽ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ഉം 10-ഉം വചനമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ചാൽ ഞാൻ വായിക്കുന്നത് അതിന്റെ ആരംഭം കുറിച്ചാ. പക്ഷേ എനിക്ക് കിട്ടിയത് ഇതിനകത്തുനിന്ന് വായിക്കാനായിട്ടാ. ഞാൻ ഈ വായിച്ച വചനം ഇങ്ങനെയാ. അതെന്തുകൊണ്ടെന്നാൽ യേശു തന്നെ കർത്താവെന്ന് നിന്റെ വാഗൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇതാണ് എനിക്ക് കിട്ടിയ വചനം. അത് എന്നെ ഭയങ്കരമായിട്ട് എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അത് മാത്രമല്ല, ഞാൻ ആ ഇരുന്നിടം മൊത്തം ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുവാനിടയായി. അപ്പൊ എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ മണിപ്പല്ലൊരിക്കൽ ഞാനിങ്ങനെ തുണി ഇങ്ങനെ തേച്ചോണ്ടിരുന്നപ്പോ എനിക്ക് കറണ്ട് ഷോക്ക് പെട്ടെന്ന് അടിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം, ഒരു കറണ്ട് ഷോക്ക് എന്റെ ശരീരത്തേക്ക് അടിച്ചു നീങ്ങിയതുപോലെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഇരുന്നിടമൊക്കെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പോലും എനിക്ക് ചിന്തിക്കുവാനുള്ള സമയമില്ല. അങ്ങനെ ഈ വചനം തന്നെ റിപ്പീറ്റായിട്ട് വരിക, റിപ്പീറ്റ് ഞാൻ അറിയാതിരുന്ന് പറയുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഫീൽ ആവുക, എന്റെ ഈ വലത്ത് വശത്ത് എന്നോട് ചേർന്ന് ഒരാൾ എന്റെ അരികിൽ നിൽക്കുന്നുണ്ട്. അത് ആരാന്ന് തിരിഞ്ഞു നോക്കാൻ എനിക്ക് ഭയമുണ്ട്. കാരണം ഞാൻ കുഞ്ഞ് മാത്രമേ ഈ റൂമിലുള്ളൂ. അങ്ങനെ ഞാൻ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്റെ ശരീരം മൊത്തം അങ്ങ് വിറയ്ക്കുവാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയാതെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു വചനം തന്നു. ഈ വചനം ബൈബിളിൽ ഉണ്ടോന്ന് പോലും എനിക്ക് അന്ന് അറിയത്തില്ല. ഇങ്ങനെയാണ് തന്നത്: അവരുടെ വിഗ്രഹങ്ങളോ വെള്ളിയും പൊന്നും ആവാം അവരുടെ മനുഷ്യന്റെ കൈപ്പണി അത്രയെന്ന്. അങ്ങനെ ഞാൻ അറിയാതെ ഈ ബൈബിളിന്റെ താളുകൾ ഇങ്ങനെ മറിയുന്നു. എനിക്കങ്ങനെ മറിച്ചും തിരിച്ചു നോക്കുവാനൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ ബൈബിളിലേക്ക് നോക്കുമ്പോൾ അടുത്ത കാണുന്ന കാഴ്ച 115-ാം സങ്കീർത്തനം. 115-ാം സങ്കീർത്തനത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളല്ല ഞാൻ വായിക്കുന്നത്. ഞാൻ വായിക്കുന്നത് 4-ാം വാക്യം തൊട്ടാ. അതിൽ 8-ാം വാക്യം വരെ എന്നെ കൊണ്ട് ദൈവാത്മാവ് വായിപ്പിക്കുവാനോടെ. ഒന്നൊന്നും എനിക്കറിയത്തില്ല. ദൈവാത്മാവ് ഉണ്ടെന്നോ ഇങ്ങനെയൊക്കെ നടക്കുമെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വായിച്ചത് കന്നഡത്തിലാ. അതിന് ഞാൻ മലയാളത്തിലേക്ക് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യാം. എന്നെ കേൾക്കുന്ന ജനമേ, ഞാൻ കന്നഡയാണ് പഠിച്ചത്. എനിക്ക് അത് എഴുതാനും വായിക്കാനും അറിയത്തുള്ളൂ. എന്റെ മാതൃഭാഷ മലയാളമായിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചില മിസ്റ്റേക്കുകൾ ചിലപ്പോൾ വന്നെന്നിരിക്കാം. എന്നാലും എന്റെ അറിവിന് എന്റെ ദൈവം തന്ന ചിന്തയില് ദൈവദാസന്മാർ കേട്ട പ്രസംഗത്തിന്റെ ആ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. എന്നെ വളരെ മാത്രം ടച്ച് ചെയ്ത ഒരു ഭാഗമാണ് 115-ാം സങ്കീർത്തനം. അവരുടെ വിഗ്രഹങ്ങളോ വെള്ളിയും പൊന്നും അവ മനുഷ്യന്റെ കൈപ്പണി അത്രേ. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, തൊണ്ടയുണ്ട് ശബ്ദമില്ല, വായുണ്ട് സംസാരിക്കുന്നില്ല, കണ്ണുണ്ട് കാണുന്നില്ല, കൈയുണ്ട് മുട്ടുന്നില്ല, കാലുണ്ട് നടക്കുന്നില്ല. അവകളെ ഉണ്ടാക്കിയവർ അവകളെ പോലെ അവരെ ഉണ്ടാക്കിയവരും അവരിൽ അതിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരും അവകളെ പോലെ ആകുന്നു. എനിക്കിത് വളരെ മാത്രം ടച്ചായി. കാരണം എന്നാന്ന് വെച്ചാൽ, ഞാൻ മാതാവിനെ അത്രമാത്രം സേവിച്ചു വന്ന ഒരു കുടുംബമാണ് ഞാൻ എന്റെ ഹസ്ബൻഡും. ഞങ്ങൾ പള്ളി പോക്ക് മുടക്കാറില്ല. അങ്ങനെ മുൻനിരയിൽ നിന്ന് ആ മാതാവിനോടുള്ള ഭയവും ഭക്തിയിൽ ഞങ്ങൾ ജീവിക്കുന്നവരാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തേക്ക് എന്തോ ഒരു ആകർഷണം എനിക്ക് ഉണ്ടായി. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയോ തെറ്റോ? അന്നേരമാണ് മറ്റൊരു വചനം എന്നോട് ഇടപെട്ടത്. ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥൻ ഒരുവൻ തന്നെ, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന്. മറ്റൊരിടത്ത് മറ്റൊരു വചനം പറയുന്നു: കർത്താവായ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുവശത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന്. അങ്ങനെ ആ വചനങ്ങളൊക്കെ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഞാൻ അറിയാതെ ഇരുന്ന് ഞെടുങ്ങുവാൻ തുടങ്ങി. എനിക്ക് കരച്ചിൽ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഞാൻ കരയുന്ന എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് ഉറക്കെ വിളിക്കണമെന്നുണ്ട് അമ്മേനെ. എന്നാൽ എന്റെ സൗണ്ട് എനിക്ക് പുറത്തോട്ട് വരുന്നില്ല. എന്റെ ദൈവസാന്നിധ്യം കണ്ട് നിറച്ചു നിന്നു. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ചോദ്യത്തിന് മേളിൽ ഓരോ ചോദ്യങ്ങൾ ഞാൻ അറിയാതെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സഭ, അത് ശരിയോ ഇത് ശരിയോ ഏത് ശരിയെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ എന്ന്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവാണ് എന്നോട് അന്ന് സംസാരിച്ചത്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാ: നീ വായിക്കുന്ന പുസ്തകം അത് സത്യവേദമല്ലേ? ഇതിനകത്തുള്ളതല്ലേ സത്യം?
അപ്പൊ നീ പോകുന്നത് അസത്യമല്ലേ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അസത്യമല്ലേ എന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു. എനിക്കതിന് മറുപടി ഒറ്റയ്ക്കൊരു വാക്യമാണ് എനിക്ക് തന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. രണ്ടാമത്തെ വചനം തന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ഈ വചനങ്ങളൊക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അന്നത്തെ ആ സമയം എങ്ങാനും ഒരു ദൈവദാസന്മാരോ അല്ലാതെ ആരെങ്കിലും വന്ന് ഒരു പക്ഷേ എനിക്ക് സുവിശേഷം തന്നെങ്കിൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. അത്രമാത്രം ഒരു മറിയയുടെ ഭക്തയായിരുന്നു, ഒരു മാതാവിന്റെ ഭക്തയായിരുന്ന സമയത്താ. എന്നാൽ പിതാവ് എന്നെ ആ റൂമിൽ ഇറങ്ങി വന്ന പിതാവ് ആകർഷിച്ചത് കൊണ്ട് എന്റെ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ പുത്രനെ എനിക്ക് കാണുവാൻ, എന്റെ ആത്മീയ കണ്ണിനെ തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കി. അത് ശക്തമായത് കൊണ്ട് മാത്രം അതിന്റെ മുകളിൽ എനിക്കൊരു സംശയം ഉണ്ടായില്ല. എന്റെ കുരുട് കണ്ണിനെ മാറ്റി എനിക്ക് ഒരു ആത്മീയ കണ്ണ് തുറന്നു. ആ കണ്ണുകൊണ്ട് ഞാൻ പിന്നെ വായിക്കുന്നതെല്ലാം എനിക്ക് അത് നേരായിട്ട് തന്നെ എനിക്ക് കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അതുവരെയും ഒരു ദൈവദാസന്മാരുടെ ഒരു ഒരു വചന ശുശ്രൂഷയോ ഒരു പ്രാർത്ഥനയോ ഇല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരു പെരുമഴ വന്ന് പെയ്ത് തീരുന്നത് പോലെ ഉള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ ഞാൻ കുറച്ച് ശാന്തമായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പുറകെ നിൽക്കുന്ന ആൾ ആരാന്നൊന്ന് നോക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതിനകത്ത് ഒരു ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവമാണ് ഇത്രയും നേരം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നത് എനിക്ക് വ്യക്തമായി. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് യേശുവിന് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുവാൻ ഇടയായി. മറ്റൊന്നും ഞാൻ അവിടെ ചിന്തിക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം ഞാൻ അനങ്ങാതെ കസാരയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ വായിച്ച അധ്യായങ്ങളൊക്കെ ഒരുപക്ഷെ അടച്ചു വെച്ചാൽ എനിക്ക് എടുത്ത് തിരിച്ച് വായിക്കാൻ പറ്റാതെ വരും. അതിന് ഞാൻ അതിനകത്തിരുന്ന പേപ്പർ അടയാളം വെച്ച് ഈ ബൈബിൾ അങ്ങ് അടച്ചു വെച്ച് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ഞാൻ കട്ടിലേക്ക് കയറി കിടന്നെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം ഈ വചനങ്ങളും ഈ നടന്ന സംഭവങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് റിപ്പീറ്റായി വരാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ബോധം വന്നത്, എന്റെ പീറ്ററച്ചാൻ ഈ റൂമിനകത്തില്ല, ഇതൊന്നും ആ മനുഷ്യൻ അറിയുന്നില്ല. കർത്താവെ, ഞാൻ ഇത് പറഞ്ഞാൽ പീറ്ററച്ചാൻ എത്രമാത്രം ഉൾക്കൊള്ളും, എത്രമാത്രം വിശ്വസിക്കും, ഇതെങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയ ഇത് മനസ്സിലാവുമോ എന്നൊക്കെയുള്ള എന്റെ ചിന്ത വന്നിട്ട് അന്ന് രാത്രി നേരം വെളുക്കണം വരെ ഞാൻ ഉറങ്ങിയില്ല. പ്രിയ ദൈവമക്കളെ, ഞാൻ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയം, ഞാൻ ഒരിക്കലും സന്തോഷിക്കാത്തവണ്ണം അത്രമാത്രം സന്തോഷം എന്റെ ഹൃദയത്തിന്റെ അകത്തിങ്ങനെ നിൽക്കുക. ഈ സന്തോഷം എനിക്ക് അവരുടെ മാതാപിതാക്കളുടെ മുന്നിലൊന്നും ഇത് കാണിക്കാനുള്ള സാഹചര്യമില്ല. പക്ഷെ ഞാൻ ഇതിങ്ങനെ ഒതുക്കി പിടിച്ചിങ്ങനെ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ എന്റെ പണികളും ചെയ്തുകൊണ്ടിരുന്നു. എന്റെ ദൈവമേ, ഇന്നെങ്കിലും പീറ്ററച്ചാൻ ഒന്ന് വന്നാൽ മതി, പോയിട്ട് 3-4 ദിവസമായി, അന്ന് പണികളൊക്കെ തീർന്നിട്ടില്ലയോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പം ഏതാനും ഉച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരത്തുനിന്ന് പീറ്ററച്ചാൻ വരുന്ന ഒരു സീൻ ഞാൻ കണ്ടു. എപ്പോഴും പീറ്ററച്ചാൻ എവിടെയെങ്കിലും പോയിച്ച് വന്നാൽ എനിക്കൊരു സ്വഭാവമുണ്ട്, ആദ്യം കയറി വന്ന് കുടിക്കുവാൻ കൊടുത്ത് കുറച്ചു നേരം ഇരുന്ന് ഞങ്ങള് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങള് പീറ്ററച്ചാൻ തുണി പോലും മാറാൻ പോകുന്നത്. അപ്പൊ ഞാൻ അന്നേരം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഓടിപ്പോയി അലമാരയിൽ ഇരിക്കുന്നതായ ബൈബിളും എടുത്തോണ്ട് ഓടി ഞാൻ എൻ്റെ വീടിന്റെ എൻട്രൻസിലേക്ക് ഓടി വന്നു. പീറ്ററച്ചാൻ ഇങ്ങനെ കയറി വരുക. ഈ ഹോളിലേക്ക് കയറി വരുന്നിടത്ത് 2-3 സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പിന്റെ 2ാമത്തെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോ ഓർക്കുവാന്ന്, പത്രോസ് പ്രസംഗിച്ചതുപോലെ ഈ വിശുദ്ധ വേദവത്തിനെ ഇങ്ങനെ ഞാൻ അങ്ങ് വിടുത്തി അങ്ങ് വെച്ചേച്ച് ഞാൻ നിന്നങ്ങ് പ്രസംഗിക്കുക. എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെയും ഞാൻ അങ്ങ് വിളിച്ചു പറയുക. ഞാൻ ഇടംബലമൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല. ഞാൻ ഇത് വ്യക്തമായിട്ട് അങ്ങ് പറയുക. നമ്മൾ പോകുന്നതൊക്കെ വ്യർത്ഥമാ. ഈ ബൈബിളാണ് സത്യം, ഇതിനകത്തുള്ള വചനം അസത്യം, ഇതാണ് ദൈവം, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റാന്ന് പറഞ്ഞിങ്ങനെ ഓരോ കാര്യങ്ങളും വചനങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുത്തോണ്ടിരുന്നപ്പം പീറ്ററച്ചാൻ ഇങ്ങനെ അനങ്ങാതെ നിന്ന് എന്നെ നോക്കുന്ന ഇടയിൽ ഞാനൊരു കാഴ്ച കണ്ടു. പീറ്ററച്ചാന്റെ കണ്ണീന്ന് 2 കണ്ണീന്നും ധാരധാരയായിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്നാണേലും ഇവളെ ഇട്ടിട്ട് 2-3 ദിവസം ഞാൻ മാറി നിന്നപ്പം, ഒന്നാമത് ഇവക്ക് ഇരുട്ട് പേടിയാ, രണ്ടാമത് തന്നെയുള്ള കിടപ്പ്, ഇത് രണ്ടും കൂടെ ആയപ്പോ ഒന്നീ ദുർസ്വപ്നം കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ എന്തോ കണ്ട് പേടിച്ചിട്ട് എന്തോ ഒരു കുഴപ്പം ഇവക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് എന്റെ പീറ്ററച്ചാൻ കരയുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പ്രിയമുള്ളവരെ, അതായിരുന്നില്ല. പീറ്ററച്ചാൻ കയറി വന്ന് കസാരയിൽ ഇരുന്നു. തന്റെ ജീവിതാനുഭവം, താൻ യാത്ര ചെയ്ത ആ യാത്രയിൽ സംഭവിച്ചതായ കാര്യങ്ങളെ എന്നോട് ഇങ്ങനെ വിവരിക്കുവാൻ ഇടയായി. അത് ഇങ്ങനെയാണ് വിവരിച്ചത്. പീറ്ററച്ചാൻ ഇവിടുന്ന് പോയത് ഒക്ടോബർ മാസം 11-ാം തീയതി.
12-ാം തീയതി തന്റെ കുഞ്ഞമ്മയുടെ അവിടെ ചെന്ന് കാലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പണികളൊക്കെ തീർന്ന് അന്ന് അവിടെ നിന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം 13-ാം തീയതി വീട്ടിലേക്ക് വരാനുള്ള പ്ലാനിലിരിക്കുമ്പോൾ അന്ന് വൈകിട്ട് കുഞ്ഞമ്മയും കൊച്ചപ്പനും പീറ്ററേട്ടനോട് പറഞ്ഞു, പീറ്ററെ, നമുക്ക് ഇവിടെ ഒരിടത്ത് ആർട്സ് ബീഡ്സുകാരുടെ ഒരു ഗാനമേള നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോകാം. അത് 3 ദിവസത്തെ ഗാനമേളയാ. നീ വരുന്നോ? നീ അത് കൂടിയിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. നീ ഇപ്പൊ വീട്ടിൽ ചെന്നാലും വീട്ടിൽ ചുമ്മാതിരിക്കുകയല്ലേ, അപ്പൊ നീ അത് 3 ദിവസം ഞങ്ങളുടെ കൂടെ കൂടാൻ വാ. അവര് CSIക്കാരാ. അപ്പൊ എന്നാണേലും പീറ്ററച്ചാൻ ചിന്തിച്ചു, ഗാനമേളയല്ലേ, അവിടെ കോട്ട് റോഡ് ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ എന്നാണേലും പോകാന്ന് പറഞ്ഞ് കൊച്ചപ്പനും കുഞ്ഞമ്മയുടെ കൂടെ പോയി അവിടെ ചെന്നു. ഈ ഗാനമേള ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് ഇത് കേൾക്കുവാനിടയായി. ഈ ഗാനമേളയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് സ്റ്റേജിൽ നിന്ന് ഒരു ദൈവദാസൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ അങ്ങ് തുടങ്ങി. അങ്ങനെ പ്രസംഗം കേട്ടു കേട്ടു കേട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നോണ്ടിരുന്നപ്പോ യേശു ആരാന്നും എന്താന്നും എല്ലാ കാര്യങ്ങളും വിവരിച്ചെല്ലാം കഴിഞ്ഞു. അപ്പോൾ അന്നേരമാണ് മനസ്സിലായ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പള്ളികളിലൊന്നും ഇങ്ങനെ വിവരിക്കാറില്ലല്ലോ. ഈ മനുഷ്യൻ നിന്ന് വിവരിക്കുന്നുണ്ട്. പള്ളികളിലൊക്കെ പറയുവാണേലും അച്ഛന്മാര് പറയണം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കാനാവിലെ കല്യാണ വിരുന്നിനെ കുറിച്ചും അബ്രാമിനെ ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന കേട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ക്യൂരിയോസിറ്റി ആയി, അത് പിന്നെയും കേൾക്കണമെന്ന്. അങ്ങനെ പിറ്റേ ദിവസവും കുഞ്ഞമ്മയുടെയും കൊച്ചപ്പന്റെയും കൂടെ ഇത് കേൾക്കുവാനായിട്ട് അവിടെ ചെന്നു. അങ്ങനെ അവിടെ ഒന്നിച്ചിരുന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് മനുഷ്യൻ പാപിയാന്നുള്ളതിനെ കുറിച്ച് പറയുവാനിടയായത്. ആ പ്രസംഗത്തിൽ കേട്ടുകൊണ്ടിരുന്നപ്പോ പീറ്ററച്ചാന് തന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചെന്നാ പറഞ്ഞ്, ഞാൻ കൊല ചെയ്തിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ പാപമൊന്നും അറിഞ്ഞ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പാപിയല്ലെന്ന്. പക്ഷേ ദൈവത്തിന്റെ ദാസൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, തള്ളയുടെ ഉദരം തൊട്ടേ നീ പാപിയാന്ന്. അപ്പോഴാ മനസ്സിലായി ഞാനൊരു പാപിയാന്ന്. അങ്ങനെ ആ പാപ ആന്ന് പറഞ്ഞപ്പോൾ തന്റെ ഹൃദയത്തിന് കുത്തു കൊള്ളുവാൻ ഇടയായി. പക്ഷെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞുമ്മയും കൊച്ചപ്പനും കൂടിയിരിക്കുവല്ലേ. അത് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. 13-ാമത്തെ ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 14-ാമത്തെ ദിവസത്തിലേക്ക് വന്നു. 14-ാമത്തെ ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആ കുഞ്ഞുമ്മേനെയും കൊച്ചപ്പനെയും വിട്ടിച്ചിരി അകന്ന് ദൂരെ മാറിയിരുന്നു. ഈ ഗാനമേളയൊക്കെ കേട്ട് കഴിഞ്ഞ് അടുത്തത് ദൈവദാസൻ പ്രസംഗിക്കുവാൻ കയറി. അങ്ങനെ യേശുവിനെ കുറിച്ചും സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ അന്നത്തെ പ്രസംഗത്തിന്റെ മെയിൻ സബ്ജക്റ്റായി മാറി. ആ ദൈവദാസൻ വിളിച്ചു പറഞ്ഞു ഓരോ കാര്യങ്ങളും എന്റെ പീറ്ററച്ചാന്റെ ഹൃദയത്തിലേക്ക് അതൊക്കെയും തുളച്ചു കയറുവാനിടയായി. താൻ ഇരുന്നിടത്തുനിന്ന് താഴെ ഇറങ്ങി മുട്ടയിൽ നിന്ന് ആര് കാണുന്നൊന്നും നോക്കിയില്ലെന്ന് അവിടെ ഇരുന്ന് കരയുവാനിടയായെന്ന്. ഞാൻ എന്തിനാ കരയുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഞാൻ കരയുവാൻ ഇടയായെന്നാ പറയുന്ന കേട്ടത്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ദൈവദാസൻ ലാസ്റ്റ് വിളിച്ചു പറഞ്ഞു, ഒരു സഹോദരൻ വളരെ ദൂരത്തുനിന്ന് ഈ സ്റ്റേഡിയമിനകത്ത് വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 10-65 കിലോമീറ്റർ ഉണ്ട് ഈ മംഗലാപുരം ടൗൺ. അപ്പൊ ഇത്രയും ദൂരെ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദര, നിന്റെ മനസ്സിന്റെ വേദനകളും ഭാരങ്ങളും ഞാൻ അറിയുന്നു, നീ ഈ സ്റ്റേജിലേക്ക് കയറി വരാൻ പറഞ്ഞു. അപ്പൊ പീറ്ററച്ചാൻ ഓർത്തൊന്നും ഇത്രയും പേരിൽ ആരെയായിരിക്കും, 500-600 പേരുണ്ട്, ആരെങ്കിലും ഒക്കെ ആയിരിക്കും, അതൊന്നും എന്നെ ആയിരിക്കില്ല എന്ന്. അങ്ങനെ രണ്ടാമത് പിന്നെയും വിളിച്ചിട്ടൊന്നും കേറിപ്പോയില്ല. 3-ാമത്തെ വിളി ഇങ്ങനെയാ വന്നത്, സഹോദര, നീ സംശയിക്കേണ്ട, നീ ഇരിക്കുന്നത് ഒരു കരണ്ട് കമ്പത്തിന്റെ ചുവട്ടിൽ ഒരു കസാരയിലാണ് ഇരിക്കുന്നത്, നീ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ സംശയം പലതുമുണ്ട്. അപ്പൊ ഈ ദൈവത്തോട് ഇങ്ങനെ കരയുന്നതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടെന്ന്, കർത്താവെ, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതൊന്നും സത്യമല്ലേ, ഇതാണോ സത്യം, ഏതാ സത്യം, എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ ഈ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ദൈവദാസൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞേച്ച് ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, പേര് ചൊല്ലി പറഞ്ഞു, പീറ്ററെ, നിന്നെ തന്നെയാ പറയണം, നീ സ്റ്റേജിലേക്ക് കയറി വന്ന്. വളരെ വിഷമത്തോടും വളരെ ഭാരത്തോടും എന്ത് ചെയ്യണം, ഈ സമൂഹം എന്തെന്നെ കുറിച്ച് ചിന്തിക്കും, എങ്ങനെ കയറിപ്പോകാൻ പറ്റുമെന്നുള്ള ദുഃഖത്തോടു കൂടി ഇങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലം ദൂരമുണ്ട് ഈ സ്റ്റേജിലേക്ക് കയറിപ്പോയി. അങ്ങനെ പോയിക്കൊണ്ടിന്റെ ഇടവഴിക്ക് വെച്ച് ചിന്തിച്ചു, എന്റെ ഭാര്യയും ഇതിന് കൂട്ടിക്കൊണ്ട് വരാറുണ്ട്. കർത്താവെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും എനിക്കറിയാതെ പോയി. ഈ ഞങ്ങൾ ഇത്രമാത്രം തീഷ്ണതയിൽ നിൽക്കുന്നതായ ഈ സഭയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ ഭാര്യയോട് ഞാൻ ഇത് എങ്ങനെ പറയും, അവൾ ഇത് എങ്ങനെ ഉൾക്കൊള്ളും, ഇത് ഞാൻ പറഞ്ഞാൽ അവൾ വിശ്വസിക്കുമോ? കാരണം ഞങ്ങളൊരു ദൈവദാസന്മാരുടെ പ്രസംഗമോ ദൈവമക്കളുടെ ഒരു കൂട്ടായ്മ ഒന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ഞങ്ങൾക്കറിയാവുന്ന ചിലപ്പം ദൂരത്ത് വല്ലയിടത്തും കാണുമായിരിക്കും ദൈവസഭകൾ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടായി സ്റ്റേജിലേക്ക് കടന്നു ചെന്ന്. സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ ദൈവദാസൻ എന്റെ പിടിച്ചന്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു
പ്രാർത്ഥന അങ്ങ് തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതിനെല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞു. ദൈവാത്മാവിൽ അങ്ങ് വിളിച്ചു പറഞ്ഞു. ആദ്യമായിട്ടുള്ള അനുഭവം പീറ്ററച്ചാന്. ഇതെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞേച്ച് ആ ദാസൻ ഒരു കാര്യം പറഞ്ഞു. നീ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നീ ഒരു അത്ഭുതത്തെ കാണാൻ പോകുകയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ അത്ഭുതം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പൊ ഈ അത്ഭുതം എന്താണ് കാണണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആയി. അങ്ങനെ വീട്ടിൽ വന്ന് കുഞ്ഞമ്മയോട് പറഞ്ഞു, കുഞ്ഞമ്മേ, ഞാൻ നാളെ കാലത്ത് എന്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. ഈ അത്ഭുതം കാണുമെന്ന് പറഞ്ഞല്ലോ ആ സഹോദരൻ, അത് എന്നാണെങ്കിലും ഞാൻ ഒന്ന് നോക്കിയേച്ചു വരട്ടെ എന്നാ പറഞ്ഞ ഈ വീട്ടിലേക്ക് വരുന്ന. വീട്ടിൽ വരുമ്പോ കാണുന്ന കാഴ്ചയാ എന്റെ പ്രസംഗം. ഇത് കണ്ടിട്ടാണ് ദൈവം ചെയ്ത മഹത്തായ കാര്യത്തെ ഓർത്ത് താൻ കരഞ്ഞ ഒരു സീനാണ് എന്റെ മുന്നിൽ കാണിച്ചത്. പ്രിയ ദൈവമക്കളെ, ദൈവം ഞങ്ങളെ തൊട്ടത്, ഇരുവരെയും ഒരു ശരീരമായിരിക്കുന്ന ഞങ്ങളെ തൊട്ടത് ഒരേ ദിവസം ഒരേ നാഴികയിൽ ആ തൊടണ്ടിയ വിധമാണ് പിതാവ് ഞങ്ങളെ ആകർഷിച്ചത്. അന്ന് തൊട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനിടയിൽ. അപ്പൊ അവരുടെ പിതാവ് അന്ന് കാലത്തെ ഇത് ടൗണിലേക്ക് അങ്ങ് പോയി. മാതാവ് മാത്രമേ ഉള്ളൂ പീറ്ററച്ചാൻ വരുമ്പോ. അപ്പൊ ഞാനും പീറ്ററച്ചാൻ ഈ സംഭവങ്ങളെയൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മാതാവ് ഇത് കേട്ട് നിന്നു പറഞ്ഞ ഒരു കാര്യമാ. ഞങ്ങള് ഈ 110 ഇടവകയുണ്ട് ഈ പള്ളി. അപ്പൊ ഈ 110 ഇടവകയുടെ ഇവരുടെ കാലഘട്ടത്തിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പം അവരുടെ മുൻനിരയിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു കുടുംബം അന്നത്തെ കാലത്ത് എന്തോ പെന്തിക്കോസിൽ പോയെന്നിങ്ങനെ ഒരു സുഗതി ഉണ്ടായി. അങ്ങനെ എന്തോ ഒരു കാര്യമായി ഇതെന്ന് പറഞ്ഞ് അമ്മ അത്രയും പറഞ്ഞു. അമ്മയുടെ പണിക്ക് പോയി. ഞങ്ങൾ അത് ഉറുക്കി പിടിച്ചുകൊണ്ട് ഞങ്ങൾ റൂമിൽ അന്ന് തൊട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഇപ്പറേ കുരിശു വരയ്ക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി വാതിലടിച്ച് ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. ഞങ്ങൾ വെറും പാല് കുടിക്കുന്ന ആ ശിശുക്കളാ. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ദൈവം ഉറപ്പിച്ചും വെളുപ്പിച്ച് തന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ആത്മീയ കണ്ണ് തുറന്നത് കൊണ്ട് ഞങ്ങൾ വായിക്കുന്ന വചനം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വ്യക്തമായിട്ടും മനസ്സിലാകുവാനും അതിനെ ഗ്രഹിക്കുവാൻ ഉള്ള കഴിവ് ദൈവം ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ മുഖാമുഖം ഇങ്ങനെ ഇരുന്നിട്ട് ബൈബിള് വായിച്ചിട്ട് ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വചനത്തിൽ ബലപ്പെടുവാനോ തുടങ്ങി. ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന്റെ സഹോദരിയുടെ വിവാഹം ഡിസംബർ 5-ന് നടക്കേണ്ടതുണ്ട്. അങ്ങനെ അതിന്റെ തിരക്കിലേക്ക് നീങ്ങി മാതാപിതാക്കൾ ഞങ്ങളും. ആ തിരക്കിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ കുറിച്ചൊന്നും ചോദ്യമൊന്നും പിതാവ് ചെയ്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ജനുവരി മാസം കഴിഞ്ഞു. ഫെബ്രുവരി മാസം ആയപ്പോൾ ഒരു വാർണിംഗ് ആദ്യം തന്നു. എന്നിട്ടൊന്നും ഞങ്ങൾ ഇതിനെ കേട്ട മട്ട് വെച്ചില്ല. ഫെബ്രുവരി മാസം ഒടുവായി കഴിഞ്ഞപ്പം പിതാവ് ഇങ്ങനെ വിളിച്ചേച്ച് വിട്രാച്ചാരോട് പറഞ്ഞു, മോനെ, ഇതൊന്നും ഈ വീട്ടിൽ നടക്കത്തില്ല. എന്റെ പൂർവ്വ പിതാക്കന്മാർ കിടക്കുന്ന ഈ സംഖ്യാടി പള്ളിയിലാ. അതുകൊണ്ട് നിന്റെ എന്തെങ്കിലും കാര്യം നടക്കുവാനുണ്ടെങ്കിൽ ഒന്നീ നീ ഇത് വിട്ടേച്ച് ഞങ്ങളുടെ കൂടെ ഈ പള്ളിയിൽ വരണം, നിന്റെ ഭാര്യയും കുഞ്ഞിനെയും വിളിച്ചോണ്ട്. ഇല്ല എങ്കിൽ നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും വിളിച്ചോണ്ട് നീ എവിടെയാന്ന് വെച്ചാൽ പൊക്കോണം. എനിക്കും നിനക്കും യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ഈ കുടുംബത്തിൽ ഞങ്ങൾ വേറെ താമസിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വാക്ക് ഞങ്ങൾ പിതാവിന്റെ വായിൽ നിന്ന് കേൾക്കുവാനിടയായി. ഞങ്ങൾക്ക് വളരെ മാത്രം വേദനയും ദുഃഖമായി. കാരണം നമ്മുടെ കയ്യിൽ കാശില്ല, ജോലിയില്ല, എവിടെ പോവും, എന്ത് ചെയ്യുന്നുള്ള ചോദ്യചിഹ്നം ഞങ്ങളുടെ മുന്നിൽ ആയി. അന്നേരം പീറ്ററച്ചാൻ ഒരു കാര്യം പിതാവിനോട് പറഞ്ഞു. ചാച്ചാന്ന് വിളിക്കുന്ന വീട്ടില്, അച്ഛാ, എനിക്ക് 2 ആഴ്ച സമയം തരണം. ആ സമയത്തിനുള്ള അകത്ത് ഞാൻ ഇതിനൊരു തീരുമാനം എടുത്തോളാം എന്ന് പറയുവാനിടയായി. അങ്ങനെ തീരുമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അത് ദൈവം മുന്നേ തന്നെ കണ്ടതാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പീറ്ററച്ചാന് പണ്ട് ഒരു 2 വർഷം മുന്നേ തന്റെ ഒരു സ്നേഹിതൻ ഒരു ഫോൺ നമ്പർ എഴുതി ഒരു ചീട്ടിയില് ഒരു പേപ്പറിൽ പീറ്ററച്ചാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പീറ്റർ, നിനക്ക് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ നീ എന്നെ ഈ ഫോൺ നമ്പറിന് വിളിക്കും, നിനക്ക് എന്തെങ്കിലും ജോലി വേണമെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്നു. പക്ഷെ അന്ന് വീട്ടിൽ ഫോനോ അല്ലെങ്കിൽ കരണ്ടോ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലമായതുകൊണ്ട് ഈ നെല്ലിയാടി എന്ന് പറയുന്നത് മംഗലാപുരം ബാംഗ്ലൂർ നാഷണൽ ഹൈവേയുടെ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10-25 കിലോമീറ്റർ അങ്ങനെയുള്ള സ്ഥലത്ത് STD ബൂത്ത് ഉണ്ട്. ₹1 കോയിൻ ഇട്ടാൽ നമുക്ക് ഫോൺ വിളിക്കാം. അങ്ങനെ എന്നോട് പറഞ്ഞു, ഈ നമ്പറിന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി വിളിക്കുവാൻ ഇടയായപ്പോൾ ആ സഹോദരൻ ഞങ്ങളുടെ ആ ഗ്രാമത്തിൽ തന്നെ മറ്റൊരു സഹോദരൻ കുടുംബമായിട്ട് അവര് ഗോകാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ നടത്തുമായിരുന്നു. അങ്ങനെ പീറ്ററച്ചാനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാൻ നിനക്കൊരു ജോലിയൊക്കെ തരാമെന്ന് പറയാനിടയായി. അങ്ങനെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ആയി പീറ്ററച്ചാൻ വീട് വിട്ടിറങ്ങുവാനിടയായി. ഞങ്ങൾക്കല്ലാതെ ഒരു വഴിയും ഞങ്ങളുടെ മുന്നിലില്ല. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതികൂലം പിന്നെയും മോശമായി തീരുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞാൻ അന്നേരം പറഞ്ഞല്ലോ, പേര് കേട്ട ഒരു കൃഷിക്കാരന്റെ കൊച്ചപ്പന. അത് മാത്രമല്ല, എൻ്റെ 2 ഇളയ കൊച്ചപ്പന്മാർ 2 പേരും അവിടുത്തെ ഗവൺമെന്റ് ടീച്ചർമാരാ. അവര് അധ്യാപകന്മാരാ. അവരുടെ ഭാര്യമാരും ഗവൺമെന്റ്
അധ്യാപികമാരാ. അപ്പം അവർക്കൊക്കെ ഒരു നാണക്കേടാ. പിന്നെ എന്റെ അപ്പച്ചന്റെയും എന്റെ അമ്മച്ചിയുടെ ഫാമിലി ഒരു വലിയ ഫാമിലിയാ. അപ്പൊ അങ്ങോട്ട് ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലാനോ എന്നെ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ വിടാനോ ഒന്നും പറ്റത്തില്ല. അപ്പം പീറ്ററച്ചൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്നെയും കുഞ്ഞിനെയും ഇത് ആർക്കും അറിയത്തില്ല. കാരണം എഴുത്തൊക്കെ അല്ലേ അന്ന്. എഴുത്തൊക്കെ എഴുതി വരുമ്പോഴത്തേനും കുഞ്ഞിനെയും ഭാര്യ അവിടുന്ന് കൊണ്ടുപോവാ എന്നും വിചാരിച്ച് എന്നെ കൊണ്ടുവന്ന് മണിപ്പാലിൽ ഞാൻ വളർന്നതായ അമ്മച്ചന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവരെ ഏൽപ്പിച്ചു. ഞാനൊരു ജോലി തിരക്കി പോവാ. ആ ജോലി കിട്ടിയതിന് ശേഷം വന്ന് എന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുപോകാന്ന് പറയാൻ ഇടയായി. അങ്ങനെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു മനുഷ്യന്റെ ഈ തട്ടുകട എന്ന് പറഞ്ഞാൽ നല്ല കച്ചവടമുള്ള ഒരു ഹോട്ടലാ. അതില് ക്യാഷിലിരിക്കുന്ന ഈ കൂട്ടുകാരനും അങ്ങനെ ഇവർ രണ്ടുപേരും വളരെ മാത്രം നിർബന്ധിച്ചു. നിന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുപോവാ. എനിക്ക് കൂടെ നിന്റെ പ്രായത്തിന്റെ ഒരു കുഞ്ഞുണ്ട്, ഒരു കുടുംബമുണ്ട്. നീ എന്തിനാ അന്യനെ പോലെ കരുതുന്നെ? കൊണ്ടുവരാൻ പറഞ്ഞ് നിർബന്ധിച്ചത് കൊണ്ട് തിരിച്ച് എന്റെ അച്ചായൻ മണിപ്പാലം വന്ന് എന്നെയും കുഞ്ഞിനെയും ജോലി കിട്ടിയെന്നും പറഞ്ഞ് കൊണ്ടുപോകാന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പം എന്റെ അമ്മാച്ചൻ ഒരു ഫോൺ നമ്പർ എഴുതി ഇതേപോലെ ഒരു പേപ്പറിൽ പീറ്ററച്ചാന്റെ കയ്യിലേക്ക് കൊടുത്തുവെച്ച് പറഞ്ഞു, ഈ ഗോകാക്കിന്റെ അടുത്താ വിളകാം. എന്തെങ്കിലും അന്യ നാട്ടിലേക്ക് അന്നത്തെ കാലത്ത് അന്യ നാട്ടിൽ പോകുന്ന ഒരു എഴുത്തല്ലാതെ വേറെ ഒരു മാർഗമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇതൊരു മലയാളിയാന്നാ പറയണ കേട്ടിട്ടുള്ളത്. ഈ മലയാളിയുടെ നമ്പർ നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ. എന്തെങ്കിലും നിനക്കൊരു ആവശ്യം വന്നാൽ ഉപയോഗപ്പെടും എന്ന് പറഞ്ഞ് ഈ പേപ്പറിൽ ഈ നമ്പർ എഴുതി കൊടുക്കുവാനിടയായി. അങ്ങനെ ഈ നമ്പർ പിടിച്ച് ഞങ്ങൾ ഗോകാക്കിലേക്ക് കടന്നുപോയി. പ്രിയമുള്ള ദൈവമക്കളെ, ഹൈന്ദവരായിരുന്നു ഞങ്ങൾ ചെന്ന്. ഒരു ബ്രാഹ്മണ കുടുംബമായിരുന്നു അവര്. ആ കൂട്ടുകാരനും ബ്രാഹ്മണനാ. അവന്റെ കൂടെ ഈ ഹോട്ടൽ നടത്തുന്നവനും ബ്രാഹ്മണനാ. അവന്റെ വീട്ടിൽ ഞങ്ങൾക്ക് 3 മാസം ദൈവം അഭയം തരുവാൻ ഇടയായി. ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ഒരു ക്രിസ്ത്യാനി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അന്യ മതസ്ഥര് അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചാൽ ചാണാൻ ഇട്ട് അത് ക്ലിയർ ചെയ്യാതെ അവർക്ക് ശുദ്ധിയാവത്തില്ല. അങ്ങനെ ഉള്ളവരുടെ വീട്ടിലേക്കാണ് ഒടേ തമ്പുരാൻ ഞങ്ങളെ എത്തിച്ചത്. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പാർത്തു. തൊട്ടരികത്തായി ഹോട്ടല്. അപ്പൊ എന്റെ ഹസ്ബൻഡിനെ അതിൽ ക്യാഷ്യറായിട്ട് ഇരുത്തി. കാരണം നമ്മൾ ഒന്നിച്ചുള്ള നാട്ടുകാരല്ലേ, അത് നാണക്കേട് പോലെ ഇവർക്കായി. അങ്ങനെ അല്ലാത്തവരെല്ലാം ഇത് സപ്ലൈ ആക്കുന്നതും അതിന്റെ പണി ചെയ്യുവാനിടയായി. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട്ടിൽ അഭയം തന്നു. ഒരു ബെഡ്റൂം ഞങ്ങൾക്ക് തന്നു. മറ്റൊരു ബെഡ്റൂമിൽ അവർ പൂജ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളർന്നു. ഞങ്ങളുടെ കുഞ്ഞും അങ്ങനെ ആ കുഞ്ഞിനോട് ചേർന്ന്, ആ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞിനേക്കാളും 2 മാസം ഇളയതാ. ഞങ്ങളുടെ കുഞ്ഞിന് 2.5 വയസ്സ് മേളിലായി. അങ്ങനെ ഞങ്ങൾ ആ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സഹോദരന്റെ മറ്റൊരു കൂട്ടുകാരൻ ഒരു ഹോട്ടല് ബെളഗാമിൽ വെച്ച് ബാർ ആൻഡ് റെസ്റ്റോറന്റ്, ഒരു വലിയ ഹോട്ടലാ. അതിനകത്ത് അത് ഗോൾഡൻ ഗ്രിൽ എന്ന ആ ഹോട്ടലിന്റെ പേര്. അത് സിറ്റിയുടെ നടുക്ക. അങ്ങനെ ഒരു ഹോട്ടലിൽ ഒരു മാനേജറിന്റെ ആവശ്യമുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ ഈ പീറ്റർച്ചാന്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വിശ്വസ്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് ആക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുള്ളിക്ക് കണ്ടതും എന്റെ ഹസ്ബൻഡിനെയാ വിശ്വസ്തനായി കണ്ടത്. പീറ്റർച്ചാനോട് പറഞ്ഞു, പീറ്ററെ, നിനക്ക് ഞാനൊരു ജോലി തരാം. നിനക്ക് മേൽക്കയറ്റം വരുക ഒരു വലിയൊരു ഹോട്ടലിന്റെ മാനേജർ ആയിട്ടാ. അതുകൊണ്ട് ഇവിടുന്ന് നീ 1 മണിക്കൂറാ യാത്ര ബെളഗാമിലേക്ക്, ഗോകാക്കിന്ന്. അപ്പൊ നീ ഇവിടുന്ന് നിന്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ നിന്നോട്ടെ. നമ്മൾ ഒരുമിച്ചൊരു വീട് പോലെ ഇരിക്കുന്നതല്ലേ. അതുകൊണ്ട് ഇവിടെ നിന്നോട്ടെ. നീ അപ്പ് ആൻഡ് ഡൗൺ ചെയ്താൽ മതി. ബസ്സിന് യാത്ര ചെയ്തോ. അങ്ങനെ അവിടെ റൂമൊന്നും ആക്കണ്ടെന്ന് പറഞ്ഞ് ഈ ജോലി കൊണ്ടുപോയി ഏൽപ്പിക്കുവാനും ജോലിയിൽ ഒരു തിങ്കളാഴ്ച ദിവസം ചെന്ന് ചേരുവാൻ ഇടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പീറ്ററച്ചൻ അന്ന് കഴിഞ്ഞു, അന്ന് തിരിച്ചു വന്നു. പിറ്റേ ദിവസം അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ ക്യാഷ് കൗണ്ടറിൽ തന്നെ ഒരു ലാൻഡ് ലൈൻ ഉണ്ട് സ്വന്തം ഉപയോഗത്തിന്. അങ്ങനെ സമയം നോക്കി തനിക്ക് എന്റെ അമ്മാച്ചൻ കൊടുത്തതായ ആ ഫോൺ നമ്പറിലേക്ക് ഒരു വിളിക്കുവാനിടയായി. വിളിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു ദൈവദാസനായിരുന്നു എടുത്തത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അപ്പൊ പീറ്റർച്ചാനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ അങ്ങ് എത്താന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തീരുന്നപ്പോൾ 3 കിലോമീറ്റർ ഉള്ളൂ ഈ ഹോട്ടലിൽ നിന്ന് ഈ ദൈവദാസന്റെ വീട്ടിലേക്ക്. പെട്ടെന്ന് ഒരു ബജാജ് സ്കൂട്ടർ, ആ സ്കൂട്ടറും എടുത്തോണ്ട് പീറ്റർച്ചാന്റെ അടുക്ക് എത്തുവാനിടയായി. പീറ്റർച്ചാന്റെ അടുക്ക് എത്തിക്കഴിഞ്ഞപ്പം ഒരു പ്രൈസ് ലോഡ് ആദ്യമായിട്ടാ ഒരു ദൈവദാസൻ ഒരു പ്രൈസ് ലോഡ് കൊടുക്കുന്നത് താൻ കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ തന്റെ ഉള്ളിൽ വളരെ മാത്രം സന്തോഷമായി. ഇങ്ങനെ മനുഷ്യൻ സ്നേഹിക്കും ഒരു ക്രിസ്തുവിന്റെ സ്നേഹം ഒരു ദൈവദാസനിൽ കൂടെ എന്റെ ഹസ്ബൻഡ് അനുഭവിക്കാനിടയായി. അപ്പൊ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ഭാര്യയും കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, കുഞ്ഞും ഭാര്യ ഇന്നെടുത്താന്ന്. അയ്യോ, അവിടെ ഇവിടെ ഒന്നും നിങ്ങളുടെ ഭാര്യയും കുഞ്ഞിനെ ഇട്ടേക്കണ്ട. നിങ്ങളൊരു പണി ചെയ്യും, നാളെ ജോലിക്ക് വരുമ്പോൾ അവരെ ഇങ്ങ് കൊണ്ടുപോരെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എന്നെയും കുഞ്ഞിനെയും ഇങ്ങടെ തിരിച്ച് ഈ ബെളഗാമിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി. ഞങ്ങൾക്ക് ഒത്തിരി വസ്ത്രങ്ങളൊന്നുമില്ല. ഒരു ബാഗിൽ കൊള്ളുന്ന വസ്ത്രം മാത്രമേ ഞങ്ങൾക്കുള്ളൂ.
അങ്ങനെ ഇതും പിടിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. പാസ്റ്ററൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പാസ്റ്ററും ആന്റിയും കൂടെ ഒരു ഓട്ടോറിക്ഷ ആക്കിയിട്ട് ഞങ്ങൾ ആ ഉള്ള ഹോട്ടലിന്റെ മുന്നിലേക്ക് എത്തുവാനിടയായി. ഞങ്ങളെ ഈ റിക്ഷയിലേക്ക് ഞങ്ങളെ കയറ്റിയിട്ട് അവിടെ പണിക്കാരോട് പീറ്ററച്ചാൻ പറഞ്ഞു, ഒരു മിനിറ്റ് ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനും ഇവരുടെ വീട്ടിലൊന്ന് കൊണ്ടുപോയി വിട്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ റിക്ഷയിൽ വരുവാനിടയായി. അങ്ങനെ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച, അവർക്ക് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുള്ള ഒരു നല്ല ഒരു ദൈവഭയമുള്ള ഒരു കുടുംബമാണ് ദൈവദാസന്റെ കുടുംബം. അവരവിടെ ചെന്നതും ഞങ്ങളെ സ്വീകരിച്ചൊക്കെ ഒരു ദൈവത്തെ സ്വീകരിക്കുന്നതായ സ്നേഹവും സന്തോഷവും ഞങ്ങൾക്ക് അനുഭവിക്കുവാനിടയായി. ഞങ്ങളെ കർത്താവിന്റെ നാമനിമിത്തം മാതാപിതാക്കള് ഉറ്റവർ ഒടിയവരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിയിടാത്ത ക്രിസ്തു ഞങ്ങളുടെ കൂടെ ഇരുന്ന് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലുള്ളതായ ഒരു ദൈവദാസൻ KJ ചെറിയാൻ എന്ന ആ പാസ്റ്ററുടെ പേര്. ആ പാസ്റ്റർ ഞങ്ങളെ വളരെ മാത്രം സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുവാനിടയായി. പിറ്റേച്ചൻ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. എന്നിട്ട് പാസ്റ്റർ പറഞ്ഞു, ഇനി ഇവിടെ അടുത്തെങ്ങും പെട്ടെന്ന് റൂം ഒന്നും അന്വേഷിക്കേണ്ട, എന്റെ വീട്ടിൽ കുറച്ചു ദിവസം നിൽക്കുക, അതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നത് ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസം അവിടുത്തെ ഒരു സിസ്റ്റം, ഞങ്ങളൊരു ന്യൂ ലൈഫ് സഭയുടെ ഒരു ദൈവദാസനായിരുന്നു അത്. അങ്ങനെ ഞങ്ങള് ബുധനാഴ്ച ദിവസം പിറ്റേ ദിവസം ബുധനാഴ്ച അവർക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. ആദ്യമായിട്ട് പെന്തിക്കോസ് ഗോളത്തിലുള്ള ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ചെല്ലുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അവിടെ തബളമുണ്ട്, കൊട്ടുന്നതുകൊണ്ട്, ഗിറ്റാറുണ്ട്. അങ്ങനെ എല്ലാവരും കുറെ പേര് അങ്ങനെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, ചിലവർ അന്യഭാഷയിൽ ആരാധിക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ മാത്രം സന്തോഷമായി. ഒരു സ്വർഗീയ സന്തോഷം ഞങ്ങൾ അവിടെ അനുഭവിക്കുവാനിടയായി. അങ്ങനെ ബുധനാഴ്ച കഴിഞ്ഞു. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഈ 3 ദിവസം ദൈവദാസന് വീട് വിസിറ്റിംഗ് ചെയ്യാനുള്ളതായ ഒരു ദിവസങ്ങളാ. പിന്നെ വെള്ളിയാഴ്ച എന്നെയും കൂട്ടിക്കൊണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. ആദ്യമായിട്ട് ജീവിതത്തിൽ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസ പ്രാർത്ഥന. അല്ലാതെ ഞാൻ ഉണ്ടായിരുന്നതായ ആ സഭകളിലൊക്കെ ഞാൻ വളർന്നു വന്നിടത്തൊക്കെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഥ്യം നോക്കുക, പാലും മോരും തൈരും ഒന്നും ഉപയോഗിക്കാനില്ല, മത്സ്യമോ മീനോ ഒന്നും ഉപയോഗിക്കാനില്ലാത്ത ഉപവാസം ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന. പക്ഷെ ഞാനും അതിന്റെ കൂടെ ആന്റിയുടെ കൂടെ ഞാനും ഈ ഉപവാസത്തോട് കൂടി കടന്നു പോകാൻ ഇടയായി. ഉപവാസം കഴിഞ്ഞു. പിറ്റേ ദിവസം എല്ലാ ശനിയാഴ്ച ദിവസം ഫീൽഡുകളിൽ ഗ്രാമപ്രദേശങ്ങളിൽ പോയി യേശുവിന്റെ ഫിലിം കാണിക്കുക, യേശുവിനെ കുറിച്ച് പറയുകയും യേശുവിന്റെ ഫ്ലക്സുകൾ കൊടുക്കുകയും ഇതിനൊക്കെ പിടറച്ചനും കൂടി സന്ധ്യാസമയം ദൈവദാസൻ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമായി ഗ്രാമങ്ങളിലേക്ക് പോകും. അപ്പൊ ഞായറാഴ്ച പള്ളിയിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, ജനക്കൂട്ടം ഹൈന്ദവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 10-250 പേരുണ്ട്. ഇതിന്റെ ഇടയ്ക്കേക്ക് ഓരോ പുതിയ ആത്മാക്കൾ വരിക. അങ്ങനെ ഞങ്ങൾ ദൈവം അവിടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്നുള്ള പഠനശാലയാക്കി ഞങ്ങൾക്ക് അങ്ങനെ മാറ്റുവാനിടയായി. അങ്ങനെ ഞങ്ങൾ 3 മാസത്തോളം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, ഇപ്പൊ പാസ്റ്ററുടെ മകനായിട്ട് പീറ്ററച്ചാൻ ഇവിടെ ഇരിക്കുന്ന ഒരു മകളായിട്ട് ഞങ്ങളെ കണ്ടിരിക്കുന്നത്, ഇതൊക്കെ ശരിയാ. പക്ഷെ ഞങ്ങൾ എത്ര നാളെ ഇവിടെ കിടക്കുന്നത്, ഞങ്ങളൊന്ന് മാറി എവിടെയെങ്കിലും ഒരു വീടാക്കി താമസിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവദാസൻ സമ്മതിച്ചില്ല. അത് ഞാൻ പറയാം, അന്നേരം നിങ്ങൾ മാറി താമസിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ ഇരുത്തുവാനിടയായി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഏതാനും നവംബർ ഡിസംബർ 95 ഡിസംബർ ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു. രക്ഷിക്കപ്പെട്ടതൊക്കെ ശരിയാ, സത്യമൊക്കെ അറിഞ്ഞതൊക്കെ ശരിയാ, കർത്താവിനോട് ചേരണമെങ്കിൽ ജലത്തിൽ ഞങ്ങൾ സ്ഥാനപ്പെട്ടിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു ആഗ്രഹം ചെന്ന് ഞങ്ങൾ ദൈവദാസനോട് പറഞ്ഞപ്പോ പാഷക്ക് വളരെ സന്തോഷമായി. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ തന്നെ പറയട്ടെ എന്ന് വിചാരിച്ചാണ് മിണ്ടാതിരുന്നത്. സഭയിൽ ഇനിയും ഉണ്ട് 3-4-5 പേര് സ്ഥാനപ്പെടുവാനായിട്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ എടുത്തു, ഞാൻ അതിനുള്ള ക്ലാസ്സും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ് തരുവാനും 1996 ജനുവരി മാസം ഞങ്ങൾ ബെളഗാമിലെ ഒരു ഡാമിൽ അത് ആ ബെളഗാമിന് വെള്ളം ശുദ്ധീകരിച്ചു പോകുന്ന ഒരു ഡാമാണ്. ആ ഒരു ഡാമിൽ ഞങ്ങൾ ജലത്തിൽ സ്ഥാനപ്പെടുവാൻ ഇടയായി. ആ സ്ഥാനപ്പെടുന്നതിന് മുന്നേ ഒരു കാര്യം അവിടെ സംഭവിച്ചു. ഞങ്ങൾ എല്ലാരും കുറേ പേര് ആ കടവിലേക്ക് ചെന്നെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ദൈവദാസൻ ഈ സ്ഥാനപ്പെടുത്താൻ ഇറങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു. പക്ഷെ ന്യൂ ലൈഫിലൊക്കെ ആഭരണം ഇട്ടുകൊണ്ടൊക്കെ സ്ഥാനപ്പെടാൻ അങ്ങനെ യാതൊരു തടസ്സമൊന്നും ഇല്ല. അപ്പൊ ഇതൊന്നും ഊരാനൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുന്നേ ഫാസ്റ്റ് എല്ലാവരും ഈ സ്ഥാനപ്പെടുന്നവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് കൈ കോർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ വിളിച്ച് ദൈവദാസന് കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്റെ ഹൃദയത്തിലേക്ക്, പ്രാർത്ഥനയുടെ ആരംഭത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വന്നത് എന്നാന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് ജലത്തിൽ സ്ഥാനപ്പെട്ട് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ യേശു കർത്താവിനൊരു ശബ്ദം കേൾക്കുവാനായി ഇടയായി. പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിൽ വരികയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ആ ശബ്ദം കേട്ടു എന്നുള്ളതായ വചനം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, അത്രയുള്ള അനുഭവിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, എന്നാൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. ഞാൻ
സ്ഥാനത്ത് നിന്ന് കയറി വരുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ മേളിൽ വരികയും ഞാൻ അന്യഭാഷ പ്രാർത്ഥിക്കുവാനുള്ള ഇടയായി. ആദ്യമായിട്ട് ആ തീരത്ത് വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിക്കുവാൻ ഇടയായത്. സ്തോത്രം. അങ്ങനെ ദൈവം ഞങ്ങളെ നടത്തി. അങ്ങനെ ഏറെ താമസിച്ചില്ല. ഞങ്ങൾ ഒത്തിരി കാലം അവിടെ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള ആ ഒരു ഇതൊന്നുമില്ല. ഞങ്ങളെ ചട്ടം പഠിപ്പിക്കാനായിട്ടാ ബെളഗാമിൽ കൊണ്ടുപോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു കാരണമുണ്ടായി. കാരണം ഞങ്ങൾ പോകുന്ന ഉൾപ്പെടെ ഈ നെല്ലിയാടി എന്ന് പറയുന്നിടത്ത് ബഥനിക്കാരുടെ ഒരു IT തുടങ്ങുവാ, ഒരു കോളേജ് തുടങ്ങുവാ. അപ്പൊ അവിടെ നേരത്തെ തന്നെ പീറ്റർച്ചാൻ പോയി പറഞ്ഞായിരുന്നു അച്ഛനോട്, ഈ കോളേജിൽ എന്തെങ്കിലും അധ്യാപകന്മാരുടെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ IT ഇങ്ങനെ പഠിച്ചതാണ്, അങ്ങനെ എന്നെ എടുക്കാമെന്നുള്ള ഇത് പറഞ്ഞ് അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഒരു ലെറ്റർ വരുവാൻ ഇടയായി ഞങ്ങളുള്ളിടത്തേക്ക്. ഇങ്ങനെ നിങ്ങൾ വരണം, ഇങ്ങനെ ഒരു ജോലിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടുത്തെ എല്ലാം തീർത്ത് പറക്കി ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ നെല്ലിയാടിയിലേക്ക് വരുവാൻ ഇടയായി. ജനുവരി മാസം 1-ാം തീയതി സ്ഥാനപ്പെട്ടു. ഫെബ്രുവരി ഒടുക്കം ഞങ്ങൾ തിരിച്ച് നെല്ലിയാടിയിൽ വരികയും ആ കോളേജിൽ ചെന്ന് ചേരുകയും, നിസ്സാര ശമ്പളമേ ഉള്ളൂ, പ്രൈവറ്റാ. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഒരു റൂം എടുക്കുകയും ചെയ്തു. ഈ റൂം എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് എവിടെ പോകണം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ ദൈവദാസന് ഒരു നമ്പർ തന്നു. BC റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ന്യൂ ലൈഫിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. 10-40 കിലോമീറ്റർ ഉണ്ട് നെല്ലിയാടിയിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ആ കൂട്ടായ്മയ്ക്ക് ഞായറാഴ്ച ദിവസം പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനപ്പോൾ ഈ ഈ സ്ഥാനപ്പെടുമ്പോൾ എൻ്റെ ഇളയ മകളെ 1.5 മാസം ഞാൻ പ്രഗ്നന്റാ. അങ്ങനെ ആ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ടാണ് ഞാൻ സ്ഥാനപ്പെടുന്നത്. അങ്ങനെ 1996 സെപ്റ്റംബർ മാസം 11-നാ എൻ്റെ മകള് ജനിച്ചത്. 12-ാം തീയതി അവിടുത്തെ KSRTC, നമ്മുടെ കർണാടകത്തിലെ KSRTCയിലേക്ക് ഒരു കോൾ ഫോർ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി കാർഡ് വരുവാനും പീറ്ററച്ചാനെ എൻ്റെ ഒരു കൊച്ചപ്പൻ വിളിച്ചുകൊണ്ട് പോയി. ആ ഇന്റർവ്യൂവിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഇത് ജോലി മതി എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. ആ ഇന്റർവ്യൂവിൽ പാസ്സാവാനും ഉന്നതമായ ഒരു മാർക്കോട് കൂടി അച്ഛൻ ജയിക്കുവാനും ആ KSRTCയിൽ നവംബറിൽ ജോയിൻ ആവാനുള്ളതായ ഒരു ഓർഡർ വരികയും ചെയ്തു. അങ്ങനെ ഒരു വർഷമേ IT-യിൽ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ജോലി കിട്ടുവാൻ. അപ്പൊ ആദ്യം ഒരു വർഷം ട്രെയിനിങ് പീരീഡ് മംഗലാപുരം, അത് കഴിഞ്ഞ് ധർമ്മസ്ഥലത്തെ KSRTCയുടെ ഡിപ്പോയിലേക്ക് ഇടും. ടെക്നീഷ്യൻ ആയിട്ടാണ് എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയത്. അങ്ങനെ അപ്പൊ എന്നെയും കുഞ്ഞുങ്ങളെയും അവിടെ നിർത്തുവാൻ ഈ ശമ്പളം ഒന്നും പോരാ. കാരണം സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 1000-ന് താഴെയാ. അപ്പൊ ഞങ്ങൾ കയ്യിൽ മേടിച്ചോണ്ടിരുന്ന ശമ്പളം ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത് 3500. ഞങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തിരിച്ച് ഞങ്ങളെ ഈ കുടുംബത്തിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വന്നു. അപ്പം മാതാപിതാക്കൾ കുറച്ച് വചനമൊക്കെ കേട്ടിരിക്കുക. ഏതോ ദൈവദാസന്മാരൊക്കെ വന്ന് കയറി പോയിട്ടുണ്ട്. അങ്ങനെ വചനം കേട്ടിരിക്കുക. ഞങ്ങൾ അവർക്ക് വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇവരുടെ വീട്ടിലേക്ക് വരുവാനിടയായി. അങ്ങനെ എൻ്റെ ഇളയ മോള് കുഞ്ഞാ. അങ്ങനെ വന്നു. ഏതാനും 5-6 മാസം കഴിഞ്ഞപ്പോൾ പിതാവ് തന്റെ സ്ഥലം വീതം വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വേറെ പോയി താമസിച്ചോ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം, 4-5 ഏക്കർ സ്ഥലമുണ്ട്, പിന്നെ ഉള്ളത് അനിയനാ, ഈ കുടുംബം സ്ഥലം അനിയനാ, അതുകൊണ്ട് നിങ്ങൾ വേറെ താമസിച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിടുവാൻ ഇടയായി. ഞങ്ങൾ വളരെ മാത്രം ഭാരപ്പെട്ടു. കാരണം ഒരു 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളും ഇനി ഞങ്ങളൊരു വീട് പണിയണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ വരുമാനങ്ങളൊന്നുമില്ല. അങ്ങനെ അയൽവാസികളുടെ സഹായത്തോടെ 2 റൂമിന്റെ ഒരു വീട് പണിത് ഞങ്ങൾ വേറെ പോയി. ഇത് 97 മെയ് മാസത്തിൽ നടന്ന ഒരു സംഭവം. അങ്ങനെ ഞങ്ങൾ വേറെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ വളരെ മാത്രം ഭാരപ്പെട്ടു. ഒരു വർഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കൊണ്ടുപോകണം, എന്തെങ്കിലും ഒരു രോഗമുണ്ടാവും, വീട്ടിലെ കാര്യം നോക്കണം, പറമ്പിൽ കൃഷി ഇറക്കണം, ഈ വീട് പണിത കടമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറെ കാര്യത്തിൽ ഇങ്ങനെ വേദനിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ അന്നത്തെ റേഷൻ അരി അതിനകത്തൊക്കെ പുഴുവാ. ഞാൻ എൻ്റെ വലിയത് പറയുന്നതല്ല, ഞാൻ അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാറില്ല, എനിക്ക് അങ്ങനെ ശീലമില്ലാത്ത ഞാൻ കഴിക്കാറില്ല. പക്ഷെ അങ്ങനെ പോലും ഉള്ളതായ കഴിക്കേണ്ട സ്ഥിതിയൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. പീറ്റർച്ചാൻ ജോലി ചെയ്താൽ ശമ്പളം കൊണ്ടുവന്ന് എൻ്റെ തന്നച്ച് പറയും, നീ ഇത് അതിനനുസരിച്ച് ചെലവാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ആഗ്രഹങ്ങളും എനിക്ക് ഇന്നത് വേണം, ഇന്ന ഡ്രസ്സ് ഇടണം, ഇന്നതുപോലെ പോകണം, ഇന്നതുപോലെ ധരിക്കണം, അങ്ങനെ ഒന്നും ഇന്നേ വരെ പറയാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. അതിൽ ഉള്ളതിൽ ഞാൻ തൃപ്തളായിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഒത്തിരി ഞങ്ങൾ കഷ്ടത അനുഭവിച്ചു, പട്ടിണി അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ എൻ്റെ അതേ 97 തന്നെ എൻ്റെ പിതാവിന് ക്യാൻസറായിട്ട് മണിപ്പാല ഹോസ്പിറ്റലാണ്. അതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് എൻ്റെ കഷ്ടത അറിഞ്ഞുകൊണ്ട് തന്നെ ചില ആഹാര പദാർത്ഥങ്ങളായി ജീപ്പിൽ ഇങ്ങനെ വരും. വീട്ടിൽ വന്ന് 2-3 ദിവസത്തേനുള്ള എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകും. അത് എൻ്റെ ജീവിതത്തിൽ ഒരു ആശ്വാസമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നേരെ ഇളയ ഒരു സഹോദരൻ റെജി എന്ന് പറയുന്നത്, ആ സഹോദരൻ എനിക്കൊരു കൈത്താങ്ങല. പുള്ളി അന്നേരത്തേനും പഠിച്ച് ചെറിയതായ ഒരു ജോലിയിലൊക്കെ കയറി
കയറി. ഇപ്പൊ അവൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാ. അന്ന് അവനൊരു പ്രൈവറ്റ് ജോലിയിലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് വരും, വന്നേച്ച് പോകാൻ നേരം എനിക്കൊരു കൈമടക്ക് തരും. ഈ കൈമടക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കും. വിവാഹമോ വല്ലോ കയറി താമസമോ ഇങ്ങനെ വരുമ്പോ എല്ലാരും കൂടുന്നിടത്ത് നല്ല വസ്ത്രം ധരിക്കണമല്ലോ, അതിനു വേണ്ടി ഞാൻ വെച്ചേച്ച് അതും കൊണ്ടാണ് ഞങ്ങള് കുഞ്ഞുങ്ങൾക്കോ എനിക്കോ മേടിച്ചു കൊണ്ടുപോയി ഞങ്ങൾ അതിന് പങ്കുചേരുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഞങ്ങളുടെ മുന്നിൽ നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2003 ആ വീടിനെ ഒന്നുകൂടെ പുതുക്കി പണിതു. പുതുക്കി പണിത് ഒരു വലിയൊരു ഹാളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു 3 ബെഡ്റൂമിന്റെ വീട്, വാർക്കയൊന്നുമല്ല, സാധാരണമായ ഒരു വീട് ആ കൃഷികളുടെ നടുക്ക് ചെയ്യുവാനിടയായി. അങ്ങനെ ഇരുന്നു 2004 ഞങ്ങള് വീട്ടില് മെയ് മാസം 17 ഞങ്ങളുടെ വീട്ടിൽ ആരാധന തുടങ്ങുവാൻ ഇടയായി. ആ ആരാധന തുടങ്ങിയത് ഇങ്ങനെയാണ്. ഒരു തിങ്കളാഴ്ച ദിവസം ഒരു സംഘടനയിൽപ്പെട്ട ഒരു ദൈവദാസൻ, ഞങ്ങൾക്കറിയത്തില്ല, ആ ദൈവദാസൻ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ദൈവാലോചന ഇങ്ങനെ പറയുവാനിടയായി. നിങ്ങളെ ദൈവം രണ്ടുപേരെ ഒരേ സമയത്ത് വിളിച്ച് വേർതിരിച്ചേക്കുവാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടാനുള്ളവരാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ഭവനത്തിൽ ഒരു കൂട്ടായ്മ തുടങ്ങണം, ഒരു ആരാധന തുടങ്ങണമെന്ന് പറയുവാനിടയായി. അപ്പൊ ഞങ്ങൾക്കത് കേട്ടപ്പോ വളരെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. കാരണം ഈ വീട്ടിലൊക്കെ അങ്ങനെ ആരാധന ഉണ്ടോ, അങ്ങനെയൊക്കെ പറ്റുമോ, അതും ഗ്രാമപ്രദേശമാ, ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ പാഷ് അന്നങ്ങ് കടന്നുപോയി. അടുത്തത് പിറ്റേ ദിവസം വേറെ ഒരു സംഘടനയിൽപ്പെട്ട ഒരു ദൈവദാസൻ കടന്നു വന്നു. ഇവർക്ക് പരസ്പരം ആർക്കും തമ്മിൽ അറിയത്തില്ല. അവര് വന്നത് ഇവർക്ക് അറിയത്തില്ല, ഇവര് വന്നത് അവർക്ക് അറിയത്തില്ല. കാരണം അന്ന് വണ്ടി വാഹനമൊക്കെ കുറവ്, വല്ലപ്പോഴും ഒരു ബസ്സാ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള. ഈ ബസ്സിലാണ് ഇവര് യാത്ര ചെയ്ത് വരുന്നത്. അങ്ങനെ വന്ന് ആദ്യം പറഞ്ഞത് ദൈവദാസൻ പറഞ്ഞത് തന്നെ ദൈവാത്മാവിൽ ഈ രണ്ടാമത്തെ ദൈവദാസനും പറഞ്ഞു. അങ്ങനെ ഈ ദൈവദാസനും അങ്ങ് പോയി. മൂന്നാമത്തെ ദിവസം ബുധനാഴ്ചയാ. അതൊരു അത്ഭുതകരമായ കാര്യമാ. മൂന്നാമത്തെ ദിവസം വന്നതും അതേപോലെ ഈ രണ്ട് ദൈവദാസന്മാര് പ്രവചിച്ചത് തന്നെയാ ഈ മൂന്നാമത്തെ ദൈവദാസനും പ്രവചിച്ചത്. ഈ മൂന്നാമത്തെ വന്ന ദൈവദാസനെ ഞങ്ങൾ അറിയാം, പക്ഷെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതോ സ്ഥാനപ്പെട്ടതോ ഇങ്ങനെയൊക്കെ ആയതൊന്നും ഈ ദൈവദാസന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇല്ല, ഇത് സത്യമായിട്ട് ഇത് ദൈവത്തിന്റെ ഇടപാട് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ വീട്ടിൽ നമുക്കൊരു കൂട്ടായ്മ തുടങ്ങാന്ന് വെച്ച് മെയ് 17 2004 ഞങ്ങൾ ഒരു കൂട്ടായ്മ വീട്ടിൽ തുടങ്ങി. തുടങ്ങുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എനിക്കും പീട്ടറച്ചാനും ഒരേപോലെ ഞങ്ങളോട് ഇടപെടുവാൻ തുടങ്ങി. ഈ വീട്ടിൽ ആരൊക്കെ വരുമോ അവർക്ക് നിങ്ങൾ ഭക്ഷണം വെന്ത് വിളമ്പുവാന്ന്. അപ്പൊ ആകപ്പാടെ ഞങ്ങൾക്കുള്ളത് കുറവാ. ഞങ്ങൾക്ക് ഒരു 10 കിലോ അരിയൊക്കെ ഉണ്ട്. ഞങ്ങള് മുട്ടിയാ മാസം കഴിയുന്നത്. അപ്പം ഈ കൂട്ടായ്മ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും എന്ത് വേവിക്കണം. അപ്പൊ നമ്മൾ തിന്നുന്നോലെ അല്ലല്ലോ അവർക്ക് കൊടുക്കാനുള്ളത്. അങ്ങനെ 3-4 ആഴ്ചകൾ, ഒരു മാസം വരും. അങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ തുറന്ന വാതിലല്ലേ, അതിനെ നീ തന്നെ നടത്തുവാൻ നീ ശക്തനാണ്. അപ്പൊ ഞങ്ങൾ വചനമൊക്കെ വായിച്ച് ഞങ്ങൾക്ക് കുറച്ച് ബലമുണ്ട്. ഏലിയാവിനെ പോറ്റിയ ദൈവം ഞങ്ങളെയും പോറ്റുമല്ലോ. അങ്ങനെ വിശ്വസിച്ച് ബലപ്പെട്ട് ഞങ്ങൾ ആഹാരം എന്ത് വേവിക്കാൻ തുടങ്ങി. മാസത്തിൽ ഒരു ദിവസം മാത്രമാ വെജിറ്റേറിയൻ ഉള്ളൂ. അന്ന് പായസം കറിയാക്കും. ബാക്കി എല്ലാ ഞായറാഴ്ചയും നോൺ വെജിന്റെ ഒരു കറിയോട് കൂട്ടി നല്ല സുഖകരമായ ഭക്ഷണം കൊടുക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ വഴികളെ ഒരുക്കി അത് കൊടുക്കുവാൻ ഇടയാക്കി. അങ്ങനെ കൊടുക്കുവാൻ ഇടയാക്കിയപ്പോ തൊട്ട് ഞങ്ങളുടെ ക്ഷാമം തീരുവാനും ഞങ്ങളുടെ കായ്ക്കാത്ത തെങ്ങുകളൊക്കെ കായ്ക്കാനും, അങ്ങനെ ഞങ്ങളുടെ സാറപ്പാത്ത് വിധവയുടെ ഭവനത്തിലെ എണ്ണ കുറയാതെ മാവ് കുറയാതെ അത് സമൃദ്ധിയാക്കി നടത്തിയതുപോലെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ ഒരിക്കലും ഒരു അന്നത്തിന് വേണ്ടിയോ ഒരു ബുദ്ധിമുട്ടോ ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്തതോ ഇതൊന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ആ സമയത്ത് ദൈവം ഞങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ടംക്കി കൊട്ടിയാ ഞാൻ ആരാധിക്കുന്നത്. ഞാൻ ആരുണ്ടെന്ന് എവിടെയാണെന്നൊന്നും ഞാൻ നോക്കൂല. എന്റെ കർത്താവിനെ ആരാധിക്കാൻ. എന്റെ കർത്താവ് എന്നെ ഏകനായാണല്ലോ വിളിച്ചത്. അതുകൊണ്ട് അല്ലാത്തവരുടെ ഇഷ്ടമനുസരിച്ചല്ല ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ആരാധിക്കുമായിരുന്നു. പിഴച്ചാൻ എന്നോടൊപ്പം നിന്ന് വചനത്തിലൊക്കെ. അപ്പൊ ദൈവദാസൻ ഇടയ്ക്കൊക്കെ വചനം സംസാരിക്കാൻ സഭയിൽ കൊടുക്കുമായിരുന്നു. ഞങ്ങൾ 2 കുടുംബമായിട്ട് തുടങ്ങി. അങ്ങനെ ഓരോ കുടുംബങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ ശിബാജ എന്ന് പറയുന്ന, ഞങ്ങൾ താമസിക്കുന്ന ശിബാജ പ്രദേശത്താണ്. അപ്പൊ ഞങ്ങൾ ഉള്ളിടത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ പോണം സമ്പ്യാടി എന്ന് പറയുന്നത്. ആ പ്രദേശത്തൊക്കെ ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. പാരമ്പര്യ പള്ളികളൊക്കെ ഉണ്ട്. അവിടൊക്കെ പോയി അനേക ദൈവം ജനത്തിനോട് സുവിശേഷം പറയും. അവരൊക്കെയും രക്ഷിക്കപ്പെട്ട് കുടുംബങ്ങളായി വഴുകയും ചെയ്തു. ചില അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങളൊക്കെ അവിടെ നടന്നു. അങ്ങനെ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ലാത്ത ദൈവപ്രവൃത്തി അവിടെ നടന്നു. അപ്പൊ മനസ്സിലായി ഇത് ഇവരുടെ പോക്കത്ര ശരിയല്ലെന്ന്. അങ്ങനെ ഗ്രാമം തന്നെ അങ്ങ് ഇളകി. ഇവരെ ഒന്ന് തീർത്ത് വെച്ചാലേ ഇവരെ ഒതുങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇരുട്ട് സഞ്ചാരികൾ എന്ന പേര്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്ന് ചെറുതാ. ഈ കുഞ്ഞുങ്ങളെ പെരയ്ക്കകത്തിട്ട് ലോക്ക് ഇട്ടിട്ട് ഒരു കീ ഞങ്ങളുടെ കാണും, ഒരു കീ അവരുടെ കൊടുക്കും. മാതാപിതാക്കൾ മാത്രം വന്നാലേ കീ കൊടുക്കാവുള്ളൂ എന്ന് പറയും. കാരണം
200 മീറ്റർ ദൂരത്തിലൊക്കെയാ വീടുകൾ, തൊട്ടടുത്തൊന്നും വീടുകളില്ല. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ സുവിശേഷം പീറ്ററച്ചാൻ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അപ്പം ധർമ്മസ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയി. ഒരു വർഷത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞ് ധർമ്മസ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് ബസ് യാത്ര ചെയ്താ പീറ്ററച്ചാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ ഷിഫ്റ്റ് കണക്കാ. ചിലപ്പോൾ 3 മണി തൊട്ട് രാത്രി 12 മണി വരെയും, ചിലപ്പം 3 മണി തൊട്ട് പിറ്റേ ദിവസം 6 മണി തൊട്ട് 12 മണി വരെ, അങ്ങനെയൊക്കെ ഷിഫ്റ്റാ. അപ്പം ആ സമയങ്ങളൊക്കെ നൈറ്റ് ഷിഫ്റ്റാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഗ്രാമം അങ്ങ് ഇളകിയിട്ട് ഇവരുടെ കൂട്ടായ്മയെ നിർത്തി വെക്കണമെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ പോയി പറഞ്ഞ് ഒത്തിരി പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനിടയായി. പക്ഷെ ദൈവം അവിടെയൊന്നും കൈവിട്ടില്ല. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഞാൻ ഞാൻ സ്വർണം ഇടുവായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഒരു തിങ്കളാഴ്ച ദിവസം ഞാൻ യാക്കോട്ടിൽ കെട്ടിയിരുന്ന ആ താലി ഒരു ടെൻപനോട് കൂടിയായിരുന്നു എന്റെ കൈത്തെ കിടന്ന്. ഇത് എവിടെയോ നഷ്ടപ്പെട്ടു. അപ്പൊ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം എനിക്ക് സ്വർണം ഇടാനുള്ള ക്യൂരിയോസിറ്റി അതിന്റെ വലിപ്പം നോക്കിയിട്ടല്ല ഞാൻ അത് അന്വേഷിച്ചത്. ഞാൻ അത് പെരയെല്ലാം അടിച്ചു വാരി നോക്കിയിട്ടൊന്നും എനിക്കത് കിട്ടിയില്ല. കിട്ടിയില്ലാതെ വന്നപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ ആരാധനാലയം അത് നിന്റെ ആലയമല്ലേ, എന്നാ ഞാൻ ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവിനെ പരീക്ഷിക്കല്ലേ, കൊടുക്കുന്നതിലല്ലാതെ ഈ പരീക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാനൊന്ന് കർത്താവെ നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ പോവാ. നീ എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ വ്യക്തമായിട്ട് എന്നോടൊന്ന് സംസാരിക്കണം. ഈ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ഇതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നത്തെ കാലത്ത് ഉണ്ടോ ഇല്ലയോ ഇത് എനിക്കൊന്ന് വ്യക്തമാക്കി വെളിപ്പെടുത്തി തരണമെന്ന് എന്റെ പൊട്ട മനസ്സിൽ തോന്നിയതാന്നാ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്. അങ്ങനെ തോന്നി എന്റെ ദൈവത്തെ ഞാനൊന്ന് പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പീറ്ററച്ചാൻ ജോലിക്ക് പോയി. മക്കൾ 2 സ്കൂളിൽ പോയി. ഞാൻ തന്നെയുള്ളൂ. ഞാൻ തന്നെ ഉള്ളപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ വളരെ താല്പര്യമാണ്. കാരണം എന്റെ അപ്പനോട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് വിളിച്ചു പറയാമല്ലോ. അങ്ങനെ ഞാൻ മുട്ടുമടക്കി ഹാളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതാനും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ അപ്പൊ ഞങ്ങളുടെ വീടിന്റെ താഴെ ഒരു തോട് ഒഴുകി പോകുന്ന ഒരു തോടുണ്ട് അവിടെ. അപ്പൊ ഈ തോട്ടിൽ ചെന്ന് നീ നോക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയതായിരിക്കും, ഈ ഇത്രയും ചെറിയ ഒരു നെല്ലിന്റെ അത്രയേ ഉള്ളൂ താലി, ഈ താലി തോട്ടിൽ പോയി എവിടെ കിട്ടാനാ, അതുകൊണ്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ് ഞാൻ അടുത്തത് പിന്നെ ഇരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ നീ തോട്ടിൽ പോയി നോക്കുന്നു. അങ്ങനെ മിറ്റം വലിയതാ, മിറ്റത്തിന്റെ മൂലയിൽ ചെന്ന് ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ തോട്ടിൽ ചെന്ന് നോക്കുന്നു. അപ്പൊ ഞാൻ തോട്ടിൽ തുണി അലക്കുന്ന ഒരു വലിയ കല്ലുണ്ട്, ഈ കല്ലിന്റെ മേളിൽ പോയി ഞാൻ അങ്ങനെ നിന്നേച്ച് നോക്കുമ്പോൾ വെള്ളം ഏതാനും ഞങ്ങളുടെ ഇവിടം വരെയുള്ള വെള്ളമുണ്ട്. അതിന്റെ താഴെ പിന്നെ കിടക്കുന്നത് മണൽ മൂടിക്കിടക്കുന്ന വെള്ളം, ഒരു മുട്ടോളം വെള്ളത്തിലാ ഈ മണൽ കിടക്കുന്ന, വേറെ ഒന്നും അവിടെ കാണുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ആ തോട്ടിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ദൈവത്തിന്റെ ആത്മാവിനെ വിധേയപ്പെട്ട് ആ തോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ നിന്റെ 2 കൈ കൊണ്ട് ഈ മണലിനെ ഇങ്ങനെ വാരി എടുക്കാൻ പറഞ്ഞു. ഞാൻ അതേപോലെ 2 കൈ കൊണ്ട് ഇങ്ങനെ വാരി എടുത്തു കഴിഞ്ഞപ്പോ ഈ ഏറ്റവും മേളില് ഈ താലി, ഇച്ചിരി ഇല്ലാത്ത ഈ താലി മേളിലിരിക്കുക. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ ഞാൻ പരീക്ഷിച്ചത് എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്താനാ. എന്തിനാണെന്നറിയോ? ചില പ്രതിസന്ധികളിൽ കൂടെ ഞാൻ കടന്നു പോകാനുണ്ടായിരുന്നു. അതിന് ദൈവം എന്നോട് കൂടെ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി എന്റെ കൂടെ നിന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ നടക്കുവാനായി എനിക്ക് വളരെ സന്തോഷമായി. ആ താലി ഞാൻ പിന്നെ വിൽക്കുകയൊക്കെ ചെയ്തു, അത് പിന്നത്തെ കാര്യം. അങ്ങനെ ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ പിന്നെ നിലവിളിച്ചു, കർത്താവേ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കത് മതി. ഞാൻ ഏത് പ്രതിസന്ധികളിൽ കൂടെ പോയാലും എന്റെ ദൈവം എന്റെ പക്ഷത്തുണ്ടെന്ന് ഉറപ്പ് വരുത്തിയല്ലോ, അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ 2007 എനിക്കൊരു രോഗം പിടിപെടുവാൻ ഇടയായി. 2007 എന്നെ ഒരു രോഗം പിടിപെട്ടു. ഈ രോഗം എന്നാന്ന് ചോദിച്ചാൽ സർപ്പസുത്ത് എന്നാ അതിന്റെ പേര്. അത് കേരളക്കാർക്ക് അറിയാവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്റെ സഹോദരൻ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു രോഗം വന്നിട്ടുണ്ട്. ഇതെന്നാന്ന് വെച്ചാൽ ഈ സർപ്പം ഇങ്ങനെ ചുറ്റുവാന്നാ ഇവിടെയുള്ളവർ പറയുന്നത്. അപ്പൊ എന്റെ സഹോദരന്റെ വയറിന് ചുറ്റും വന്നു. അത് പൂർത്തി വരുന്നതിന് മുമ്പാട് നമ്മള് ഗ്രാമത്തിൽ ഈ ആയുർവേദിക് മരുന്ന് അതിനുള്ളൂ, ഇംഗ്ലീഷ് മരുന്ന് അതിനാകത്തില്ല. അതിന് വളരെ വിരോധമാണ്. അങ്ങനെ അതിൽ മനുഷ്യൻ മരിച്ചു പോകുന്ന ഒരു ഘട്ടമുണ്ട്. അത് കഴുത്തിന് മേളിൽ വരാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം എന്റെ ഈ കഴുത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വിരലോളം നീട്ടത്തിൽ
ആ, വ്രണമായി ബബിൾസ്, ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാവാനിടയായി. ഈ ബബിൾസ് ഉണ്ടായത്, ഇങ്ങനെ ബബിൾസ് ഉണ്ടായി കഴിഞ്ഞപ്പം എനിക്കങ്ങ് പുകച്ചില് തുടങ്ങി. അപ്പൊ ഞാൻ പീറ്ററച്ചനോട് പറഞ്ഞു, അന്ന് രാത്രി ഡ്യൂട്ടിയാ, വൈകിട്ടാ ബസ് അങ്ങ് ധർമ്മസ്ഥലത്തേക്ക് പോകാൻ. അപ്പൊ ഞാൻ പീറ്ററച്ചനോട് പറഞ്ഞു, എന്റെ ഈ കഴുത്തിന്റെ ഇവിടെ എന്തോ ഒരു കാര്യമുണ്ടോ, ഒന്ന് നോക്കിക്കെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്തോ പുഴുക്കടിയാ, അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്നെ, അപ്പൊ പീറ്ററച്ചൻ വൈകിട്ടില്ലാത്തത് കൊണ്ട് എന്നെ പകല് തന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, എന്തോ പുഴു തൊട്ടതാണെന്ന് പറഞ്ഞ് എനിക്കൊരു ഇഞ്ചക്ഷൻ തരുവാനിടയായി. അങ്ങനെ ആ ഇഞ്ചക്ഷൻ എടുക്കുകയും 2-3 ദിവസത്തെ മരുന്നൊക്കെ തന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് വൈകിട്ടത്തെ ഒരു ബസ്സിന് പീറ്ററച്ചൻ ധർമ്മസ്ഥലത്തേക്ക് പോയി എല്ലാം കഴിഞ്ഞപ്പോൾ എന്റെ അന്തരീക്ഷം അങ്ങ് മാറി. കാരണം ഇംഗ്ലീഷ് മരുന്ന് ഇതിന് നേരെ വിരോധമാ. അപ്പൊ ഈ ഇംഗ്ലീഷ് മരുന്നിൽ എനിക്ക് ഇഞ്ചക്ഷനാ തന്നിരുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് കൂടുവാനിടയായി. ഇത് സർപ്പസുത്ത് തന്നെ ആയിരുന്നു, ഞങ്ങൾക്ക് ഇത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അന്നേരം വീട്ടിൽ ലാൻഡ് ലൈനും കറണ്ടും ഒക്കെ ആയി. അപ്പൊ ഞാൻ ലാൻഡ് ലൈനിൽ, പീറ്ററച്ചൻ അന്നേരം ഒരു കുഞ്ഞു മൊബൈലുണ്ട്, ഞാൻ പെട്ടെന്ന് വിളിച്ചു, എന്റെ ഇങ്ങനെ കൂടിയേക്കുവാ, എനിക്ക് വേദന സഹിക്കാൻ മേല, എനിക്ക് പുകച്ചിൽ സഹിക്കാൻ മേല, എന്റെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ ബബിൾസ്, വലിയ വലിയ ബബിൾസ്, ഏതാനും നെല്ലിക്ക മുഴുപ്പിലോളം വലിയ ബബിൾസുകൾ ഇങ്ങനെ ലൈനായിട്ട് ചുറ്റി വരാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്നാന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ സഭയിൽ വരുന്ന ഒരു സഹോദരൻ കൊക്കട എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, അയാളെ വിളിച്ചിട്ട് ഈ വിഷയം പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് സർപ്പസുത്ത, വേറെ ഒന്നും അല്ല. അപ്പൊ എന്റെ മാതാവിനെ വിളിച്ചപ്പോൾ മാതാവും അത് തന്നെയാ പറഞ്ഞ, ഇംഗ്ലീഷ് മരുന്ന് ദയവ് ചെയ്ത് നിങ്ങൾ തൊട്ടേക്കരുത്, അത് അബദ്ധമാ, അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ചെയ്തേക്കില്ലെന്ന് പറയാനിടയായി. പക്ഷെ ഇത് ചെയ്യേണ്ടിയൊക്കെ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അതിരാവിലത്തെ ബസ്സിന് തന്നെ പീറ്ററച്ചൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ എന്റെ സ്ഥിതി എന്നാന്ന് വെച്ചാൽ, ഇതിങ്ങനെ ചുറ്റി വന്ന് എന്റെ ഈ കണ്ണ് കവറായി, വലിയ വലിയ ബബിൾസ് ഉണ്ണിയപ്പം പോലെ മുഴുത്തതായിട്ട് ഇതിങ്ങനെ വന്നിട്ട് എനിക്ക് പുകച്ചിൽ കൊണ്ട് ഇരിക്കാൻ മേല, വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ മേല. എന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ബൈക്കുണ്ട്, ഈ ബൈക്കിൽ ഇരുത്തി പെട്ടെന്ന് തന്നെ അവിടെ കൊക്കടെ തന്നെ ഒരു നാട്യവൈദ്യ സ്ത്രീയുണ്ട്, ഒരു സ്ത്രീയാ ഈ മരുന്ന് തരുന്നത്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അവർ പറയുന്നത് എനിക്ക് കേൾക്കാം, അല്ലാതെ എനിക്ക് ഒരു സുബോധം വരുന്നില്ല. ഈ വേദന സഹിക്കാൻ പാടില്ലാത്ത, ഞാൻ പ്രസവ വേദന സഹിച്ചിട്ട് നോർമൽ ഡെലിവറി ആയിരുന്നു, പക്ഷെ എന്നാൽ ഇങ്ങനെ ഒരു വേദന എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അത്രമാത്രം വേദന, കാരണം ഈ മുഖം സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇതെനിക്ക് വേദന സഹിക്കാൻ പാടില്ലാതെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഈ സഹോദരി എന്നെ കണ്ടു കഴിഞ്ഞത് പറഞ്ഞു, അയ്യോ ഇത്രയും കൂടുന്നവരെ വരെ നീ എന്തിനാ വീട്ടിൽ വെച്ചോണ്ടിരുന്നേന്ന് ചോദിച്ചു പീറ്ററച്ചനോട്. അപ്പൊ പറഞ്ഞു, ഇത് പെട്ടെന്ന് ഇങ്ങനെ കൂടിയതാന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് മരുന്ന് തരാൻ പറ്റത്തില്ല, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോക്കോ, ഇത് എനിക്ക് ഗ്യാരണ്ടി പറഞ്ഞ് തരാൻ പറ്റൂല, പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞാൻ ഉത്തരവാദിയായി മാറും, അതുകൊണ്ട് കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. എന്റെ അവസ്ഥ കണ്ടിട്ട് പീറ്ററച്ചൻ പറഞ്ഞു, ഇല്ല ദയവ് ചെയ്ത് നിങ്ങൾ മരുന്ന് തരണം, എന്ത് മരുന്നാണെങ്കിലും നിങ്ങൾ തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മരത്തിന്റെ തൊലികളും വേരുകളും ഇലകളും അങ്ങനെ 3-4 സ്റ്റെപ്പായിട്ട് ഇവരെല്ലാം പാക്ക് ചെയ്ത് കഷായത്തിനുള്ള കഷായങ്ങളും എല്ലാം കയ്യിലെടുത്തിട്ട് ഇവര് പറഞ്ഞു, ഇത് കഴുത്തിന് മേളിലേക്ക് വന്നു, ഇത് തലയിൽ കയറാൻ ഏതാനും മിനിറ്റുകളെ ഉള്ളൂ, തലയിൽ കയറി കഴിഞ്ഞാൽ ഈ സ്ത്രീ ജീവിക്കത്തില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. എന്നിട്ട് അവർ പറഞ്ഞു, ഞാനൊരു പണി ചെയ്യാം, ഞാനൊരു മന്ത്രം ഓതി ഈ സ്ത്രീയുടെ തലയിൽ കെട്ടാം, അപ്പൊ ഇത് കേറിയ ശക്തി ഇത് താഴോട്ട് ഇറങ്ങിക്കോളും, അതുകൊണ്ട് ഈ രോഗം താഴോട്ട് ഇറങ്ങുമെന്ന് പറയാനിടയായി. അപ്പോൾ എന്റെ പീറ്ററച്ചൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ മരുന്ന് ആയുർവേദിക്കൊക്കെ ഇങ്ങനെ തന്നച്ചാൽ മതി, ഓതി കെട്ടുന്ന ഞാൻ കെട്ടിക്കോളാം, ഞാനൊരു ക്രിസ്ത്യാനിയാ, അതുകൊണ്ട് നിങ്ങൾ ഓതി കെട്ടുവൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് മേടിക്കുവാനിടയായി. ഇത് മേടിച്ച് കയ്യിൽ പിടിച്ചതിന് ശേഷം പീറ്ററച്ചനോട് ആ സ്ത്രീ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ വളരെ മാത്രം സൂക്ഷിക്കണം, നിങ്ങൾ പഥ്യം തെറ്റിച്ചാൽ ഈ സ്ത്രീയുടെ ജീവിതം അപായമാണ്. അതിന് ഒരു ഗോളിപ്പെരളെ എന്ന് പറയുന്ന ഒരു മരത്തിന്റെ തൊലി ചെത്തിക്കൊണ്ട് വന്ന് ആ തൊലി ക്ലീൻ ചെയ്തിട്ട് ആ തൊലിയും കൊണ്ട് കഷായമാക്കി അതിൽ വേണം കുടിക്കുവാൻ ഈ സ്ത്രീക്ക് കൊടുക്കാൻ. ആ വെള്ളമേ കുടിക്കാൻ കൊടുക്കാവുള്ളൂ. കുളിക്കുന്നത് പോലും ആ വെള്ളത്തിൽ, പല്ല് തേക്കുന്നതും ടോയ്ലറ്റിൽ പോകുന്ന എല്ലാത്തിനും ഈ മരത്തിന്റെ തൊലിയിൽ നിന്ന് ഉണ്ടാക്കിയതായ വെള്ളം കൊണ്ട് വേണം ചെയ്യാൻ പറഞ്ഞു വിടുവാനായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മടങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ ഒരു മെയിൻ റോഡുണ്ട്, റോട്ടിൽ നിന്ന് ഞങ്ങൾ ഇച്ചിരി ഉൾക്കാട് വഴിയിൽ കൂടെ വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ വഴിയരികത്ത് തന്നെ ഈ മരമുണ്ട്, 2 മരം ഇങ്ങനെ ചേർന്ന് നിൽക്കുക. അപ്പൊ ഞാനും പീറ്ററച്ചൻ പറഞ്ഞു, ഇത് തന്നെയാ ഗോളിപ്പേരള എന്ന് പറയുന്ന മരം, ഇത് തന്നെയാ. അപ്പൊ ഇതിന്റെ മരം എന്നെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം നിങ്ങളൊരു കൈക്കോടാലി എടുത്തോണ്ട് വന്ന് ചെത്തി കൊണ്ടുപോരെ, എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അന്നേരത്തേന് എന്റെ മാതാവിനെ, എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ മാതാവിനെ വിളിച്ചു വരുത്തി വീട്ടിലാക്കി. അങ്ങനെ ഈ ഗോളിപ്പേരളയുടെ ഈ തൊലി ചെത്തുവാൻ പീറ്ററച്ചൻ അങ്ങ് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഈ സ്ത്രീ കുറച്ച് മരുന്ന് അരച്ചിടാൻ തന്നായിരുന്നു. ഇതങ്ങ് അരച്ചിട്ട് കഴിഞ്ഞപ്പം എന്റെ ജീവൻ അങ്ങ് പോകുന്ന പോലെയുള്ള അനുഭവമായി. എനിക്ക് സഹിക്കാൻ മേല, ഫാനൊന്നും എനിക്ക് ആകുന്നില്ല. പീറ്ററച്ചൻ ഓടി വന്നു കഴിഞ്ഞ് എന്നെ മുറം കൊണ്ടൊക്കെ വീശി നോക്കി, പറ്റുന്നില്ല. അങ്ങനെ വേദന സഹിച്ച് പീറ്ററച്ചൻ എന്നെ തലയിൽ കൈ വെച്ചങ്ങ് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ കിടന്ന് ഞാൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി.
നേരം വെളുത്തു കഴിഞ്ഞപ്പം എന്റെ വേദനയ്ക്ക് ഒരു ശമനമുണ്ട്. അങ്ങനെ ആ പുകച്ചിലിന് ഒരു ശമനമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഷായം കുടിക്കാൻ തുടങ്ങി. ഈ തൊലി കൊണ്ടിരുന്നതായ ഇതുകൊണ്ട് വെള്ളം കുടിക്കുകയും വെള്ളം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. അപ്പൊ എനിക്ക് പഥ്യം എന്ന് പറഞ്ഞാൽ വിശപ്പുണ്ടെങ്കിൽ ചോറ് മാത്രം ഉണക്കപ്പറ്റി ഉപ്പും ഇട്ട് തിന്നോണം. ഇല്ലെങ്കിൽ വേറെ ഒന്നും തിന്നാനില്ല. അത്ര കഠിന പഥ്യമാ 15 ദിവസത്തിന്. കഷായം ഉണ്ട് ഇഷ്ടം പോലെ കുടിക്കാൻ. അപ്പൊ എനിക്ക് വിശപ്പൊന്നും അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ഇരുന്നു. 3 ദിവസം ഇതൊക്കെ ഇങ്ങനെ ചെയ്തു. അങ്ങനെ 3 ദിവസം അങ്ങനെ ആയപ്പോഴത്തേന് എന്റെ ഈ കണ്ണൊക്കെ അങ്ങ് അടഞ്ഞുപോയി. കണ്ണിനൊന്നും തുറക്കാൻ പറ്റൂല. അത്രമാത്രം ബബിൾസ് വന്നു. അങ്ങനെ ആരെങ്കിലും അങ്ങനെ അയൽവക്കംകാരൊക്കെ എന്നെ കാണാൻ വന്നു. കാണാൻ വരുമ്പോഴൊക്കെ എന്റെ മാതാവോ ഇല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡോ ഈ കണ്ണിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇന്ന ആളാന്ന് പറഞ്ഞ് ഒന്ന് കാണിക്കും. കൈ എടുക്കുമ്പോൾ ഇത് അടഞ്ഞു പോകും. അപ്പൊ ബബിൾസാ, വലിയ വലിയ ബബിൾസ്, ഇവിടെ എല്ലാം ഇങ്ങനെ ബബിൾസ് ആയിരിക്കുക. മുഖമൊക്കെ അങ്ങ് നീര് വെത്തി, എന്റെ അന്തരീക്ഷമൊക്കെ അങ്ങനെ മാറിയിരിക്കുക. ആളല്ലാത്ത പോലെ ഞാൻ ആയിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം, ഈ വേദന അങ്ങ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പീറ്ററച്ഛൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എനിക്ക് ഏത് മരുന്ന് തന്നാലും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മരുന്ന് തരുകൊള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 3-ാമത്തെ ദിവസം ഈ തൊലി ചെത്തിക്കൊണ്ട് വന്ന തൊലി തീർന്നുപോയി. ഈ മരത്തിന്റെ തൊലി തീർന്നുപോയി. ഈ തൊലി കൊണ്ടുവരാനായിട്ട് തിരിച്ച് 3-ാമത്തെ ദിവസം എന്റെ ഇളയ മോളന്ന് 4 പഠിക്കുക. ഇളയ മോളെ ബൈക്കിൽ ഇരുത്തി ഒരു കൈക്കോടാലിയൊക്കെ എടുത്ത് കാട്ടിലേക്ക് പോയി. കാട്ടിൽ ചെന്ന് അവിടെ ചെന്ന് ഈ മരത്തിന്റെ തൊലി ഇങ്ങനെ ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ കാട്ടിൽ ഞങ്ങളുടെ അയൽവക്കത്തെ ചില സ്ത്രീകള് കരിയിലയും ചപ്പും വാരുവാനായിട്ട് കാട്ടിലുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഗ്രാമപ്രദേശമായതുകൊണ്ട് തൊഴുത്തിലൊക്കെ ചപ്പിടും. അങ്ങനെ ഇവര് ഈ തൊലി ചെത്തുന്ന കണ്ടുകൊണ്ട് അവര് ചോദിച്ചു, ഇതെന്തിനാ സഹോദരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ എന്റെ ഭാര്യ സുഖമില്ലാത്തതല്ലേ, അപ്പൊ ഗോളിപ്പെരളയുടെ മരത്തിന്റെ തൊലി കൊണ്ട് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇതാ ചെത്തിക്കൊണ്ട് പോകാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ, ദയവ് ചെയ്ത് മരത്തെ നിങ്ങൾ തൊട്ടേക്കരുത്. കാരണം ഈ കാട്ടിൽ ഏറ്റവും വിഷമുള്ള ഒരു മരമാത്. അത് നിങ്ങൾ തൊടുക പോലും പാടില്ല. അതിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്ത ഒരു മരമായി ഗോളിപ്പേരള എന്ന് പറഞ്ഞു. അതിന്റെ തൊലി കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് കഷായത്തിന് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ പറയുവാനിടയായി. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എന്റെ പീറ്ററച്ഛൻ ഒരു ഞെട്ടൽ ഞെട്ടി. ഈ കുഞ്ഞിനെ വിളിച്ച് അടുത്ത മരത്തിന്റെ കുറച്ച് തൊലിയെ ഈ വെപ്രാളത്തിൽ ചെത്തിയുള്ളൂ. അങ്ങനെ ഈ തൊലിയുമായിട്ട് താൻ വരുന്ന വഴിക്ക് കുഞ്ഞിനോട് പറഞ്ഞു, മനെ 3 ദിവസമായി മമ്മിയുടെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ചെന്നേച്ച് നമ്മൾ വിഷമുള്ള സാധനം അവിടെ കൊടുത്തേന്ന് ഒരിക്കലും പറയണ്ട. അത് പപ്പ സാവകാശത്തിൽ മമ്മീനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് വരുവാനിടയായി. വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പീറ്ററച്ഛൻ പയ്യെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്നാണ് ദൈവം നമ്മളെ കുറെ രോഗത്തിൽ നിന്നൊക്കെ വിടിയിച്ചു. നമ്മളെ പരീക്ഷണങ്ങളിൽ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ദൈവത്തിന്റെ വലിയൊരു കാര്യമാ. ആ സ്ത്രീ അന്ന് പറഞ്ഞില്ലേ, നീ ജീവിക്കാൻ സാധ്യതയില്ലെന്ന്. അവർക്ക് ഗ്യാരണ്ടി ഇല്ലായിരുന്നു. പക്ഷെ ദൈവം നിന്നെ ഇത്രത്തോളം വിടിയിച്ചല്ലോ എന്ന്. ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകാറേ ഉള്ളൂ. റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് എന്നെ വന്നൊന്ന് നോക്കാറില്ലേ ഉള്ളൂ. ഇതെന്താ പറയുന്നേ? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ? അപ്പൊ നമ്മൾ രണ്ടുപേരും കണ്ടല്ലോ ഗോളിപ്പേരള എന്ന് പറയുന്ന മരം. അത് തെറ്റിപ്പോയി. കാട്ടിലെ ഏറ്റവും വിഷമുള്ള മരത്തിൽ ഒന്നായിരുന്നു ഞാൻ കൊണ്ടുവന്ന തൊലിയുടെ ആ മരത്തിന്റെ തൊലി. അതാണ് നീ ഇത്രയും ദിവസം കുടിക്കുകയും അതിലാണ് നീ കുളിക്കുകയൊക്കെ ചെയ്തത്. എന്നാലും നിന്നെ ദൈവം രക്ഷിച്ചു എന്നുള്ള ഒരു സത്യമാണ് ഞാൻ നിന്നോട് പറയുന്നതെന്ന്. അന്നേരം പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു കാര്യമാ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് എന്റെ യഹോവയുടെ നാമത്തെ ഞാൻ ഘോഷിക്കുമെന്ന്. അന്നേരം ഞാൻ പറയുവാനിടയെ, നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ മരിക്കത്തൊന്നുമില്ല. മരിക്കേണ്ട ഘട്ടത്തിൽ അങ്ങനെയൊന്നും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകത്തില്ല. എന്നെ കണ്ട് എന്റെ കർത്താവിന് എന്തൊക്കെയോ ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ടാണ് എന്നെ ഇതിലേക്കിടെ ഇങ്ങനെ വിടുന്നത്. നിങ്ങൾ ഭയക്കണ്ട, ഞാൻ മരിക്കത്തില്ലെന്ന് പറയാനിടയായി. അങ്ങനെ അന്നേരം തന്നെ എനിക്ക് ദൈവത്തിന്റെ വചനം എനിക്ക് തന്ന ഒരു വചനമാണ് അടുത്തത്. മാർക്കോസിന്റെ ലേഖനം 16-ാം അധ്യായം 18-ാം വചനം. മരണകരമായത് എന്തെങ്കിലും വിഷമുള്ളത് നീ കുടിച്ചാലും നിനക്കൊരു അനർത്ഥവും ഭവിക്കത്തില്ല, ഒരു കേടും നിനക്ക് ഭവിക്കത്തില്ല. അതൊക്കെ എന്നെ ഉറപ്പിക്കുക. എന്നെ എപ്പോഴും വചനത്താൽ ദൈവം ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ വളരെ മാത്രം ഞാൻ ആ വചനത്തിൽ ഉറക്കുകയും പീറ്ററച്ഛൻ കുറെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞു. ഞങ്ങളെ ദിവസം ഇങ്ങനെ നീങ്ങിപ്പോയി. 15 ദിവസം ആയപ്പോഴത്തേനും ആ സ്ത്രീ തന്ന ചില കഷായങ്ങളൊക്കെ തീർന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ആരാധനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് എന്റെ കഷായം വാങ്ങുവാനായിട്ട് ഈ സ്ത്രീയുടെ അടുത്ത് പീറ്ററച്ഛന് പോണുണ്ടായിരുന്നു. അങ്ങനെ ആരാധനയുടെ ഇതെല്ലാം കഴിഞ്ഞ് അന്ത്യ ആശീർവാദം പറയുന്നതിന് മുമ്പാട് ദൈവം എന്നെ ഒരു കാര്യം കാണിക്കുവാനിടയായി. പീറ്ററച്ഛൻ ഒരു വണ്ടി അപകടം. ഈ വണ്ടി കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ വേറെ വണ്ടിയൊന്നുമല്ല കാണിക്കുന്നത്. നമ്മുടെ വണ്ടി പോയി ഇടിക്കുന്നതാ കാണിക്കുന്നത്. ഈ കാഴ്ച കാണുന്നത് പീറ്ററച്ഛൻ അന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സല്ല, ഇട്ട് കൊണ്ട് പോകാനുള്ള ഡ്രസ്സ് വരെയും ദൈവം എന്നെ കാണിക്കുവാനിടയായി. ഈ ആരാധന എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുമ്പോൾ ഞാൻ എല്ലാവരോടും മാറി ഞാൻ ഈ വിഷയം പറഞ്ഞു. പീറ്ററച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. പീറ്ററച്ഛൻ ഇങ്ങനെ വണ്ടി അപകടം കാണിക്കുന്നുണ്ടെന്ന് പറയാനിടയായി. അങ്ങനെ എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരുപാട് കൈകോർത്തിരുന്ന്
പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവരും മടങ്ങിപ്പോയി. 3-3:30 ആയപ്പോൾ പീറ്ററച്ചൻ ഇളയ മോളെയും കൂട്ടിക്കൊണ്ട് ഈ കഷായം മേടിക്കുവാനായിട്ട് എനിക്ക് ദൈവം കാണിച്ചതായ അതേ ഡ്രസ്സ് പീറ്ററച്ചൻ ഇടുവാനിടയായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്ന് തന്നെയാ വണ്ടി അപകടം. അപ്പൊ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ ഞാൻ അടുത്ത് ചെന്നേച്ച് കൊച്ചിനോട് പറഞ്ഞു, ഇപ്പൊ ഇച്ചിരി സ്പീഡാ പോക്ക്, 70, 60, 70 ബൈക്ക് ഓടിക്കുന്നത്. ഞാൻ പറഞ്ഞു, പപ്പ ഇച്ചിരി സ്ലോ ആയിട്ട് നിങ്ങൾ പോണം, വണ്ടി അപകടം ദൈവം ഇങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ. കുഞ്ഞിനോട് പറഞ്ഞു ടർണൊക്കെ വരുമ്പോ പപ്പയോട് ഹോർൺ അടിക്കാൻ പറയണം. അങ്ങനെ ഒരു ഉപദേശം കൂടെ കൊടുത്ത് ഇവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ ഇങ്ങനെ മൂത്ത മോളും ഞാനും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം ആയപ്പോഴത്തേനും തറവാട് അടുത്ത് തന്നെയാണ്. അപ്പൊ മാതാപിതാക്കൾ അവിടുന്ന് എന്റെ വീട്ടിലേക്ക് വൈകിട്ട് കയറി വന്നപ്പോൾ ഞാൻ മാതാപിതാക്കളോട് ഒന്നുകൂടെ പറഞ്ഞു, നമുക്കൊന്നുകൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് കാണിച്ച ഒരു സംഭവം അതേ ഡ്രസ്സിൽ തന്നെ പീറ്ററച്ചാൻ ഇന്ന് പോയേക്കുന്നത്, ആ അപകടത്തിൽ നിന്ന് വിടിയിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ആ മാതാപിതാക്കളും ഞാനും കൂടെ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പീറ്ററച്ചാനും കൊച്ചും കൂടെ വരുന്നുണ്ട്. വന്ന പാടെ വണ്ടി കൊണ്ട് ഷെഡിൽ കൊണ്ടുവന്നിട്ടേച്ച് വേഗം കയറി വന്നേച്ച് പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ കാര്യം ഇവിടെ നടന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ താൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ അത്രമാത്രം വലിയ അനർത്ഥത്തിൽ നിന്ന് വിടിയിച്ച ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പീറ്ററച്ചൻ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഈ കഷായം മേടിക്കാൻ പോവുകച്ച് അവിടുന്ന് ഷോർട്ട് കട്ടിക്കിടെ വേണം. എൻ്റെ ഒരു സഹോദരൻ അവിടെ, എൻ്റെ അമ്മ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പോയി. അങ്ങനെ അമ്മേനെ കാണാനായിട്ട് അങ്ങോട്ട് പോവുക. നല്ല തിക്കും തിരക്കും ഉള്ള ഒരു റോഡാണ് അത്, ധർമ്മസ്ഥലത്തേക്ക് ഹൈവേന്ന് വരുന്ന ഒരു റോഡാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാനും 50 കിലോമീറ്റർ സ്പീഡിലായിരുന്നു ബൈക്ക് ഉണ്ടായിരുന്നത്. പൊയ്ക്കൊണ്ടിരുന്നപ്പോ ഏതാനും ഒരു 7-7:30 മണി ആയി രാത്രി. അന്നേരം പെട്ടെന്നൊരു മരം ഇതിന് മുന്നിലേക്ക് വീഴുവാൻ ഇടയായി. ആ മരത്തിന് ഇടിക്കുവാനും ഈ കൊച്ചു പീറ്ററച്ചാനും മരത്തിന്റെ അപ്പുറം പോയി തലയും കുത്തി ഇങ്ങനെ വീഴുവാൻ ഇടയായി. മുന്നിൽ നിന്നും പുറകിൽ നിന്നും വണ്ടികളൊക്കെ വന്നുകൊണ്ടിരുന്നു. മുന്നിൽ നിന്ന് വന്ന ഒരു ടെമ്പോയുടെ ലൈറ്റിന്റെ വെട്ടത്തിന് അവർ ആ വണ്ടിനെ സൈഡ് നിർത്തി ഓടി വന്ന് ഈ കൊച്ചിനെ എടുത്തു നോക്കി കൊച്ചു പേടിച്ചിട്ട് കിടന്ന് കരയുക. പീറ്ററച്ചാൻ തെറിച്ചുപോയി. പക്ഷെ ഈ ബൈക്ക് ഈ മരത്തിന്റെ കമ്പുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുക, വീണിട്ടില്ല. പക്ഷെ പീറ്ററച്ചാന്റെ കയ്യിലുള്ള മൊബൈലും അതും ഇതെല്ലാം തെറിച്ചുപോയി. അങ്ങനെ അവരെല്ലാം കൂടി ഇവർക്ക് എന്താ പറ്റിയെന്ന് നോക്കിയപ്പോൾ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. ബൈക്കിന് ഇതിനകത്ത് സ്റ്റക്കായിട്ടിരിക്കുക. അന്നേരത്തേനും വന്ന വണ്ടിക്കാരെല്ലാം കൂടെ കൂടി ഈ വാഹനത്തെ എടുക്കുവാൻ എല്ലാവരും കൂടെ കൂടി ഈ വാഹനത്തെ വലിച്ചൂരി എടുക്കുവാൻ ഇടയായി. വാഹനം ഒരു മെക്കാനിക് അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ അതിനെ ഓടിച്ചു നോക്കിയപ്പോൾ വാഹനത്തിന് ഒരു കുഴപ്പവുമില്ല. ദൈവം അത്ഭുതകരമായി അവിടെ വിടിയിക്കുവാൻ ഇടയായി. എല്ലാവരും കൂടി ആ മരം സൈഡിലേക്ക് മാറ്റി. അങ്ങനെ ഒരു സംഭവമാണ് പീറ്ററച്ചാന്റെ ജീവിതത്തിൽ നടന്നിട്ട് ഇവർ മടങ്ങി വന്ന കാര്യം. എന്നിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തതായിട്ട് ദൈവം എന്നെ ഒരു ദർശനം കാണിക്കുവാൻ ഒരു കാര്യം എന്നെ ഇങ്ങനെ കാണിച്ചു. അവിടെ ആ അപകടം നടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തുന്ന ഒരു സംഭവമാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ചത്. അത് കാര്യം ഞാൻ പീറ്ററച്ചാനോട് പറഞ്ഞു, നിങ്ങളുടെ വണ്ടി അപകടത്തിന്റെ സമയത്ത് ദൈവദൂതൻ മേളിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അവിടെ ഇനി ഒരു അപകടം സംഭവിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അവിടെ ചോര കുടിക്കാൻ ചില ശക്തികൾ കാത്തിരിപ്പുണ്ട്, അവിടെ ഒരു അപകടം അടുത്ത് തന്നെ നടക്കുമെന്ന് പറയുവാനിടയായി. പ്രിയ ദൈവമക്കളെ, അതേപോലെ തന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതേ വഴിയെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുക. അതേ സ്പോട്ടിൽ, ആ മരം വീണ അതേ സ്പോട്ടിൽ തന്നെ 3 പേര് ഒരു ബൈക്കിൽ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പം ഒരു കാറിന് ഇടിച്ചിട്ട് ഒരു മനുഷ്യൻ സ്പോട്ടിൽ പോയി. അടുത്ത മനുഷ്യന്റെ ഒരു കാല് കട്ടായിട്ട് ആ കാലിന്റെ അടിഭാഗം ഈ മുട്ടിന്റെ താഴെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ചോര ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഞങ്ങൾ കാണുന്നത്. അടുത്ത ഒരു മനുഷ്യൻ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ആംബുലൻസിന് ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സീൻ കാണുവാനിടയായി. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കാക്കുന്ന വിധത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്റെ മക്കളെ ചിറകടിയില മറയ്ക്കുന്നത് അനർത്ഥം അസംഖ്യമാണ്. അതിനൊക്കെ ദൈവം വിടിയിക്കുന്ന ദൈവം എന്ന് ഒന്നുകൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി. അങ്ങനെ അനർത്ഥത്തിൽ നിന്നൊക്കെ ദൈവം വിടിയിച്ചു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകുവാനിടയായത്. പീറ്ററച്ചാന് ധർമ്മസ്ഥലത്ത് ഒരു ക്വാർട്ടേഴ്സ് ലഭിക്കുവാനിടയായി. ആ ക്വാർട്ടേഴ്സിൽ അവർക്ക് ഫാമിലി ആയിട്ടാണ് കമ്പൽസറി ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് ക്യാൻസൽ ആവും. അത് പെട്ടെന്ന് കിട്ടിയതാ. അങ്ങനെ ആയതുകൊണ്ട് പീറ്ററച്ചാൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ആരാധന നടക്കുന്നുണ്ട്. അപ്പൊ അന്നേരത്തിന് ഞങ്ങൾ ആരാധനയ്ക്ക് കൊക്കടയിൽ ഒരു സ്ഥലമൊക്കെ മേടിച്ച് പണി നടന്നുകൊണ്ടിരിക്കുക പള്ളിയുടെ. അപ്പൊ എങ്ങനെയാ ഈ ആരാധന നിർത്തിവെച്ച് നമ്മൾ കുടുംബമായിട്ട് ധർമ്മസ്ഥലം പോകുന്നതെന്നുള്ള സംസാരമൊക്കെ ഉണ്ടായി. എന്നാലും അത് ദൈവഹിത പ്രകാരം ഞങ്ങൾ 2007 മെയ് 28 ഞങ്ങൾ ധർമ്മസ്ഥലത്ത് ക്വാർട്ടേഴ്സിലേക്ക് കടന്നു പോകാനിടയായി. അതൊക്കെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ വരികയും ആരാധന നടത്തും. വൈകിട്ട് അങ്ങ് പോകും ധർമ്മസ്ഥലത്ത്. അങ്ങനെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ്
ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന്. അപ്പൊ എനിക്കറിയാം ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് അറിയാം ദൈവമേ, നിനക്ക് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, എന്നെ കർത്താവേ നിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചോ. ഞാൻ വായിച്ച വരങ്ങളിൽ ഒത്തിരി വരങ്ങളുണ്ട്. അതിൽ ശ്രേഷ്ഠമായ വരമാണ് പ്രവചന വരം. അതുകൊണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് കർത്താവേ, എനിക്ക് ഈ പ്രവചന വരത്തെ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചോദിക്കുവാനിടയായി. അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവ് ഒരു കൂട്ടായ്മ, അവിടെ അടുത്ത് തന്നെ ഒരു കൂട്ടായ്മ തുടങ്ങി. ആ കൂട്ടായ്മ ഞങ്ങൾ പോയപ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പ്രവചന വരം തരുവാനിടയായി. ആ പ്രവചനം വരം ലഭിച്ചതിന് ശേഷം ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പെരയടിച്ചുകൊണ്ടിരിക്കുക. പെരയടിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എപ്പോ എന്ത് പറഞ്ഞാലും ഏത് സമയത്താണേലും ഏത് സ്ഥലമാണേലും ഞാൻ ആ പണി അന്നേരം ചെയ്യും. ഞാൻ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ആദ്യം സബ്ജക്റ്റ് ഒന്നും തന്നില്ല. പോയി മുട്ടുമടക്കി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാ കാണിക്കുന്നത്. കാരണം എന്റെ സഹോദരിയോ സഹോദരന്മാരോ ആരും ഞാൻ ഈ ഗോളത്തിലേക്ക് വന്നതിന് ശേഷം യാതൊരു ബന്ധവും ഇല്ല. അവരുടെ മക്കൾ ഇങ്ങോട്ട് വരുവോ വിടുവോ പിറക്കുവോ ഒന്നും ചെയ്യുന്നില്ല. ഒത്തിരി ഞങ്ങൾക്ക് വിരോധമായിട്ട് എല്ലാരും ഞങ്ങളുടെ കുടുംബ സഹിതം ഞങ്ങളെ കണ്ട ദൂരത്ത് നിന്ന് നോക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു ആ സമയം. അങ്ങനെ അവരുടെ വീട്ടിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ നമ്പർ പോലും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ദൈവം ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നത്. അവരുടെ വീട്ടിൽ നടക്കുന്നതായ ഒരു കാഴ്ച ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ദൈവാത്മാവ് എന്നെ കാണിക്കുവാനിടയായി. അപ്പൊ അവരുടെ മകനാണ് വിൻസൻ. വിൻസനാണ് ഇതിലേക്ക് ദാനിയേൽ പാസ്റ്റർക്ക് എന്റെ നമ്പർ തരുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ മകന് ഞാൻ വചനം ഫോണിക്കടെ കൊടുത്ത് ഏതാനും സ്ഥാനപ്പെടുവാനായിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഞാൻ ആ മകനെ വിളിച്ചേച്ച് പറഞ്ഞു, മോനെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു. ആ മകൻ പൊട്ടിക്കരഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞുമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെയും സത്യമാ. എന്റെ മാതാപിതാക്കൾക്കും എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാ കുഞ്ഞുമ്മയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ അവര് വിളിക്കുവാനും അവരെ ബന്ധപ്പെടുവാനും അവരെന്നെ അവരുടെ വീട്ടിൽ വിളിക്കുവാനും അവിടെ ചെന്ന് സുവിശേഷം കൊടുക്കുവാനും അവരുടെ പള്ളി മിറ്റത്താ. ആ പള്ളിയിലെ മെയിൻ കണക്കുകാരനാ എന്റെ ചേട്ടൻ. വളരെ മാത്രം അടുത്ത് യാക്കോബ സഭയോട് അടുത്ത് ചേർന്ന് നിന്ന് ഒരു കുടുംബമാ. ആ ദൈവം അവരെയും വിളിച്ച് വേർതിരിച്ചു. അങ്ങനെ എന്റെ സഹോദരൻ, എന്റെ മാതാപിതാക്കൾക്കൊക്കെ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യാൻ, എന്റെ പിതാവ് മരിച്ചു, എന്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവർക്കൊക്കെ ദൈവവചനം കൊടുക്കുവാനും രക്ഷയുടെ ഭാഗത്തേക്ക് നയിക്കുവാനൊക്കെ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അനേക ഗ്രാമങ്ങളിലൊക്കെയും പോയി സുവിശേഷം കൊടുക്കുവാനും ഹൈന്ദവരെ രക്ഷിക്കപ്പെട്ടു വരുവാനും സ്ഥാനപ്പെടുവാനൊക്കെയും ദൈവം ഇടയാക്കുന്ന അനേക രോഗികളൊക്കെയും സൗഖ്യപ്പെട്ടിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഇരുന്നപ്പോ ധർമ്മസ്ഥലത്ത് മറ്റൊരു കാര്യം നടന്നു. ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ 32 ക്വാർട്ടേഴ്സാ. ഈ ക്വാർട്ടേഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ ലൈനാ. താഴെ 8, മുകളിൽ 8. അപ്പൊ ഈ മേളിലെ നിലയിലാണ് ഞങ്ങള്. അടുത്തത് റോഡ്, നടുക്ക് റോഡ്, അതിന്റെ അപ്പുറത്തും 8, 8, 16 അങ്ങനെ ഒരു ഇങ്ങനെ എച്ച് ഷേപ്പിലാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. അപ്പൊ ഈ ക്വാർട്ടേഴ്സിലുള്ള 32 ക്വാർട്ടേഴ്സിലും ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഞങ്ങളൊരു കുടുംബമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഹൈന്ദവരാ. ഈ ഡിപ്പാർട്ട്മെന്റിൽ 700ഓളം വർക്കേഴ്സ് ഉണ്ട്. ഇതിന് നടുവില് ഞങ്ങൾ ഡിപ്പോയോട് ചേർന്ന ഈ ക്വാർട്ടേഴ്സ് ഉള്ളത്. അപ്പൊ ചായക്കും ചോറിനും ഒക്കെ വരാൻ സൗകര്യത്തിന് വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ഒറ്റപ്പെട്ടതുപോലെ ഇവരുടെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു അത്ഭുതം നടക്കുവാനിടയായി. എന്റെ നേരെ ബാൽക്കണി, എന്റെ ഡോറ് തുറന്ന ബാൽക്കണി, ഈ ബാൽക്കണി നിന്ന ഞങ്ങളുടെ ഈ റോഡിന്റെ അപ്പുറത്താണ് ഇങ്ങനെയുള്ള ക്വാർട്ടേഴ്സുകളോട് ഞങ്ങൾ ഇങ്ങനെ നിന്ന് ക്ഷേമം സംസാരിക്കാറുണ്ട്, കഷ്ടസുഖം ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്റെ നേരെ വീടിന്റെ മുൻവശത്തുള്ള ഒരു സ്ത്രീക്ക് വലിവ് എപ്പോഴും വരാറുണ്ട്. അങ്ങനെ ഞാൻ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ദുഷ്ടശക്തിയൊക്കെ ഇളകിപ്പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാനും, ഇപ്പൊ മൂത്ത മോള് ഡിപ്ലോമ പഠിക്കാനായിട്ട് ഹോസ്റ്റലിലായി. എന്റെ ഇളയ മോളും ഞാനും ഹസ്ബൻഡും മാത്രം ആ ക്വാർട്ടേഴ്സിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് പോയിട്ട് ഒരു 7:30 മണി രാത്രിയായി. ഞങ്ങൾ ബൈക്കിൽ വന്ന് ക്വാർട്ടേഴ്സിലേക്ക് വരുമ്പോൾ ആ സ്ത്രീയുടെ വീടിന്റെ താഴെ ഒരു കൂട്ടം ജനം കൂടിയിട്ടുണ്ട്. ഒരു അംബാസഡർ കാറും വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ വന്ന് ഇവരുടെ അടുത്ത് തന്നെയാ ഞങ്ങൾ വന്ന് നിർത്തിയത്. വണ്ടി നിർത്തി കഴിഞ്ഞപ്പം ഗീത എന്ന് പറയുന്ന സഹോദരിയോട് ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചെന്ന്. അപ്പം നോക്കുമ്പോൾ ഒരു 3-4 പേര് കൂടി ഈ സ്ത്രീനെ ഇങ്ങനെ ശവം ചുമന്നുകൊണ്ട് വരുന്നത് പോലെ മേളിലെ ഫ്ലോറിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ചുമന്ന് കൊണ്ടുവരുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചെന്ന്. ആ സ്ത്രീ മരിച്ചു പോയെന്ന് തോന്നുന്നേ. കാരണം നിങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പം കൈയും കാലും ഇട്ട് അടിക്കുവാൻ തുടങ്ങി. ശരീരമെല്ലാം നീല കളറായി, കണ്ണുകളൊക്കെ മറിഞ്ഞു പോയി. അങ്ങനെ ഒരു അന്തരീക്ഷം കാഴ്ച ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനെ അത് വളരെ മാത്രം ബുദ്ധിമുട്ടുക. അതിന്റെ ഭർത്താവ് ഒരു കണ്ടക്ടറാ. പുള്ളി ദൂരത്ത് റൂട്ടിൽ പോയേക്കുവാ. തന്റെ മക്കൾ 2 പേരുണ്ട്. അവര് ബാംഗ്ലൂരിൽ ജോലിക്കാരാ. ഇതിന്റെ കൂടെ ആരുമില്ല, തന്നെയേ ഉള്ളൂ. അങ്ങനെ അയൽവക്കക്കാരുടെ സഹായത്തോടെയാ ഇത് മരിച്ചതാണെന്ന് പറഞ്ഞ് ഇവര് കൊണ്ടുവന്ന് കാറിൽ കിടത്തി കഴിഞ്ഞപ്പോ ഇവരുടെ ജാതി
അവരുടെ ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുന്നേ കയറാൻ പറഞ്ഞിട്ട് ആരും ഇതിനകത്ത് കയറാൻ കേൾക്കുന്നില്ല. കാരണം ഇതിനകത്ത് കയറാൻ പേടിയാ. കാരണം അവരുടെ കണക്കിൽ ഈ സ്ത്രീ മരിച്ചു പോയതാ. ഇതിന്റെ ഡെഡ് ബോഡിനെ കൊണ്ട് ഇവർക്ക് പോകണ്ടേ, അതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കേൾക്കുന്നില്ല. അങ്ങനെ പീറ്ററച്ചാന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ അവരുടെ ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെങ്കിലും ആ മുന്നിലത്തെ സീറ്റിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മകളെ നീ ഈ ഈ കാറിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പം മരിച്ചു പോയെന്നല്ലേ പറഞ്ഞേ, ഹൈന്ദവരുമാ. അപ്പൊ ഇതിനകത്ത് കയറി ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല, ഇതിനെ സീറ്റിൽ ഇങ്ങനെ കിടത്തിയേക്കുവാ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിലിരുന്ന ബൈബിളും ബാഗും എടുത്ത് പീറ്ററച്ചാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞിനെ വിളിച്ചു, നിങ്ങൾ കയറിപ്പോക്കോ, ഞാൻ എന്നാണെങ്കിൽ ഇവരുടെ കൂടെ പോട്ടെ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെടുവാൻ ഇടയായിരുന്നു. അങ്ങനെ ഞാൻ ഈ സ്ത്രീയുടെ കാറിന്റെ ഡോർ ഇങ്ങനെ തുറന്നേച്ച് ഇരിക്കുവാൻ നോക്കിയപ്പം എനിക്ക് തന്നെ തല പൊക്കാൻ പറ്റുന്നില്ല, അത്ര കനത്തിലാ കിടക്കുന്നത്. ഒരു മരിച്ച ഡെഡ് ബോഡി നമുക്ക് ഒരാൾക്ക് പൊക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം മറ്റൊരു സ്ത്രീയുടെ ഒരു സഹായത്തോടു കൂടി ഈ ഷോൾഡറും കൂടെ പൊക്കിയിട്ട് എനിക്ക് ഇരിക്കാൻ പാകത്തിന് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ ഇരുന്നിട്ട് ഈ ഡോർ അങ്ങ് അടച്ചു. ഡോർ അടച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മരിച്ചു പോയിന്ന്. കാരണം ഈ മരിക്കുന്ന സംഭവത്തെ എന്റെ പിതാവ് പോലും മോശം ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിനകത്ത് യൂറിൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് നടന്നിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റൂല, ഞങ്ങൾക്കാർക്കും ഇരിക്കാൻ പറ്റില്ലാത്തത്രയും വാടയാ ഇതിനകത്ത്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതിനകത്ത് ഞാൻ എങ്ങനെ ഇരിക്കും? എന്നോട് നീ കയറാൻ പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ഞാൻ ഈ കാറിന്റെ ഗ്ലാസ് പയ്യെ ഒന്ന് താത്തേച്ച് മുഖം ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ഞാൻ ഇവര് വണ്ടി വിട്ടു ഇങ്ങനെ അങ്ങ് പോകുകയാ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാനും ഒരു 100-200 മീറ്റർ പോയി കാണും. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇവര് ഹൈന്ദവരാ, ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഈ 700 പേര് ജോലിക്കാരുടെ ഇടയിൽ ഞങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കുന്നു. ഇതെന്തെങ്കിലും സംഭവിച്ചാൽ പോരെങ്കിൽ ഇവിടെ ക്രിസ്തു വിരോധികളുടെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്, ഇത് വലിയ പബ്ലിസിറ്റി ആവുമല്ലോ, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞു. നീ അതൊന്നും ചിന്തിക്കേണ്ട, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി, പിന്നെ ഞാൻ ആത്മാവിൽ ദൈവത്തെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 2 കിലോമീറ്റർ അങ്ങ് പോയപ്പോൾ ഈ സഹോദരി ഒരു ഞെട്ടൽ അങ്ങ് ഞെട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി, ആൾക്കാർ പറഞ്ഞത് വെറുതെ ഇത് മരിച്ചെന്ന്. ഇത് മരിച്ചിട്ടൊന്നുമില്ല, ഇതിന് ജീവൻ ഉള്ളിലുണ്ടെന്ന് എന്റെ ഉള്ളിൽ തോന്നി. ഞാൻ പിന്നെയും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥനയുടെ ഇടയിൽ ഏതാനും ഒരു 2 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോയി പെട്ടെന്ന് ഈ സ്ത്രീ ചാടി അങ്ങ് എഴുന്നേറ്റു. ഞാൻ തന്നെ പേടിച്ചു പോയി. അങ്ങനെ ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ഇതിനെ ആദ്യം പറഞ്ഞ ഒരു കാര്യമാ, ഈ ലാലി പ്രാർത്ഥിക്കുന്നത് എന്റെ ഉള്ളിൽ എനിക്ക് കേൾക്കാമായിരുന്നു. ഈ ലാലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇവരിൽ നിന്നൊരു തീ എന്റെ മേളിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ ഈ സ്ത്രീനെ തട്ടി പുറത്തോട്ടിടാൻ ഞാൻ കൈ എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് കൈ വരുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു അനുഭവമായി. ഈ സ്ത്രീ പ്രാർത്ഥിച്ചു, എനിക്ക് എന്തോ സൗഖ്യമായിട്ടുണ്ട്, ഡ്രൈവറെ നീ വണ്ടി തിരിക്ക്, എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പറയാൻ ഇടയായി. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആ മുന്നിൽ ഇരുന്നതായ ആ ജോലിക്കാരനും പോലും അവന് ഞെട്ടലുണ്ടായി. ഇങ്ങനെ ഒരു അത്ഭുതമോ, ഇതൊക്കെ ഇങ്ങനെ നടക്കുമെന്നുള്ള ചിന്തയിൽ അവൻ ചിന്തിച്ചുകൊണ്ട് അവൻ മൗനമായിട്ട് തന്നെ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, എന്നാണേലും സഹോദരി, നിങ്ങൾക്ക് ബിപിയും ഷുഗറും വീസിങ്ങിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതല്ലേ, എന്നാണേലും നമുക്കൊന്ന് ആശുപത്രി പോകാമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അവരുടെ മൂത്ത മകൻ അവിടെ ഹോസ്പിറ്റലിലേക്ക്, അവന്റെ ഒരു കൂട്ടുകാരനാ ഡോക്ടർക്ക് വിളിച്ചു പറഞ്ഞു, എന്റെ അമ്മേനെയും കണ്ട് ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്റെ അമ്മേനെ ഇന്ന് വന്നാൽ എന്നാണേലും ഇവിടെ കിടത്തിക്കോ, കാലത്ത് ഞാൻ അങ്ങ് എത്തിയേക്കാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ വേഗം വണ്ടിയിലേക്കാണ് കയറ്റി കിടത്തിയത്. കാരണം ഇത് തുണിക്കകത്ത് മോശനും മൂത്രവും ചെയ്തത് കൊണ്ട് ഇതിന് അവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ അവർ ആദ്യം കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാ ടെസ്റ്റും അവിടെ നടത്തി. പ്രിയ ദൈവമക്കളെ, ഒരു പോറൽ പോലും ഇല്ലാതെ ബിപി, ഷുഗർ ഇതെല്ലാം നോർമൽ, ഒരു രോഗം ആ സ്ത്രീക്കില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഞാൻ വേറെ ഒരു സ്ത്രീ പുറകെ പിന്നെ ബസ്സിന് കയറി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ത്രീനെ അവിടെ ഏൽപ്പിച്ചു ഞാൻ ഭവനത്തിലേക്ക് വന്നു. അങ്ങനെ പിറ്റേ ദിവസം ഈ സ്ത്രീയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ ഇത് ക്വാർട്ടേഴ്സ് മൊത്തം പബ്ലിസിറ്റി ആയി. ലാലി പ്രാർത്ഥിച്ചു, അവരുടെ യേശു ആ സ്ത്രീയെ സൗഖ്യമായിന്ന്. ഈ കേട്ടിരുന്ന സഹോദരൻ ഡിപ്പോയിൽ ചെന്ന് പറഞ്ഞു, പീറ്ററിന്റെ വൈഫ് പ്രാർത്ഥിച്ചു, സുലോചന എന്ന ആ സഹോദരിയുടെ പേര്, ആ സുലോചന ആന്റി സൗഖ്യമായി എന്ന് പറഞ്ഞു ഡിപ്പോയിലെല്ലാം പബ്ലിക്കായി. അങ്ങനെ പബ്ലിക്കായി അങ്ങനെ വളരെ മാത്രം ഹൈന്ദവക്കാർക്ക് ഒരു ഭയം തോന്നി. കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് അവർ അനേകരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു അത്ഭുതം അവരുടെയൊക്കെ ജീവിതത്തിൽ കേൾക്കുന്നത് ആദ്യമായിട്ടാ. അങ്ങനെ അവർ ഞങ്ങളെ ഒരു ദൈവത്തെ പോലെ കാണുവാനിടയായി. ആ ക്വാർട്ടേഴ്സിൽ ഒരു 32 ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ ബാക്ക്
നാച്ചുറലായിട്ട് ഒന്നോ രണ്ടോ ഇത് പെൺകൊച്ചുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ വീടുകളിൽ ഞാൻ കയറി ഇറങ്ങി സുവിശേഷം കൊടുത്തു. കാരണം കർത്താവിന്റെ ന്യായവിധിയിൽ എന്റെ അയൽവക്കംകാർ പറയും, ആ യേശുവിനെ എനിക്ക് അറിയത്തില്ല എന്ന്. എനിക്കത് കേൾക്കുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എന്റെ അയൽവക്കത്ത് ആരുണ്ടോ ഞാൻ അവരോട് സുവിശേഷം പറയും. ബസ് യാത്ര ചെയ്താലും ഞാൻ അങ്ങനെ പറയും. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുവാനിടയായി. എനിക്ക് സന്തോഷത്തോടെ സുവിശേഷം പറയാനുള്ള വാതില് ദൈവം തുറന്നു തരുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത അത്ഭുതം. ഒരു മാസത്തിൽ തന്നെ 3 അത്ഭുതമാണ് നടന്നത്. ഇത് ഹൈന്ദവരുടെ ഇടയ്ക്കല്ലേ, അവരുടെ വിശ്വാസം അങ്ങനെ വലിയതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാറിൽ യാത്ര ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വന്നതായ ആ സഹോദരന്റെ ആദ്യത്തെ കൊച്ചിന്റെ 2ാമത്തെ ബർത്ത്ഡേ. അപ്പൊ ആ ക്വാർട്ടേഴ്സിലുള്ളവരെല്ലാം ഒരു വീട് പോലെ ഉള്ളതുകൊണ്ട് എല്ലാവരെയും ആ ബർത്ത്ഡേക്ക് ക്ഷണിച്ച് ഞാൻ എന്റെ പണികളൊന്ന് ഒന്ന് വിസിറ്റ് കൊടുത്തിട്ട് വരാന്നുള്ള പ്ലാൻ. ഞാൻ പെട്ടെന്ന് എന്റെ പണികൾ തീർത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ ഓടി എന്റെ വീട്ടിലേക്ക് കയറി വന്നു. ആന്റി ഓടി വരണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. നിങ്ങളൊന്ന് വാ എന്ന് പറഞ്ഞു. ഞാനപ്പോ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഓടി എന്റെ ഇട്ടിരുന്ന നൈറ്റിയോട് കൂടി ഞാൻ ചെന്നപ്പോ എന്നാ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ വീട്ടിൽ അനേകര് അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് കേക്കും ഇതിനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു, ബലൂൺ എല്ലാം കെട്ടുന്നു, ഡെക്കറേഷൻ ഒക്കെ ആക്കി എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആരോ ഒരു ചോക്ലേറ്റ് ആ കൊച്ചിന് കൊടുക്കുവാനിടയായി. അത് കട്ടിയുള്ള ചോക്ലേറ്റാ. ഈ കൊച്ചിന്റെ തൊണ്ടയിൽ അത് കുടുങ്ങിയിട്ട് അവര് എല്ലാം നോക്കി, അതിനെ കമത്തിയിട്ടൊക്കെ തട്ടി നോക്കി, പിന്നെ തൊണ്ടയൊക്കെ തിരുമ്മി നോക്കി, വെള്ളം കുടിക്കുവാൻ കൊടുത്തു നോക്കി, വെള്ളം തിരിച്ചു വരുവാൻ. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്നാന്ന് വെച്ചാൽ കുഞ്ഞിങ്ങനെ കണ്ണു മുഴിപ്പിച്ച് വെപ്രാളം പിടിക്കുന്ന ഒരു സീനാ ഞാൻ കാണുന്നത്. അവരുടെ മാതാപിതാക്കൾ പൊട്ടി കരയുന്ന ഒരു സീനാ ഞാൻ കാണുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ജാതികൾ നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഒത്തിരി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഈ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനത്തെ സ്പോട്ടുകൾ വരും, എന്റെ ദൈവം എന്നെ നിറയ്ക്കുവാനിടയാവും. അങ്ങനെ ഞാൻ ധൈര്യത്തോടെ ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ധൈര്യപ്പെടുന്നു പറഞ്ഞു. ഞാൻ ചിരിച്ച മുഖത്തോടെ ഞാൻ അവരോട് പറയാനിടയായി. എന്നിട്ട് ഞാൻ യേശുവിന്റെ നാമം പറഞ്ഞ് ആ കൊച്ചിന്റെ തൊണ്ടയിലേക്ക് ഇങ്ങനെ കൈ അങ്ങ് വെച്ചു. പെട്ടെന്ന് നിമിഷ നേരത്തിൽ ഒരു ചുമ വരാനും ആ ചോക്ലേറ്റ് തെറിച്ചു പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവം ജാതികളുടെ ഇടയിൽ ക്രിസ്തുവിനെ ഉയർത്തുവാനുള്ള എല്ലാ വഴികളും ദൈവം എന്റെ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് സുവിശേഷം പറയാൻ അവസരങ്ങൾ ശക്തിയായി തുറക്കുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ തന്നെ ഞാൻ സ്നേഹിക്കുന്ന ഒരു സഹോദരിയുണ്ട്. എല്ലാം കഷ്ടസുഖം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സഹോദരി ഏതാണ്ട് 2 മാസമായിട്ട് പുറത്ത് കാണാറില്ല. അങ്ങനെ ഞാൻ എവിടെയോ പോയിച്ചു വരുമ്പോ ഈ സഹോദരി അവരുടെ വീട് താഴത്തെ നിലയാ, ഇതിന്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ വണ്ണം ഉണ്ടായിരുന്ന സ്ത്രീയാ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആരോടും പറയരുതെന്ന് പറഞ്ഞു. എന്താ സംഭവം? എന്നോട് പറഞ്ഞു, എനിക്ക് രക്തസ്രാവമായിട്ട് 2 മാസമായി, എന്റെ ഗർഭകോശം തീരെ കട്ടിയില്ല. അങ്ങനെ ഞാൻ ഇവിടെയുള്ളവർ അറിയാതിരിക്കാൻ ഞാൻ അതിരാവിലെ 3:30-4 മണിക്ക് ഞങ്ങൾ റിക്ഷയാക്കി ഹോസ്പിറ്റലിൽ പോയി. ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്ന് ഗർഭകോശം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയില്ലേ, നിങ്ങളുടെ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഇത് സൗഖ്യമാകത്തില്ലേ, ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാ നിങ്ങളെ നോക്കി നിന്നെന്ന് പറയാൻ ഇടയായി. അങ്ങനെ അവർ എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ കയറി വന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ അശുദ്ധിയുള്ളവളാ, അതുകൊണ്ട് എന്റെ വീട്ടിൽ ഞാൻ ആരെയും കയറ്റാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ തോന്നും. ഞാൻ പറഞ്ഞു, ഇത് എന്റെ കണക്കിൽ എന്റെ കർത്താവായ യേശുക്രിസ്തു വെച്ച ഒരു നിയമമാ, ഇത് എനിക്ക് അശുദ്ധിയല്ല. നിങ്ങൾ ഒരു പണി ചെയ്യുക, എന്റെ വീട്ടിലേക്ക് പോരെ, എന്റെ വീടൊന്നും അശുദ്ധിയാവത്തില്ലെന്ന് പറഞ്ഞു. ശരി, എങ്കിൽ ഞാൻ പിന്നെ വന്നേക്കാന്ന് പറഞ്ഞു. ഏതാനും 9 മണി രാത്രിയായപ്പോൾ അവൻ എന്റെ വീട്ടിൽ കയറി വന്നു. പീറ്റർച്ചാൻ ഡ്യൂട്ടിയില്ല, എന്റെ കുഞ്ഞുങ്ങൾ അപ്പുറം ബെഡ്റൂമിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുവാനിടയായി. യേശുവിന്റെ മുഖാന്തരമേ സൗഖ്യം നടക്കത്തുള്ളൂ. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വിടുതലും സംഭവിക്കത്തുള്ളൂ. എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ ദൈവം എന്നെ ഒരു മുഖാന്തരമാക്കി മാത്രം വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് ഈ രാത്രികാലം നിങ്ങൾക്ക് വിടുതൽ സംഭവിക്കുമെന്ന് പറയുവാനിടയായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ മുട്ടുമടക്കി ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ആ സ്ത്രീയുടെ തോളിൽ തൊട്ട് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ തോളിൽ ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ഞെട്ടലിൽ ഞെട്ടി. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഞാൻ കാറിൽ കൊണ്ടുപോയപ്പോൾ ആ മരിച്ചുപോയെന്ന് പറഞ്ഞ സ്ത്രീ ഒരു ഞെട്ടൽ ഞെട്ടി, അതേ ഞെട്ടല ഈ സ്ത്രീയും ഞെട്ടിയത്. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് നടക്കുന്നുണ്ടെന്ന് വ്യക്തമായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒരു കാര്യം പറഞ്ഞു, പ്രിയ ലാലി, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തീ എന്റെ മേളിൽ വന്നു. ഞാൻ നിന്റെ കൈയെ തട്ടി എറിയണമെന്ന് എനിക്ക് തോന്നി, പക്ഷെ എന്റെ കൈക്ക് അത് ബലമില്ലാതെ പോയി. ആ തീ എന്റെ മേളിൽ വരികയും അത് തന്നെയല്ല,
ആ ഒഴുകിക്കൊണ്ടിരുന്ന രക്തസ്രാവം ഇപ്പൊ തന്നെ എനിക്ക് വിട്ടുപോകുവാൻ ഇടയായി. കംപ്ലീറ്റ് ആയി നിന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായെന്ന് പറയുവാൻ ഇടയായി. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഒരു വിടുതൽ ആ ഭവനത്തിനകത്ത് വെച്ച് നടക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എവിടെ പോയാലും, ഞങ്ങൾ സുവിശേഷത്തിന് ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയാൽ എൻ്റെ കുഞ്ഞ് തന്നെയാണേലും എൻ്റെ കുഞ്ഞിനെ സംരക്ഷണത്തോടെ നോക്കുവാൻ ദൈവം കഴിഞ്ഞ എൻ്റെ അയൽവക്കംകാരാ. ഞാൻ അങ്ങ് ഇട്ടിട്ട് പോകുമായിരുന്നു, അവർ നോക്കിക്കൊള്ളുമായിരുന്നു. ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ എൻ്റെ വീട്ടിലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ കൊണ്ട് കൊടുക്കുമായിരുന്നു. എൻ്റെ അയൽവക്കംകാർ ഹൈന്ദവരാണെങ്കിലും നല്ല ഒരു സ്നേഹിതന്മാരായിരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതങ്ങളുടെ അവിടെ നടക്കുവാനായി ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പല മേഖലയിലേക്ക് ഞങ്ങളെ നയിച്ചു. 2019 ഞങ്ങള് ഒരു സഭ IPCയുടെ ഒരു സംഘടനയിൽ, ഞങ്ങൾ IPC വീട്ടിൽ ആരാധന തുടങ്ങിയതും IPCയുടെ സംഘടനയിൽ ഞങ്ങൾ പിന്നെ ചേർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ആരാധന തുടങ്ങി. അവിടെയൊക്കെ ക്രിസ്തു വിരോധികളാൽ ഞങ്ങൾ പിടിക്കപ്പെടുകയും സ്റ്റേഷനുകളൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദൈവം അതിൽ നിന്നൊക്കെ അത്ഭുതരായി വിടിയിച്ചു. സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇനി ദീർഘിപ്പിക്കുന്നില്ല. കാരണം എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ദൈവം ഉപയോഗിക്കുന്നത് ഇങ്ങനെയാ. എന്നെ കേൾക്കുന്ന പ്രിയ ജനത്തിനോട് എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ. നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ വിശ്വസ്തരായി നിൽക്കുമെങ്കിൽ ദൈവം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദായ സമയത്ത് ചെയ്യേണ്ടിടത്ത് തന്നെ ദൈവം ചെയ്തിരിക്കും എന്നുള്ള അനുഭവമായി എൻ്റെ ജീവിതത്തിലുണ്ടായ. നമ്മൾ ഒരിക്കൽ ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ നമ്മൾ പിന്മാറില്ല. കർത്താവിന്റെ വചനം പറയുന്നു, കളപ്പയ്ക്ക് കൈവച്ചിട്ട് പിറകോട്ട് നോക്കുന്നവൻ എനിക്ക് യോഗ്യനല്ലെന്ന്. ഒരിക്കലും നമ്മൾ പിറകോട്ട് നോക്കുവാൻ ഇടയാകല്ലേ. നമ്മുടെ ബലഹീനത നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാ. പ്രാർത്ഥനയിൽ സാധിക്കാത്ത കാര്യമൊന്നുമില്ല. വിശ്വസിച്ചാൽ നടക്കാത്ത അത്ഭുതമില്ല. ആരാധിച്ചാൽ അഴിയാത്ത ബന്ധനമില്ല. സ്തുതിച്ചാൽ വീഴാത്ത മതിലുകളില്ല. ആമേൻ, സ്തോത്രം. എനിക്ക് ഒന്നേ നിങ്ങളോട് പറയുവാനുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ആ അത്താഴം കഴിക്കുവാൻ നമ്മളൊന്ന് വാതിൽ തുറന്നു കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ദൈവമൊന്ന് പ്രവർത്തിക്കട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുകയില്ല. നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവസനിൽ ഒന്ന് അടുത്ത് ചെല്ലണം. അങ്ങനെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കത്തുള്ളൂ. ഇന്നത്തെ പെന്തക്കോസ്ത് ഗോളത്തിൽ എന്നാന്ന് വെച്ചാൽ കാര്യത്തിന് വേണ്ടി ദൈവത്തിന്റെ അടുക്ക ചെല്ലും, അത് കഴിയുമ്പോൾ പിന്മാറിപ്പോവും. ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിന്റെ ഹൃദയം എന്റെ ആലയമാണ്, എന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്ന് നിനക്കറിയത്തില്ലയോ? എന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നതിന് ഞാനും നശിപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളറയിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കണം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മടക്കി അത് പിടിച്ചുകൊണ്ട് മടക്കി വരണം. ദൈവസേനയിൽ നമ്മൾ ബലത്തോടെയും വിശ്വാസത്തോടെ നിൽക്കണമെങ്കിൽ പ്രാർത്ഥനയാകുന്ന ആയുധവും വചനമാകുന്ന വാളും നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കർത്താവിന് വേണ്ടി ഉറച്ചും ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിൽക്കുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഒരു അനുഭവങ്ങളെ സാക്ഷ്യങ്ങളെ പറഞ്ഞ് ഞാൻ ഇരുന്നു കൊള്ളാം. എൻ്റെ തലമുറകളോട് സാത്താൻ വളരെ മാത്രം എൻ്റെ മുന്നിൽ വന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. നീ അവിടെ പോയി പ്രാർത്ഥിച്ചു, ഇവിടെ പോയി ഒക്കെ പ്രാർത്ഥിച്ചു, ശരിയാ, എന്റെ തലമുറയെ വാഴിക്കാൻ ഞാൻ വിടത്തില്ലെന്ന് അങ്ങനെ പലവട്ടം എന്നോട് വാദിച്ച് ഞാൻ അതൊക്കെയും മൽപ്പിടുത്തം പിടിക്കുന്നത് പോലെ ഞാനും ദുഷ്ടനുമായിട്ട് മൽപ്പിടുത്തം പിടിച്ചു. അങ്ങനെ ലാസ്റ്റ് ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എൻ്റെ മൂത്ത മകളുടെ വിഷയത്തിൽ. എൻ്റെ മൂത്ത മകള് MTech പഠിച്ചുകൊണ്ടിരിക്കുക മംഗലാപുരത്ത്. അപ്പം എൻ്റെ മകൾ ഹോസ്റ്റലിൽ നിന്ന് 2 ബസ് മാറിയിട്ട് വേണം കോളേജിലേക്ക് പോകാൻ. അവരുടെ PGയിലല്ല, പ്രൈവറ്റ് ആയിട്ടൊരു PGയിലാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഫൈനൽ എക്സാമിന്റെ സമയത്ത് ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ മകൾക്ക് അപകടം സംഭവിക്കാൻ പോവുക, അതുകൊണ്ട് നീ കണ്ണുനീരോടെ ദൈവസനിലിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞാൻ മണിക്കൂറോളം ദൈവസനിലിരുന്ന് മുട്ടുമടക്കി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. കുഞ്ഞിന്റെ വലിയ പരീക്ഷയാ, അത് തീരാൻ പോകുന്ന എക്സാമാ ആ സമയങ്ങളിൽ. അങ്ങനെ ഞാനിങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദുഷ്ടനായ സാത്താൻ എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, നിന്റെ തലമുറ ഇത്തവണ പരീക്ഷ എഴുതത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ആരിത് പറയുവാൻ? എന്നെ ഇവിടം വരെ എത്തിച്ച ദൈവം, എന്നിൽ വസിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ ദൈവം തന്നെയാ എന്റെ തലമുറയെ കാക്കുന്നത്. ആ ദൈവം തന്നെയാ എന്റെ തലമുറയെ പോറ്റുന്നത്. ആ ദൈവം ആ കുഞ്ഞിനോട് കൂടിയിരിക്കും. നിനക്ക് എന്റെ മേലോ എന്റെ തലമുറ മേലോ അവകാശം പറയുവാനോ തകർക്കുവാനോ നിനക്ക് സാധിക്കത്തില്ല. ഞാനാണ് പറയുന്നത്, എന്റെ യേശുവിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞ് പരീക്ഷ എഴുതിയിരിക്കുന്നു. അങ്ങനെ ഞാനും സാത്താനുമായിട്ട് സംസാരങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞ് ഇവൻ അങ്ങ് മടങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം അപ്പൊ അന്ന് രാത്രിയിൽ വിളിച്ചപ്പോ കൊച്ചിന് ഈ PGയുടെ അകത്ത് നെറ്റ്വർക്ക് കിട്ടത്തില്ല. പിറ്റേ ദിവസം ഏതാനും 9 മണിക്ക് ശേഷം കുഞ്ഞ് പുറത്തു വരും. ഇങ്ങനെ പോകാനായിട്ട് വേഗം അങ്ങ് പോകും. 2 മണിക്കാണ് എക്സാം. അപ്പൊ ഇങ്ങനെ പോകാനായിട്ട് മോള്
ഒരുങ്ങി എല്ലാം ഇങ്ങനെ ഇച്ചിരി നടന്ന് വന്നിട്ട് വേണം ബസ്സിന് കയറാനായിട്ട്. ജ്യോതി എന്ന് പറയുന്ന കങ്ങനാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ജ്യോതിയിലേക്ക് കയറിയിട്ട് ജ്യോതി എന്ന് വേണം പിന്നെ അങ്ങ് എയർപോർട്ട് റോഡിലുള്ള കോളേജിലേക്ക് പോകാൻ 2 ബസ് മാറണം. അപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ ഞാൻ കുഞ്ഞിനെ വിളിച്ചു. കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, പക്ഷെ ഇതിങ്ങനെ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, മോളെ 2 ബസ് മാറി കയറണമല്ലോ. അപ്പൊ ഈ പ്രൈവറ്റ് ബസ്സുകാർ കയറുന്നതിന് മുപ്പാട് തന്നെ വണ്ടി വിടും, ഇറങ്ങുന്ന മുപ്പാട് തന്നെ വണ്ടി വിടും. അവർ അത്ര ഫാസ്റ്റാ. അപ്പൊ ഞാൻ കൊച്ചിനോട് പറഞ്ഞ, മാൻ സൂക്ഷിച്ചു വേണം ബസ്സിൽ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യാൻ, സൂക്ഷിച്ചു വേണം റോഡ് ക്രോസ് ചെയ്യാൻ. ജ്യോതിയിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം. പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നതല്ലേ, കുറച്ചുകൂടെ സൂക്ഷിച്ചോട്ടെ, മമ്മി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ കൊച്ചിനോട് ഇത് പറഞ്ഞ് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ഒന്നുകൂടെ പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അടുത്തത് ഞാൻ പിന്നെയും പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വന്നത്, കൊച്ചിന്റെ കോളാ. അപ്പൊ എനിക്ക് മനസ്സിലായി, കാരണം ഒന്നുമില്ലെങ്കിൽ എന്റെ കൊച്ചു അങ്ങനെ പെട്ടെന്ന് ഇടയ്ക്കൊന്നും വിളിക്കുകയില്ല. ഞാൻ പെട്ടെന്ന് ഫോൺ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എടുത്തു. എന്താ മോളെന്ന് ചോദിച്ചു. മമ്മി, എനിക്ക് അപകടം സംഭവിച്ചു. എങ്ങനെയാന്ന് വെച്ചാൽ ഈ കങ്ങനാടിന്ന് ജ്യോതി ചെന്നിറങ്ങിയിട്ട് ട്രാഫിക്കിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതിന്റെ ഇടയ്ക്കൂടെ കൊച്ചു റോഡ് ക്രോസ് ചെയ്തപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു ഓട്ടോറിക്ഷക്കാരൻ നിർത്താതെ വന്ന അവന്റെ സ്പീഡില ഒരൊറ്റ ഇടി അങ്ങ് ഇടിച്ചു. കൊച്ചു ഇങ്ങനെ മലന്നടിച്ചു വീണു. തന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്കും മൊബൈലുകളും വാട്ടർ ബോട്ടിലുകളും ഇതെല്ലാം തെറിച്ചുപോയി. കുഞ്ഞിന്റെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ മുറിവുകളായി. ഈ ചെള്ളയടിച്ച വീണ് ചെള്ളയ്ക്കും കൈക്കും ഒക്കെ ബുദ്ധിമുട്ടായി. അങ്ങനെ ഓട്ടോക്കാരും ആൾക്കാരും ഒക്കെ പറഞ്ഞു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊച്ചിന് 2 മണിക്കത്തെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. കുഞ്ഞ് പറഞ്ഞു, എനിക്കൊന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞ് അവർ പറക്കി കൊടുത്ത സാധനം എല്ലാം കൈ പിടിച്ച് അപ്പുറത്തെ സ്റ്റാൻഡിൽ വന്നേച്ചാ എനിക്ക് ഈ വിളിക്കുമ്പോൾ എന്നോട് പറയും, എന്നെ കിളികില വിറയ്ക്കുവാ മമ്മി, എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, നീ ശാന്തമാകെ, ഒരു കുഴപ്പവും നിനക്ക് സംഭവിച്ചിട്ടില്ല. നീ അടുത്ത ബസ് കയറി ഇരുന്നതിന് ശേഷം ഇച്ചിരി വെള്ളം കുടിക്ക്. പിന്നെ 3/4 മണിക്കൂർ യാത്രയുണ്ട് കോളേജിലേക്ക്. അവിടെ ചെന്നിരുന്നിട്ട് കൊച്ചെപ്പോഴും അത് പഠിക്കുന്ന ഒരു ശീലമുള്ള, കുറച്ചുകൂടി പഠിച്ചിട്ട് എക്സാമിന് കയറുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ബസ്സിൽ കയറി ആ കോളേജിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്ക്, ഞാൻ ഫോണിൽ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കോളേജിൽ ചെന്ന് അവിടെ ഇറങ്ങി, അവിടെ ഒരു ഗാർഡൻ ഉണ്ട് ഇരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കൊച്ചെന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, മമ്മി, എന്റെ കൈവെള്ളയും പേന പിടിച്ചെഴുതുന്ന വിരലുകളൊക്കെ ഇങ്ങനെ നീര് വെത്തി, അതൊക്കെ ബ്ലാക്ക് കളർ ആയിരിക്കുക. കൈയും കൊണ്ട് എനിക്ക് പേന പിടിച്ച് 3 മണിക്കൂറൊന്നും എന്നെ കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാതെ ഞാൻ ഇരിക്കുക. എനിക്ക് വായിക്കാനൊന്നും പറ്റുന്നില്ല. എന്തൊക്കെയോ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നീ പരീക്ഷ എഴുതും. ഞാൻ നിന്നോട് ഒന്ന് പറയാം, നീ പരീക്ഷ എഴുതും. പ്രാർത്ഥിക്കാന്ന് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോള് ധൈര്യമായിട്ട് വായിക്കാതെ വേണമെന്നിരുന്നോ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സ്തോത്രം പറഞ്ഞിട്ട് എഴുതാൻ തുടങ്ങിച്ചു. നിനക്ക് എഴുതാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നല്ല ഭംഗിയായിട്ട് ആ പരീക്ഷ ഹാളിൽ കയറുകയും ആ പരീക്ഷ എഴുതുകയും ആ പരീക്ഷയിൽ ഏറ്റവും ടോപ്പ് മാർക്ക് ആ കുഞ്ഞിന് ലഭിക്കുകയും ചെയ്തു. ആ വർഷം കുഞ്ഞ് ജയിച്ച്. എല്ലാ വർഷവും എന്നെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ നല്ല മിടുക്കരാ. ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ടാ മോള് പുറത്തിറങ്ങിയത്. സാത്താൻ നമ്മളെ പലപ്പോഴും വെല്ലുവിളിക്കും, തലമുറകളെ വെല്ലുവിളിക്കും. നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമുക്ക് അനേകമാണ്. എന്നാൽ തളർന്നു പോകല്ലേ, വീണ് പോകരുത്. അവനോട് ജയിച്ചു നിൽക്കാൻ സർവായുധം ധരിക്കുന്ന മാത്രമേ ഉള്ളൂ. എന്താ, ഒന്നാമത്തെ നമ്മൾ പ്രാർത്ഥന, അതിനോടൊപ്പം നമുക്ക് വിശ്വാസവും ധൈര്യവും വേണം. അതുണ്ടെങ്കിൽ മാത്രമേ സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ പറ്റത്തുള്ളൂ. പിന്നെയും നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ അവസരം തന്നതായ അരോമ ടിവിയോടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ എല്ലാ ഭാരവാഹികളും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതേപോലെ ദൈവദാസനും ഹൃദയംഗമായ നന്ദി കരയറ്റുകയാണ്. ദൈവം ധാരാളമായി ദൈവദാസനെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ നല്ല ദൈവമേ, നല്ല ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നല്ലോ. അതിനായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഈ കേട്ടതായ ആമേൻ കർത്താവെ സാക്ഷ്യം, ഇത് കേൾക്കുന്നതായ കാതുകള്, ആമേൻ ഹൃദയങ്ങള്, കർത്താവെ അവരുടെ ഓരോരുത്തരും ജീവിതത്തിന് ആമേൻ അനുഗ്രഹത്തിനും ശക്തി പ്രാപിക്കേണ്ടതിനും ബലത്തിൽ നിൽക്കേണ്ടതിനും നിത്യരാജ്യത്തിന് അവകാശി ആക്കി തീർക്കേണ്ടതിനും സ്വർഗത്തിലെ അപ്പച്ചൻ ഇടയാക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷി ഒന്നും വ്യർത്ഥമാകല് കർത്താവെ. എൻ്റെ കർത്താവിന്റെ നാമം മാത്രം ഉയരട്ടെ കർത്താവെ. ഹല്ലേലൂയ. ഈ അരോമ ടിവിയുടെ ഹല്ലേലൂയ, ഈ ഭാരവാഹികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് സമൃദ്ധിയിലേക്ക് നയിക്കണം കർത്താവെ.
കർത്താവിന്റെ ആമേൻ നാമത്തെ വിസ്തരിക്കുവാൻ ഇതൊരു നിമിത്തമാക്കി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇതിനകത്ത് ചില അത്ഭുതങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ദൈവദാസനായ സ്തോത്രം, കുടുംബത്തിനായ സ്തോത്രം, കുടുംബമായി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ മേഖലകളിലും എന്റെ ദൈവം ഇവരെ പരിപാലിക്കണം. ആമേൻ. ലജ്ജിച്ചു പോകുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കലെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എന്തുകൊണ്ടെന്നാൽ അവനിലേക്ക് നോക്കിയ ഒരു പ്രകാശിതരായി ഹല്ലേലൂയ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ലജ്ജിക്കാത്തവണ്ണം ദൈവം നടത്തുന്ന ദൈവം, ആമേൻ, നിർത്തുന്ന ദൈവം എന്റെ ദൈവമായിരിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞാൻ അടികളെ തന്നെ താഴ്ത്തുകയാണ് കർത്താവ്. ഒരിക്കൽ കൂടി എല്ലാവരും ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലാലി പീറ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. എത്ര ശ്രേഷ്ഠകരമായ അനുഭവങ്ങളാണ് ദൈവം തൻ്റെ മക്കൾക്ക് നൽകിത്തരുന്നത് എന്നോർത്തിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, പലപ്പോഴും പലരും കാണുന്നതും വ്യക്തിപരമായി മനസ്സിലാക്കുന്നതും നമ്മുടെ ജീവിതത്തിലുള്ളതായ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണ് ഏറ്റവും നല്ല ദൈവത്തിൻ്റെ ദാനം എന്ന് പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. വാസ്തവത്തിൽ അതൊക്കെ ജീവിതത്തിൽ നശിച്ചു പോകുന്നതാണ്, മാറിപ്പോകുന്നതാണ്. എന്നാൽ മറക്കാത്ത ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തിൻ്റെ ആ ദാനങ്ങൾ അതൊരു അനുഗ്രഹങ്ങളായി സ്വീകരിച്ചുകൊണ്ട് അത് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നാം വിനിയോഗിക്കുന്നുവെങ്കിൽ ശരിക്കും അത് വലിയൊരു സന്തോഷകരമായ അനുഭവം അതിലൂടെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ ദാസി വാത്സല്യ മാതാപിതാക്കന്മാരെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് അവര് പിഴുതു നട്ടപ്പെട്ടതുപോലെയുള്ള ജീവിതാനുഭവങ്ങൾ അവർക്കുണ്ടായി. അവരുടെ തലമുറകൾ ഇന്ന് വ്യത്യസ്ത നിലകളിൽ അവിടെ നിലകൊള്ളുമ്പോൾ അതിൽ ഒരാളിനെ കർത്താവ് തനിക്ക് വേർതിരിച്ചു. പ്രിയ കർത്താവിൻ്റെ ദാസി അതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. വളരെ ചെറുപ്പം മുതൽ തന്നെ പല വിധത്തിലുള്ളതായ പൈതൃകങ്ങളെയും വിരക്തിയോടുകൂടി അതിനെ ഒഴിവാക്കി, അതിനേക്കാൾ ഉപരിയായി കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധവും ഒരു കൂടുതലുള്ളതായ ഒരു സ്നേഹവും ദൈവത്തോടുള്ളതായ ഒരു കൂട്ടായ്മയും ഒക്കെ വളരെ ചെറുപ്പം മുതൽ തന്നെ വെച്ച് പുലർത്തുവാനിടയായി തീർന്നു. ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം പുലർത്തി. വളർന്നു വന്ന ജീവിത സാഹചര്യത്തിൽ പിന്നത്തേതിൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. ആദ്യം തന്നെ ആഗ്രഹിച്ചു ഒരു മഠത്തിൽ അമ്മയായിട്ട് പോകണമെന്ന്. അത് സാധിക്കത്തില്ല എന്ന് വന്നപ്പോൾ ഒരു അച്ഛൻ്റെ ഭാര്യയാകാം എന്ന് വിചാരിച്ചു. അതും സാധിക്കാതെ വന്നപ്പോൾ എന്നാൽ ഇനി ദൈവഹിത പ്രകാരം ആകട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പീറ്റർ ചായൻ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പിന്നെ അദ്ദേഹത്തോട് ഒരുമിച്ചുള്ളതായ ആ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെതായ ഒരു അനുഭവം ജീവിതത്തിൽ കടന്നു വന്നു. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ, ഒരു കൂട്ടായ്മ, ഒരു സമർപ്പണ ജീവിതം ജീവിതത്തിലുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം അവിടെ നിന്ന് ലഭിച്ചു. പിന്നീട് ഇങ്ങോട്ട് അത്ഭുതങ്ങളുടെ പെരുമഴ എന്ന് വേണം പറയാൻ. ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ. അത് ഓരോന്ന് കർത്താവിൻ്റെ ദാസി പറയുമ്പോൾ അത് വെറും ഒരു വാക്കുകളായിട്ടല്ല,
അത് ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണെന്ന് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ഹൃദയത്തിൽ അത് തിങ്ങി തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നായിട്ട് ഇങ്ങനെ അത് പൊങ്ങി പൊങ്ങി വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നു സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് പിടിച്ചു നിർത്തിയതാ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, മണിക്കൂറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഒരുപാട് ഒത്തിരി നല്ല ഓർമ്മകൾ, ഒത്തിരി നല്ല അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുത വഴികൾ, പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആത്മീയ വിടുതലുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ് പോലെയുള്ള ചില സംഭവങ്ങൾ ഒക്കെ പറഞ്ഞു. മടിയിൽ കിടന്ന് മരിച്ചുപോയ ആ സ്ത്രീ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കുവാനിടയായി തീർന്ന ആ സാഹചര്യങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി, അതെ, അതിലൂടെ ആ ദേശത്ത് മഹത്വപ്പെടുവാൻ, ഇന്നും അനേകം നടുവിൽ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ആ കുടുംബത്തെ, കർത്താവിൻ്റെ ദാസിയെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി, അവിടെ ഉടലെടുത്ത ആത്മീയ കൂട്ടായ്മ ആ ദേശത്ത് പടർന്നു പന്തലിച്ച് ഒരുപാട് പേർക്ക് തണലേകുവാൻ, അനേകരുടെ കണ്ണുനിരപ്പുവാൻ, വിശപ്പടക്കുവാൻ, ദാഹം ശമിപ്പിക്കുവാൻ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ നല്ല ശുശ്രൂഷകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ദീർഘായുസ്സോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആ അനുഭവങ്ങൾക്കായി സ്തോത്രം. പിന്നെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരോടൊപ്പം ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് കർത്താവിൻ്റെ ദാസ്യമുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം പങ്കുവച്ച കർത്താവിൻ്റെ ദാസിയെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ അരോമ TVയിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.